Hello, good evening, ma'am. Hello, madam. കേൾക്കാമോ? കേൾക്കാമോ? ഹലോ മാം. മാം കേൾക്കാം. സ്റ്റാർട്ട് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 minutes സ്റ്റാർട്ട് ചെയ്യാമേ.
Audible ആണോ? ഹലോ. ഹലോ. ഹലോ മാം, കേൾക്കാമോ മാം? കേൾക്കാമോ? ഓഡിബിൾ ആണോ? സോ ഡോണ്ട് മൈൻഡ്, നെയിം എന്തോ വേറെയാ കാണിക്കണേ, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. സോ ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ് ടു ഓൾ. ആം ഐ ഓഡിബിൾ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം. ഓക്കെ, ഫൈൻ. സോ ഫസ്റ്റ്ലി ടെൽ മീ, ഹൗ ഈസ് യുവർ പ്രിപ്പറേഷൻ ഗോയിങ്? എങ്ങനെ പോകുന്നു? 9 more days. സോ നിങ്ങൾ എല്ലാവരും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണോ? വേർ ആർ യു ആർ ഫ്രം? Going well. Yeah, Vishnu, fine. Yes. Yeah, you can message me in chat box le message idam. Okay, one person left. Fine. Network connectivity ആയിരിക്കാം. Okay. Anyways. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം എഴുതുന്നത് നമ്മളുടെ ന്യൂ സ്കീം പ്രകാരമാണ് അല്ലേ? സോ ന്യൂ സ്കീം പ്രകാരം എന്ന് പറയുമ്പോൾ 50 മാർക്സ് ഫോർ DT ആൻഡ് 50 മാർക്സ് ഫോർ IDT. അതാണല്ലോ നമ്മളുടെ പാറ്റേൺ. അപ്പൊ നിങ്ങൾ ഈ വർഷത്തിന്റെ നമ്മളൊരു മോഡൽ എക്സാംസ്, അവര് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇറക്കിയായിരുന്നു. നിങ്ങൾ എല്ലാവരും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തായിരുന്നോ? ഫസ്റ്റ്ലി ലെറ്റ് മീ അതാ ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തായിരുന്നോ? ഓക്കെ. ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയോ? വർക്ക്ഔട്ട് ചെയ്തായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഒന്നുമല്ല, നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിന്റെ തന്നെ ഒരു കോപ്പി ആൻഡ് പേസ്റ്റ് ആണ്. എനിക്ക് അങ്ങനെ ഫീൽ ആയത്. അപ്പൊ ഈവൻ നെയിം പോലും മാറ്റാതെ കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നമുക്കൊരു റിവിഷൻ എന്ന രീതിക്ക് നമുക്ക് തിങ്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയല്ലേ ഇരുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ? ഫൈൻ. അപ്പൊ ഞാൻ ആദ്യമേ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഐ വിൽ ടെൽ ദ അനാലിസിസ് ഓഫ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോരോ ചാപ്റ്ററിനകത്തും ഇമ്പോർട്ടന്റ് ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോകാം. യെസ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് അറ്റംപ്റ്റിന്റെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഒരു ചാപ്റ്ററിന് ചോദ്യമേ വന്നില്ല. ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ ഗെയിൻസിൽ നിന്ന് അവർ എന്ത് ചെയ്തില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല.
അതാണ് അതിനകത്ത് നമ്മൾ ഫസ്റ്റ്ലി അറിയേണ്ട കാര്യം. അപ്പൊ ലാസ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡിസിഷൻസ് എടുക്കാം. ഒന്നെങ്കിൽ ഈ പ്രാവശ്യവും ക്വസ്റ്റ്യൻ വരില്ല, ഇല്ലെങ്കിൽ ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ എന്ന് പറയുന്നത്. അല്ലയോ? സോ ദാറ്റ് ഈസ് എ ഡിസിഷൻ വി ക്യാൻ ടേക്ക്. വരുമോ വരത്തില്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. 50-50 ചാൻസ് ആണ്. സോ നമുക്ക് ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു സ്റ്റഡി. നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കുറേ സമയം എടുത്ത് നമ്മൾ പഠിച്ച ഒരു ചാപ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിനകത്ത് കുറേ പ്രൊവിഷൻസ് കൺഫ്യൂസിങ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഫൈനലിലെ ലെവലിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതെല്ലാം നിങ്ങൾ ഇന്ററിന്റെ ക്വസ്റ്റ്യനകത്ത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിന്റെ സിലബസിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ ഗെയിനകത്ത് എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് അത് ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് നിങ്ങൾ ആദ്യമേ നേടാം റെക്കഗ്നൈസ് ചെയ്യണം. സോ ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലല്ലേ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പഠിച്ച് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാൻ. സോ ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ദാറ്റ് ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ്. സോ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 എന്ത് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാമേ ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വാട്ട് ദേ എക്സ്ക്ലൂഡഡ് സ്പെസിഫിക്കലി സർട്ടൻ തിങ്സ്. സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എക്സ്ക്ലൂഡ് ചെയ്തു, റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് എക്സ്ക്ലൂഡ് ചെയ്തു, പിന്നെ പേഴ്സണൽ അസറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്തു, പിന്നെ കുറച്ച് ബോണ്ടുകൾ 2 ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തത് ആ 2 ഗോൾഡ് ബോണ്ട് എന്ത് ചെയ്തു? നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് ഡെഫിനിഷനകത്ത് എക്സ്ക്ലൂഡഡ്. സോ ഇതല്ലാതെ വരുന്ന എല്ലാമേ എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ അസറ്റ്സ് ആയ ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, വർക്ക് ഓഫ് ആർട്ട്, ഇതൊക്കെ ഈവൻ ദോ പേഴ്സണൽ അസറ്റ്സ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. യെസ് പേഴ്സണൽ മൂവബിൾ ഐറ്റംസ് ആണ്. പേഴ്സണൽ മൂവബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഫസ്റ്റ് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞു ഈ പറഞ്ഞ ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, വർക്ക് ഓഫ് ആർട്ട്, ആർക്കിയോളജിക്കൽ കളക്ഷൻസ് ഇതെല്ലാം എന്താണ്? ഇതെല്ലാമേ ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ മൂവബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാർ ഒരു മൂവബിൾ അസറ്റ് ആണ് അല്ലെ? അപ്പൊ കാർ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കാർ ക്യാപിറ്റൽ അസറ്റ് അല്ല. ഇഫ് യു ആർ പർച്ചേസിംഗ് ഫോർ യുവർ ഓൺ യൂസ്, പേഴ്സണൽ യൂസിന് വേണ്ടി നിങ്ങൾ കാർ വാങ്ങിച്ചു, അതായത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാനൊരു കാർ വാങ്ങിച്ചു, എന്റെ ഫാമിലിയോട് ഞാൻ ഔട്ടിങ്ങിന് പോകാനും പുറത്ത് പോകാനും എന്റെ വർക്ക് റിലേറ്റഡ് പോകാനൊക്കെ ഞാൻ ഉപയോഗിക്കണേ. സോ ദാറ്റ് ഇസ് മൈ പേഴ്സണൽ അസറ്റ്. അതെന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. അത് തന്നെ നിങ്ങൾ കാർ വാങ്ങുന്നു നിങ്ങളെ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട്. സോ ബിസിനസിന്റെ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? കാർ എന്നൊരു അസറ്റ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ് ആയി മാറും. സോ അമ്മാതിരി കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൾ ദ ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലയോ എന്ന് അറിഞ്ഞിരിക്കുക. സോറി. പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഷോർട്ട് ടേം അസറ്റ് എന്താണ്, ലോങ് ടേം അസറ്റ് എന്താണ്. സോ ഷോർട്ട് ടേം അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഉണ്ട്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എത്ര വെച്ചാൽ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. 12 മന്ത് കാറ്റഗറി, 24 മന്ത് കാറ്റഗറി ആൻഡ് 36 മന്ത് കാറ്റഗറി. 12 മന്ത് കാറ്റഗറിയിൽ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ക്യാപിറ്റൽ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ്, ലിസ്റ്റഡ് ഷെയർസ് എന്ന് പറയാം, ലിസ്റ്റഡ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ്, പിന്നെ യൂണിറ്റ്സ് ഓഫ് ദ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ്, സീറോ കൂപ്പൺ ബോണ്ട്സ്. അപ്പൊ ഇതേപോലെയുള്ള ഫണ്ടുകൾ, യൂണിറ്റുകൾ ഇതെല്ലാം ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? നമ്മൾ 12 മാസ കാറ്റഗറി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. സോ 12 മാസം, അതായത് വാങ്ങി എന്നാണോ അന്ന് മുതൽ വിൽക്കുന്ന സമയം വരയ്ക്കും നിങ്ങൾ എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നു, അതാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. സോ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 12 മാസത്തിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് ഇറ്റ്സ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അതെന്നെ 12 മാസം തികച്ച് ഹോൾഡ് ചെയ്യുകയോ അതിൽ കൂടുതലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ്സ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. സോ അങ്ങനെയാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ട് ഈ പറഞ്ഞ ക്യാപിറ്റൽ അസറ്റ്സ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിന് 24 മന്ത്സ് കാറ്റഗറിയിലകത്ത് വരുന്ന ആരൊക്കെയാന്ന് വെച്ചാൽ ഇമോബിൾ പ്രോപ്പർട്ടി ആയ ലാൻഡ്, ബിൽഡിംഗ്, അതേപോലെ അൺലിസ്റ്റഡ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ്, അതാണ് നമ്മൾ 24 മന്ത് കാറ്റഗറിക്കകത്ത് കൊണ്ടുവരേണ്ടത്. സോ അവിടെ നോക്കണം 24 താഴെയാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. 24 മന്ത്സ് തികച്ച് ഹോൾഡ് ചെയ്തു, 24 മന്ത്സിന് മുകളിൽ ഹോൾഡ് ചെയ്തു എന്ന് യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ്സ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് 36 മന്ത് കാറ്റഗറി. അപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക്കലി വരാത്ത എന്ത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അത് ഏത് കാറ്റഗറിക്കകത്ത് പോകും? 36 മന്ത് കാറ്റഗറി. അതായത് ജ്വല്ലറി, പിന്നെ എന്താണ്
ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്, സ്കൾപ്ചേഴ്സ്, ഇതെല്ലാം എന്ത് കാറ്റഗറിക്കകത്താണ് പോകുന്നത്? 36 month കാറ്റഗറിക്കകത്താണ് പോകുന്നത്. ഇതാണ് നിങ്ങൾ അതിനകത്ത് ക്യാപിറ്റൽ ഗെയിനകത്ത് അടുത്തറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ പീരീഡ് ഓഫ് ഹോൾഡിംഗ് അനുസരിച്ചിട്ട് അസറ്റിനെ ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നും തരംതിരിക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ കാൽക്കുലേഷൻ ചെയ്യാൻ 2 ഫോർമാറ്റ് ഉണ്ട്. ആദ്യമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം, ലോങ് ടേം അസറ്റ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഷോർട്ട് ടേം നോക്കാം. സോ ഞാനിവിടെ ഒരു സ്ക്രീനോ ഒന്നുമേ ഞാൻ ചെയ്യുന്നില്ല, ബിക്കോസ് യു ഓൾറെഡി സ്റ്റഡീഡ്. സോ യു ജസ്റ്റ് ട്രൈ ടു റീകൽ. ഇതിൽ ഡൗട്ട് വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഐ ക്യാൻ റൈറ്റ്. അതർവൈസ് ഐ വോണ്ട് റൈറ്റ്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഐ ക്യാൻ റൈറ്റ്. അതർവൈസ് യു ജസ്റ്റ് ലിസൺ. ഓൾറെഡി മൈൻഡിലുള്ളത് കാരണം യു വിൽ ബി ഏബിൾ ടു റിവൈസ് വെൽ. ഇപ്പൊ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കണം? You have to take the full value of consideration. What is this full value of consideration? Full value of consideration is a sale value. From the sale value, you have to reduce the expenses on transfer. You will get the net consideration. From that, you have to reduce the cost of purchase, then the cost of acquisition, and also reduce the cost of improvement, and you will get the short term capital gain. ഇത്രയേ ഉള്ളൂ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതായത് വിറ്റ വിലയിൽ നിന്ന് വാങ്ങിച്ചപ്പോണ്ടായ വില, ചിലവ്, അതായത് കോസ്റ്റ് എത്രയാണ്, സെയിൽ പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇതാണ് അതിനകത്തുള്ള കാര്യം. അപ്പൊ സെയിൽ പ്രൈസ് കോസ്റ്റ് പ്രൈസിന് കുറച്ച് പേരൊക്കെ അലങ്കാരത്തിന് കൊടുത്തിരിക്കുകയാണ്. സെയിൽ പ്രൈസിന് എഴുതേണ്ടത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നും, കോസ്റ്റ് പ്രൈസിന് എഴുതുന്നതിന് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എഴുതി കുറയ്ക്കുക. യു വിൽ ഗെറ്റ് ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു പക്ഷേ വരാൻ പോകുന്ന ഒരു ചോദ്യം സിമ്പിൾ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഒരു അസറ്റ് പറയും. ആ അസറ്റ് പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റഡ് ഷെയർസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 മാസമോ അതിൽ കുറവോ ഉണ്ടോ എന്ന് വേണം നോക്കാൻ. 12 മാസം താഴെയാണെങ്കിൽ ഷോർട്ട് ടേം എന്ന് കാറ്റഗറൈസ് ചെയ്യണം. അതായത് അൺലിസ്റ്റഡ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ 24 മാസം താഴെയാണെങ്കിൽ കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്ക് ഇത്ര രൂപയ്ക്ക് വിറ്റു, വാങ്ങിച്ചപ്പോൾ ഇത്ര വില ചെലവായി. അപ്പൊ ജസ്റ്റ് ലെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. അപ്പോഴേ മാർക്ക് പോക്കറ്റിലാവുകയാണ്. അപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടേ പോകാവൂ. അതുപോലെയാണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ കുറയ്ക്കുക. ആൻഡ് യു ഹാവ് ടു റെഡ്യൂസ് ദ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിയേഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും. സോ വാട്ട് ഈസ് ദിസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസിയേഷൻ ആൻഡ് വാട്ട് ഈസ് ദിസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്? ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് വാങ്ങിച്ച സാധനമാണ്, അതിന് ഇപ്പോൾ ആ സാധനം സെയിം ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ പ്രൈസിൽ കിട്ടത്തില്ല. സോ ഇൻഫ്ലേഷൻ അഫക്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ. അപ്പൊ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓരോരോ ഫിനാൻസ് ആക്ടിലും അവർ അനൗൺസ് ചെയ്യും. ഇന്ന വർഷം, അപ്പോൾ ഫിനാൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഓരോരോ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് അതാണ് ഈ വർഷത്തിന്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ അവതരിപ്പിച്ച് കൊണ്ടുവരും. ആ ഫിനാൻസ് they will specifically tell what is the inflation index for this previous year എന്ന് പറയും. അപ്പൊ അത് നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. കാണാതെ പറഞ്ഞാൽ എല്ലാം പഠിക്കണ്ട. നമ്മളെ ബേസ് ഇയർ എന്ന് പറയുന്നത് 2001-2 ആണ്. സോ 2001-2യുടെ ബേസ് ഇയറിന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 ആണെന്ന് അറിഞ്ഞിരിക്കണം. അതേപോലെ നിങ്ങൾ എഴുതാൻ പോകുന്നത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഏതാണ്? 22-23 ആണ്. സോ 22-23യുടെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആരാണെന്ന് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ ചാറ്റ് ബോക്സിൽ? ലെറ്റ് മീ നോ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ. യെസ്, വെരി ഗുഡ്. ഹു ഇസ് ദിസ് റിയൽ മീ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് റിയൽ മീ? ഹു ഇസ് ദിസ്? വാട്ട് ഇസ് ദ നെയിം? You can tell me. Okay, one thing I forgot to, yeah, Tushar, hi. So I forgot to tell one thing. Please change the settings in your chat box as message to everyone. Because I know I am reading the message. Likewise, let everyone read the replies and doubts you are asking. So please active in this class. Bore അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ you can tell me. If you want to change the topic also, you can tell me. If you are having any doubts, you can tell me. Because I'm not seeing you anyone. സോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ ഞാൻ അറിയത്തുള്ളൂ. ഞാൻ മാത്രം ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ ലൈവായിട്ടിരിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. യെസ്, 331 is the cost inflation index for the previous year 22-23. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. So cost inflation index for the base year is 100 and cost inflation index for the previous year 22-23 is 331. ഇത് അറിഞ്ഞിരിക്കുക. സോ എങ്ങനെ ചെയ്യുന്ന ഇൻഡെക്സേഷൻ? ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇൻക്വയർ ചെയ്ത കോസ്റ്റ് 1 lakh ആണെങ്കിൽ, സോ 1 lakh ഡിവൈഡഡ് ബൈ the cost inflation index for the year in which the capital asset was first held by the assessee. അസസിയായി ഞാൻ ആ ക്യാപിറ്റൽ അസറ്റ് എപ്പോഴാണ് സ്വന്തമായി കരസ്ഥമാക്കി കയ്യിൽ ഹോൾഡ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഹെൽഡ് ബൈ ദ അസസി. അപ്പൊ എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത്, ഞാൻ എപ്പോഴാണ് വാങ്ങുന്നത്, ആ വർഷത്തിന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഏതാണോ അത് വേണം നിങ്ങൾ ഡിനോമിനേറ്ററിൽ എടുക്കാൻ. മൾട്ടിപ്ലൈഡ് ബൈ
Cost inflation index for the year in which the asset has been transferred. ഏത് വർഷത്തിലാണോ ആ ക്യാപിറ്റൽ അസറ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വർഷത്തിന് ഇൻഡെക്സേഷൻ വെച്ച് വേണം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ ഇതാണ് ഇൻഡെക്സേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. യു ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് അക്യൂസേഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ദി ഇംപ്രൂവ്മെന്റ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നടന്ന ഏത് വർഷമാണോ അതേപോലെ ഇൻഡെക്സേഷൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ ദിസ് ഇസ് ദ വെരി ബേസിക്സ് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ. യു ഷുഡ് നോ ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ക്വസ്റ്റനിൽ വരാൻ പോകുന്ന ഇത്രയും ബേസിക് ആയിട്ടൊരു കാര്യമായിരിക്കും. എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ ബെറ്റർ ആണ്. മാർക്ക് പെട്ടെന്ന് നമുക്ക് എന്താക്കാം, പോക്കറ്റിലാക്കാം. സോ അതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കോസ്റ്റ് ഓഫ് അക്യൂസേഷൻ. നമ്മൾ അക്യൂസേഷൻ നടന്നത് ബേസ് ഇയറിന് മുന്നേ ആണെങ്കിൽ, അക്യൂസേഷൻ നടന്നത് എപ്പോഴാണ്, ബേസ് ഇയറിന് മുന്നേ. വാട്ട് ഇസ് ദ ബേസ് ഇയർ? ബേസ് ഇയർ എന്ന് പറയുന്നത് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 1/4/2001 ആണ്. സോ 1/4/2001 മുന്നേ ഏതെങ്കിലും വർഷത്തിലാണ് നമ്മൾ വിൽക്കുന്ന ക്യാപിറ്റൽ അസറ്റ് വാങ്ങിച്ചാലല്ലേ വിൽക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ വാങ്ങിച്ച പണ്ടാണ്. എപ്പോഴാണ്? ബേസ് ഇയറിന് മുന്നേ ആണ്. സോ ആ സാഹചര്യത്തിൽ യു ഷുഡ് ബി വെരി കോഷ്യസ് ഇൻ concluding what is the cost of acquisition. The cost of acquisition shall be the actual cost or the fair market value as on 1/4/2001, whichever is higher. Appo actual cost or the fair market value as on 1/4/2001, whichever is higher one എടുക്കാൻ, അതാണ് നിങ്ങൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡെക്സേഷൻ ചെയ്യുക. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു റിമൈൻഡ്. അനദർ തിങ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നടക്കുന്നത് ബേസ് ഇയറിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ, യെസ്, ഒന്നും കൂടെ പറയാം. യെസ് വിഷ്ണു, ഐ വിൽ ടെൽ യു അഗെയിൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വിൽക്കുന്നത് ഒരു ലാൻഡ് ആണെന്നിരിക്കട്ടെ. ഞാൻ ലാൻഡ് വിൽക്കുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ ആയ 22-23 പക്ഷെ ഈ ലാൻഡ് ഞാൻ വാങ്ങിയത് പണ്ടാണ്. പണ്ട് എന്ന് പറയുമ്പോൾ 1989 1989-90 എന്ന് പറഞ്ഞ പ്രീവിയസ് ഇയറിലാണ് വാങ്ങിയെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ആ സമയം എനിക്ക് എൻ്റെ കയ്യിൽ നിന്നുണ്ടായ ചെലവ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ആക്ച്വൽ കോസ്റ്റ് ഇസ് 1 lakh, റൈറ്റ്? അപ്പോൾ ഞാൻ തീരുമാനിക്കണം എന്താണ് എൻ്റെ കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ 1 lakh ആണ് എൻ്റെ ആക്ച്വലി ഞാൻ ചെലവാക്കിയത് 1 lakh ആണ്. പക്ഷേ ബേസ് ഇയറിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡേറ്റ തരും. എക്സ്ട്രാ ഡേറ്റ എന്താന്ന് വെച്ചാൽ 1/4/2001 ഏത് ഡേറ്റ് ആണ്? 1/4/2001 ആ ദിവസത്തിൽ ആ പറയുന്ന ലാൻഡിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ, അതായത് മാർക്കറ്റിൽ ആ ലാൻഡിന് എത്ര വിലയുണ്ട് എന്ന് ഒരു ഡേറ്റ അവർ പറയും. ആ ഡേറ്റ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് 1.5 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. എത്ര ലക്ഷം രൂപയാണ്? 1.5 ലക്ഷം രൂപ. അപ്പൊ നമ്മളിൽ ഇപ്പൊ 2 ഡേറ്റയുണ്ട്. ആക്ച്വൽ കോസ്റ്റ് 1 lakh, fair market value as on 1/4/2001 1,50,000. You have to compare these two data and take the higher data. Which is the higher data? 1 lakh ആണോ 1.5 ലക്ഷമാണോ കൂടുതൽ? 1.5 ലക്ഷം. സോ 1.5 ലക്ഷം ആണ് നിങ്ങൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ. കമ്മിങ് ബാക്ക്. സോ അതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് ഞാൻ പറയാൻ വന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചാണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. ആ അസറ്റിന്റെ വില കൂടുന്ന രീതിക്ക് ഞാൻ എന്തോ ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യും. അതാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. സോ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻകർ ആയി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സേഷൻ ചെയ്യണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നടന്നത് ഏത് വർഷത്തിലാണ്? ഇൻ വിച്ച് ഇയർ ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഹാസ് ഇൻകേർഡ് ബൈ ദ അസസി. If it is incurred before the base year, what is the base year? It is the date of 2001-2 is the base year. So if the cost of improvement is incurred before the base year, that means if it is incurred before 1/4/2001, then you have to just ignore that cost of improvement.
What you have to do, you have to just ignore. Don't take that cost of improvement. It is given in the question just to make you confused. So what you have to do, you have to just avoid that data. ആ ഡേറ്റ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റിനകത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അപ്പൊ ഇതാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇഫ് ഇറ്റ് ഇസ് ഇൻകർഡ് ബിഫോർ ദ ബേസ് ഇയർ. അപ്പൊ അതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നടക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് ആഫ്റ്റർ ദ ബേസ് ഇയർ, അതായത് 1/4/2001 ശേഷമാണ്. അപ്പൊ നമ്മൾ വിൽക്കുന്ന സമയത്ത് ഇടയ്ക്കാണ്. 1/4/2001 ശേഷം ആൻഡ് നമ്മൾ വിൽപ്പന സമയത്ത് നടുക്കാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നടന്നെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, യു ക്യാൻ ടേക്ക് ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് സെയിൽ പ്രൈസിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് പർച്ചേസും കുറയ്ക്കാം. ദിസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ സാധിക്കും. അതിന് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡു ദ ഇൻഡെക്സേഷൻ. ഹൗ യു വിൽ ഡു ദ ഇൻഡെക്സേഷൻ ഫോർ ദിസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എത്രയാണോ ആയത് അതാണ് ന്യൂമറേറ്റർ, ഡിവൈഡഡ് ബൈ ഏത് വർഷത്തിലാണോ ഇംപ്രൂവ്മെന്റ് നടന്നത് ആ വർഷത്തിന്റെ ഇൻഡെക്സ് എടുക്കണം. ഇൻഡെക്സ് വിൽ ബി അവൈലബിൾ ഇൻ ദ ടേബിൾ. ഇഫ് യു ആർ നൗ സ്റ്റഡിയിങ്, you can take the data from the table. For the exams, it will be given in the question paper itself. So, ആ ഏത് പ്രീവിയസ് ഇയർ ആണ്, പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ അത് ഡിസംബർ ആണെങ്കിൽ അത് പ്രീവിയസ് ആയിട്ട് എഴുതി മാത്രമേ തീരുമാനിക്കും. കലണ്ടർ ഇയർ വേണ്ടാണ്. കലണ്ടർ ഇയർ ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. ബി ക്ലിയർ വിത്ത് ദ പ്രീവിയസ് ഇയർ. സോ പ്രീവിയസ് ഇയർ ഏതാണോ, ഏത് വർഷത്തിലാണോ ആ എക്സ്പെൻസ് ഇൻകർ ചെയ്തത് ആ വർഷത്തിന്റെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ച് എന്ത് ചെയ്യുക, യു ഹാവ് ടു ജസ്റ്റ് ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫർഡ്. വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇൻ ദാറ്റ് ടൈം യു വിൽ ഗെറ്റ് ദ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആസ് വെൽ. സോ നെറ്റ് കൺസിഡറേഷൻ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ലെസ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷൻ. ഇതാണ് വെരി ബേസിക്. ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ ഡോണ്ട് ലീവ് ദിസ് പോർഷൻ. നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം ഒന്നും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഞാൻ പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഇപ്പോഴേ അങ്ങ് പഠിച്ചങ്ങ് മാറ്റി വെച്ചേക്ക്. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് നിങ്ങൾ ഇതിനകത്ത് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 45 സബ്സെക്ഷൻ 1A, 45 സബ്സെക്ഷൻ 2, 45 സബ്സെക്ഷൻ 3, 45 സബ്സെക്ഷൻ 5 അങ്ങനെ പറയുന്ന കുറച്ച് എന്തുണ്ട്, കുറച്ച് സ്പെഷ്യൽ കേസസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ സ്പെഷ്യൽ കേസസ് ഉണ്ട്. അപ്പൊ അത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. ഡോണ്ട് സ്പെൻഡ് സോ മച്ച് ഓഫ് ടൈം, ബട്ട് ഐ ക്യാൻ ഗിവ് യു ഒരു സമ്മപ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. Okay, so sorry for the trouble. We will start again. So what we were discussing about the short-term capital gain taxability and the long-term capital gain taxability. Then I'm going to explain the special sections we have to taken care of is section 45 subsection 1A. So 45 subsection 1A എന്ന് പറഞ്ഞാൽ എന്താണ്? 45 subsection 1A എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ്, അസസിന്റെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റ് നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഡ്യൂ ടു ആക്സിഡന്റൽ ഫയർ, റയോട്ട്, സിവിൽ ഡിസ്റ്റർബൻസസ്, എർത്ത് ക്വേക്ക്, സുനാമി, നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് വൈസ്. അപ്പൊ എന്തെങ്കിലും ഈ ഒരു കാരണവശാൽ എന്ത് സംഭവിക്കുകയാണ്, നമ്മളെ കയ്യിലുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് നഷ്ടപ്പെടുകയാണ്. ആൻഡ് ഇൻഷുറൻസ് company what we are getting a compensation. So in such situation, even though we are not selling that capital asset and but here we are getting the compensation. So the compensation received shall be the deemed full value of consideration. അപ്പൊ അതെന്ത് ചെയ്യണം, നിങ്ങൾ സെയിൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് നിങ്ങൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. സോ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഷാൽ ബി ദ ഡീംഡ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ അതിനകത്ത് അറിയേണ്ട പോയിന്റ് ഏതാണ്. സോ പിന്നെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് കത്തിപ്പോയി. ഇപ്പം എന്റെ കയ്യിലുണ്ട് ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരുന്നു. സോ ക്യാപിറ്റൽ അസറ്റ് ഹാസ് ബീൻ ലോസ്റ്റ് ഇൻ ദ ഇയർ 21-22. സോ this capital asset has been lost in the year 21-22, but I have received the insurance compensation only in the year 22-23. Then in which year it will be taxable?
Can you please anyone respond in the chat box in which year this capital gain will be taxable, whether in the previous year 21-22 or in the year in which the compensation is received, that is the previous year 22-23, which year it will be getting taxed. Yes, even though it is wrong, no issues. Now it is a place to correct yourself. Yes, in the year of receipt. So in the year of receipt means it is 22-23. So നമ്മളുടെ previous year 22-23 എന്താവുന്നത്, it will be taxable ആവുന്നത്. Clear ആണോ? So ആ ഒരു point ശ്രദ്ധിക്കണം. പക്ഷേ when you are doing this indexation, you should be very cautious. So what is indexation? Indexation means you have to reduce the index to cost of acquisition as well as the index to cost of improvement. So index to cost of acquisition, you have a cost of acquisition divided by the cost inflation index for the year in which the asset was held by the assessee. That you know. ഏത് വർഷത്തിലാണോ നമ്മൾ അസറ്റ് വാങ്ങിച്ചത് ആ വർഷത്തിന്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിനോമിനേറ്ററിൽ എടുക്കും. മൾട്ടിപ്ലൈഡ് ബൈ എന്തെടുക്കണം, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്. സോ ഇൻ ദിസ് സിറ്റുവേഷൻ അസറ്റ് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്തത്, വെദർ ഇൻ ദ ഇയർ 21-22 ഓർ ഇൻ ദ ഇയർ 22-23. Reply in the chat box in which year this capital asset has been transferred, whether in the year 21-22 or in the year 22-23. 21-22, yes. അപ്പൊ നമുക്ക് എപ്പോഴാണോ ഈ ക്യാപിറ്റൽ അസറ്റ് നഷ്ടപ്പെട്ടത് ആ വർഷം നമ്മൾ എന്ത് ചെയ്തതാണ് തുല്യമാണ്, ട്രാൻസ്ഫർ ചെയ്തതിന് തുല്യമാണ്. സോ ഇൻഡെക്സേഷൻ വിൽ ബി അവൈലബിൾ മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡെക്സേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് വർഷം തന്നെ എടുക്കണം, യു ഹാവ് ടു ടേക്ക് ദി ഇൻഡെക്സേഷൻ ഫോർ 21-22. So that is the point you have to taken care of while doing the problem relating to such a section 45 subsection 1A. So next നമ്മൾ പറയാൻ അതിനകത്ത് അത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. Next section is 45 subsection 2, conversion of the capital asset into, yes, shall there be any interest as receipt is after 1 year? No, here നമ്മൾ ഇൻഷുറൻസ് കോമ്പൻസേഷൻ അല്ലേ കിട്ടുന്നത്. സോ ഇൻഷുറൻസ് കോമ്പൻസേഷൻ അങ്ങനെ അവർ ഇൻട്രസ്റ്റ് ഒന്നും തരാറില്ല. സോ കോമ്പൻസേഷൻ തരുന്ന വെച്ചാൽ നമ്മളൊരു പോളിസി ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ ആ പോളിസി എമൗണ്ട് ആണല്ലോ തരുന്നത്. സോ നത്തിങ് ഹിയർ ഇറ്റ് വിൽ ബി കമ്മിങ് ആസ് ഇൻട്രസ്റ്റ്. ദ ഫുൾ എമൗണ്ട് വിൽ ബി ടാക്സബിൾ അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ഓൺലി. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് കൊണ്ടുപോകേണ്ട ഒരു ഇഷ്യൂ ഒന്നും ഈ ഒരു സിറ്റുവേഷനിൽ വരില്ല. Even though if it is received after 1 year, it will be taxable only in the year of receipt. It will be taxable only in the year of receipt. So there is no question it is the actual compensation or interest component. No. Whatever you receive, it will be taxable under the head income from capital gains. Capital gains only. Yes. Shall I move to the next section? Any doubts? No. Shall we move to next section? Yes, I'm moving to next section. Section 45 subsection 2. So what is 45 subsection 2? Anyone can answer. What is section 45 subsection 2? What is the situation of section 45 subsection 2? What is the section 45 subsection 2? Okay, fine. I'm not നിങ്ങൾ ആരെയും ഞാൻ ടെൻഷൻ അടുപ്പിക്കുന്നില്ല. 45 subsection 2 means the conversion of the capital asset into stock in trade. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഞാൻ അപ്പം എന്ത് തീരുമാനിച്ചു, ഈ സ്വർണ്ണം എല്ലാം എടുത്തിട്ട് ഒരു സ്വർണ്ണക്കട തുടങ്ങിയിട്ട് ജ്വല്ലറി ഷോപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സ്വർണ്ണം തന്നെയാണ് ഞാൻ എന്തായിട്ട് കൊണ്ടുവന്നത്, എൻ്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൊണ്ടുവരുന്നത്. സോ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആവുന്നത്? സോ ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ആകും. എപ്പോൾ അറൈസ് ആകും? ഇൻ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ്. ഇപ്പൊ ഞാൻ ക്യാപിറ്റൽ അസറ്റിനെ എന്നാണോ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ വർഷം ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് അറൈസ് ആകും. പക്ഷെ ടാക്സ് അപ്പോൾ ഞാൻ കൊടുത്താൽ മതി എപ്പോഴാണോ ഈ ക്യാപിറ്റൽ അസറ്റ് ആയ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ ഞാൻ വിൽക്കുന്നത് ആ വർഷം ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ ടാക്സ് കൊടുത്താൽ മതി. സോ ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 45 subsection 2. I don't think the question will be coming from there because it is some difficult to handle at this inter-level. ഒരു പക്ഷേ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല, ഫൈനലിന്റെ ലെവലാണ് ഇതൊക്കെ. എന്നാലും ഞാൻ നമ്മളെ സിലബസിലുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 45 subsection 2. Don't spend so much of time with this section 45 subsection 2. So 45 subsection 3 is നമ്മളെ പാർട്ട്നേഴ്സ് ഒരു പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്. ആ പാർട്ണർഷിപ്പ് ഫേമിലോട്ട് ഒരു പാർട്ണർ പുതിയതായിട്ട് ജോയിൻ ചെയ്യുകയാണ്. സോ ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് വാട്ട് ഹീസ് ബ്രിങ്ങിങ് എ ക്യാപിറ്റൽ അസറ്റ്. സോ ആ ഒരു സിറ്റുവേഷനിൽ ക്യാപിറ്റൽ ഗെയിൻ വരും. ആരുടെ കയ്യിൽ? നമ്മളെ പാർട്ണറുടെ കയ്യിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആവും.
What is the full value of consideration? Full value of consideration will be the book value. നമ്മൾ ബുക്കിൽ പാർട്ണർഷിപ്പ് ഫോമിന്റെ ബുക്കിൽ എന്താണോ ആ ഒരു അസറ്റിന് വില എഴുതുന്നത് അതായിരിക്കും നമ്മളുടെ പാർട്ട്ണറുടെ കയ്യിൽ ടാക്സബിൾ ആകുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. Then 45 subsection 5 ആണ്. 45 subsection 5 is the എന്താണ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ദ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റിനെ ഗവൺമെന്റ് കമ്പൽസറി അക്യൂർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ടാക്സബിലിറ്റി എങ്ങനെ വരും? അവിടെ നിങ്ങൾ രണ്ട് കാര്യം അറിഞ്ഞിരിക്കണം. There will be initial compensation and also the enhanced compensation. Initial compensation means നമ്മളിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലുള്ള ഒരു ലാൻഡ് ആണ് ഗവൺമെന്റ് കമ്പൽസറി അക്യൂർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ വാട്ട് ദേ വിൽ ഡു? ഫസ്റ്റ്ലി ദേ വിൽ ബ്രിങ് എ നോട്ടീസ് ടു മീ. ഇങ്ങനെ ഒരു നിങ്ങൾ വന്നിട്ട് നമ്മൾ താലൂക്ക് ഓഫീസിലോ ഞങ്ങൾ വന്ന് മീറ്റ് ചെയ്യണം എന്ന് പറയും. നമ്മൾ അവിടെ പോകുന്നു. പോയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ദേ വിൽ മേക്ക് എ കോൺവെർസേഷൻ. വി വിൽ ഹാവിങ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഞാൻ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ തമ്മിൽ കോൺവെർസേഷൻ വരും. എന്നിട്ട് ദേ വിൽ ഡിസൈഡ് ദ കോമ്പൻസേഷൻ. ഓക്കെ, ദേ വിൽ ഫിക്സ് ദ കോമ്പൻസേഷൻ ആസ് 50 ലക്ഷം. സോ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്തു 50 ലക്ഷം. സോ ദേ ഹാവ് ടു പേ 50 lakhs ടു മീ. അപ്പൊ ആ ഫിക്സ് ചെയ്യുന്ന വർഷം ഉണ്ടല്ലോ, ആ വർഷം ഞാൻ ആ അസറ്റ് വിറ്റതിന് തുല്യമാണ്. മനസ്സിലാക്കുക, അവരെന്നാണ് എൻ്റെ കയ്യിൽ നിന്ന് കമ്പൽസറി അക്യൂർ ചെയ്യുന്ന വർഷം, ആ വർഷം ഞാൻ അതിന് വിറ്റതിന് തുല്യമാണ്. ഞാൻ വിറ്റു, അത് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. പക്ഷേ ടാക്സ് ഞാൻ എപ്പോൾ കൊടുത്താൽ മതി? എൻ്റെ കയ്യിൽ കാശില്ല, ആകെ കൂടിയുള്ള ലാൻഡ് ഉണ്ട്, അത് അവരെടുത്തോണ്ട് പോയി. അപ്പൊ എപ്പോഴാണ് ഞാൻ ടാക്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, എപ്പോഴാണോ ഗവൺമെന്റ് ഈ കോമ്പൻസേഷൻ എനിക്ക് പേ ചെയ്യുന്നത് ആ വർഷം ഞാൻ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് എൻ്റെ കമ്പൽസറി ഈ പ്രോപ്പർട്ടി അക്യൂർ ചെയ്തത് 2021 എന്ന് പറയുന്ന പ്രീവിയസ് ഇയറിലാന്നിരിക്കട്ടെ, 2021, ആൻഡ് ദേ പേഡ് ദ കോമ്പൻസേഷൻ ഓൺ 22-23. നമ്മളുടെ പ്രീവിയസിൽ 50 ലക്ഷം തന്നു. അപ്പൊ ഏത് വർഷത്തിലാണ് ടാക്സബിൾ ആവുന്നത്? റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്. 2021 എൻ്റെ അവർ അക്യൂർ ചെയ്തു, 50 ലക്ഷത്തിനാണ് അവർ അക്യൂർ ചെയ്തത്. കോമ്പൻസേഷൻ അപ്പൊ പേ ചെയ്തില്ല. എപ്പോഴാണ് അവർ പേ ചെയ്തത്? 22-23 പേ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് വർഷത്തിലാണ് ടാക്സബിൾ ആവുന്നത്? ആ ഇയർ ഒന്ന് പറയാമോ? യെസ്, 22-23 ടാക്സബിൾ ആവുന്നത്. സോ 22-23 50 lakhs കിട്ടിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. സോ യു സെഡ് 22-23 50 lakhs കിട്ടി, ടാക്സബിൾ. പക്ഷേ അനദർ സിറ്റുവേഷൻ, 2021 എൻ്റെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി അക്യൂർ ചെയ്തു, കോമ്പൻസേഷൻ ഫിക്സ് ചെയ്തു 50 ലക്ഷം. പക്ഷെ എനിക്ക് 22-23 എനിക്ക് ഒരു 20 ലക്ഷമേ കിട്ടിയുള്ളൂ. എത്ര ലക്ഷം കിട്ടിയുള്ളൂ? 20 ലക്ഷം. അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് ടാക്സബിൾ ആവണേ? ഏത് വർഷമാണ് ടാക്സബിൾ ആവുന്നത്? 22-23 ടാക്സബിൾ ആവും. ഹൗ മച്ച് വിൽ ബി ദ വാല്യൂ ഓഫ് കൺസിഡറേഷൻ? എന്റെ സെയിൽ വാല്യൂ ആയിട്ട് ഞാൻ എത്ര എടുക്കണം? 20 lakh ആണോ എടുക്കേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ഫിഗർ ആണോ എടുക്കേണ്ടത്? Even it is wrong, you can message. Yeah, 50 lakhs. അപ്പോ അതാണ് കോൺസെപ്റ്റ്. ഈവൻ ദോ നമുക്ക് ഒരു ഇൻസ്റ്റാൾമെന്റ് ഒരു ഭാഗം മാത്രമേ കിട്ടിയാൽ പോലുമേ, ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്ന വർഷത്തിൽ ഫോർ ദ ഹോൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ യു ഹാവ് ടു പേ ദ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഫുൾ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തിരിക്കണം. സോ ദാറ്റ് ഈസ് ദ പോയിന്റ് യു ഹാവ് ടു റിമൈൻഡ് ഇൻ ദ ദാറ്റ് സ്പെസിഫിക് സെക്ഷൻ 45 subsection 5. അതുപോലെ അനദർ തിങ് നിങ്ങൾ അറിയേണ്ടത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ 2021 എൻ്റെ ഗവൺമെന്റ് അക്യൂർ ചെയ്തു, 50 ലക്ഷമാണ് ഫിക്സ് ചെയ്തത്. പക്ഷെ ഞാൻ അതിനകത്ത് തൃപ്തിയായില്ല. ഞാൻ എന്ത് ചെയ്തു? കേസിന് പോയി. അപ്പൊ കോർട്ട് വിധി പറഞ്ഞു, ഓക്കെ, എന്നാൽ 50 ലക്ഷം പറഞ്ഞ ശരിയായില്ല, ഒരു 20 ലക്ഷം കൂടെ അധികം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആര് വിധി പറഞ്ഞു? കോർട്ട് വിധി പറഞ്ഞു. അപ്പൊ ഓൾറെഡി എനിക്ക് 50 ലക്ഷം കിട്ടി കഴിഞ്ഞു, ഇനി എത്രയും കൂടെ എനിക്ക് കിട്ടാനുണ്ട്? 20 ലക്ഷം. അപ്പൊ ആ കിട്ടാനുള്ള 20 ലക്ഷത്തിന്റെ പേര് എന്താണ്? എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, അധികമായി കിട്ടുന്ന കോമ്പൻസേഷൻ. സോ there are two compensation, initial compensation as well as enhanced compensation. സോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ടാക്സബിൾ ആവുന്നത്? എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്ന വർഷം, ഏത് വർഷത്തിലാണോ കിട്ടുന്നത്. 20 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞു, എപ്പോഴാണോ കിട്ടുന്നത് അതാത് കിട്ടുന്ന വർഷം അതാത് ടാക്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 20 lakhന് ആദ്യത്തെ 2 ലക്ഷം കിട്ടി, ഇന്ന് കിട്ടി 2 ലക്ഷം, ഈ വർഷം ടാക്സബിൾ. പിന്നെ 2 ലക്ഷം കിട്ടുന്ന അടുത്ത വർഷം, അപ്പൊ ആ കിട്ടുന്ന 2 ലക്ഷം അടുത്ത വർഷം ടാക്സബിൾ. സോ കിട്ടുന്ന അനുസരിച്ച് മാത്രം ടാക്സ് ചെയ്താൽ മതി, ഫുൾ എമൗണ്ടിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ കോമ്പൻസേഷൻ ആൻഡ് ദ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ഇനിഷ്യൽ കോമ്പൻസേഷൻ ആണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടിന് കോമ്പൻസേഷൻ ടാക്സ് കൊടുക്കണം. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്ന ഏതാ ഘട്ടം ഘട്ടങ്ങളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഘട്ടം ഘട്ടങ്ങളായിട്ട് കിട്ടുന്ന ഏത് വർഷത്തിലാണോ ആ വർഷത്തിൽ അതാത് എമൗണ്ടിന് മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതിയാകും. ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അതാണ് പറയേണ്ടത്. ഇനി ഇനിഷ്യൽ കോമ്പൻസേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ലെസ് എക്സ്പെൻസ് ഓഫ് ട്രാൻസ്ഫർ
പിന്നെ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ടു കോസ്റ്റ് ഓഫ് അക്യൂസേഷൻ, ഇൻഡെക്സ് ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. പ്രോബ്ലം സോൾവ് ചെയ്യുക, കഴിഞ്ഞു. എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ രീതിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്ന എമൗണ്ട് എഴുതുക, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ലെസ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ. എന്തെങ്കിലും ലീഗൽ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കേസ് ജയിച്ചെന്നുണ്ടെങ്കിൽ ആ ലീഗൽ എക്സ്പെൻസ് നിങ്ങൾക്ക് കുറയ്ക്കാം, നെറ്റ് കൺസിഡറേഷൻ കിട്ടും. അവിടെ വേറെ ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. അവിടെ എന്തില്ല? ഇൻഡെക്സ് ടു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല, ഇൻഡെക്സ് ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇല്ല. യു ഹാവ് ടു ഫുള്ളി ടാക്സ് ദ നെറ്റ് കൺസിഡറേഷൻ. അപ്പൊ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുന്ന നെറ്റ് കൺസിഡറേഷൻ എത്രയാണോ ആ ഫുൾ എമൗണ്ട് എന്താകും? ടാക്സബിൾ ആവും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലോജിക്ക് സിമ്പിൾ ആണ്. ഈ നടക്കുന്നതെല്ലാം ഒരേ ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും ഞാൻ ഇനിഷ്യൽ കോമ്പൻസേഷൻ ടാക്സ് ചെയ്യുമ്പോൾ ഞാൻ ക്ലെയിം ചെയ്തു എക്സ്പെൻസ് ആയിട്ട്. അപ്പൊ വീണ്ടും ആ എക്സ്പെൻസ് എനിക്ക് എന്ത് തരത്തില്ല? അനുവദിക്കില്ല. അതാണ് കോൺസെപ്റ്റ്. ഇനിഷ്യൽ കോമ്പൻസേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നിങ്ങൾക്ക് ഒരിക്കലുമേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കുറയ്ക്കാൻ സാധിക്കില്ല. So that is section 45 subsection 5. So that is also important. Yes. So then you have to know ഇതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് ഹോൾഡിംഗ് 100% ഹോൾഡിംഗ് സബ്സിഡറി കമ്പനി ക്യാപിറ്റൽ അസറ്റ് അവരയിലുള്ള ക്യാപിറ്റൽ അസറ്റ് സബ്സിഡറി കമ്പനിക്ക് കൊടുത്തു. പക്ഷേ കൊടുത്തിട്ട് ഇത്രയും 8 വർഷത്തിനുള്ളിൽ അവരെന്ത് ചെയ്തു? അത് വിറ്റു എന്നൊക്കെ വരികയാണ്. അതിന് ടാക്സബിലിറ്റി ആ ഒരു പ്രൊവിഷൻസ് ഒന്നും നിങ്ങൾ അത്രയും സ്ട്രെസ് ചെയ്ത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട. നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത് എക്സംഷൻസ് ആണ്. എക്സംഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സംഷൻ ഞാനൊന്ന് പറയാം. സെക്ഷൻ 54. സെക്ഷൻ 54 എന്താണെന്ന് വെച്ചാൽ ആർക്കാണ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് HUF മാത്രമാണ് എലിജിബിലിറ്റി. അപ്പൊ ഞാനാണ് എക്സാമ്പിൾ, ഞാനാണ് അസസി. എന്റെ കയ്യിലുള്ള ഒരു വീട് ഞാൻ വിറ്റു, എന്നിട്ട് ഞാൻ ഒരു പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുകയോ വാങ്ങുകയോ ചെയ്യുകയാണ്. അപ്പൊ വീട് വിൽക്കുമ്പോൾ ഞാൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും. എനിക്ക് വന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എനിക്ക് വന്നത് ഗെയിൻ ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നത് ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 1 കോടി രൂപ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 കോടി രൂപ. then I have to pay tax for this 1 കോടി രൂപ അല്ലേ? അപ്പൊ എനിക്ക് വയ്യ, അയ്യോ ദൈവമേ 1 കോടി രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണോ? അപ്പൊ അവര് പറഞ്ഞു വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. 1 കോടി രൂപയ്ക്ക് നിങ്ങൾ താല്പര്യം ഇല്ല ടാക്സ് അടയ്ക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ വേറെ വീട് വാങ്ങിക്കോ. എന്ത് വാങ്ങണം? വേറെ വീട് വാങ്ങിയോ വീട് കൺസ്ട്രക്ട് ചെയ്യുകയോ ചെയ്യണം. അപ്പൊ അങ്ങനെ കൺസ്ട്രക്ടോ വാങ്ങിയോ ചെയ്യുകയാണെങ്കിൽ ആ പുതിയ വീടിന്റെ കോസ്റ്റ് ഉണ്ടല്ലോ, യു റെഡ്യൂസ് ഫ്രം ദ ഗെയിൻ. ദാറ്റ് ഈസ് യുവർ എക്സംഷൻ. ദാറ്റ് ഈസ് എ നോൺ ടാക്സബിൾ ഇൻകം. അപ്പോ നിങ്ങളുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഈ പറഞ്ഞ പുതിയ വീടിന്റെ വില അല്ലെങ്കിൽ പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള ചിലവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റെഡ്യൂസ്. ബാലൻസ് വരുന്ന മാത്രം എന്ത് ചെയ്താൽ മതി? അതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതിയാകും. സോ ദാറ്റ് ഈസ് ദിസ് എക്സംഷൻ ഓഫ് സെക്ഷൻ 54. സോ സെക്ഷൻ 54 എന്താ പറഞ്ഞേക്കണേ? വീട് വാങ്ങണം. സോ വീട് വാങ്ങണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു അമെന്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ഉണ്ടായ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് താഴെയാണോ അതോ 2 കോടിക്ക് മുകളിലാണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് താഴെയാണോ 2 കോടിക്ക് മുകളിലാണോ? 2 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിലേ 2 കോടി രൂപ വെച്ച് നിങ്ങൾക്ക് 2 വീട് വാങ്ങാം. എത്ര വീട് വാങ്ങാം? 2 വീട്. കൂടുതൽ വീട് വാങ്ങിച്ചോളൂ, പക്ഷേ എത്ര വീടിന് എക്സംഷൻ ക്ലെയിം ചെയ്യാം? യു ക്യാൻ ക്ലെയിം എക്സംഷൻ ഫോർ 2 ഹൗസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 2 വീട് വാങ്ങാനുള്ള നിങ്ങൾക്ക് ഉണ്ടായ ചിലവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റെഡ്യൂസ് ആസ് യുവർ എക്സംഷൻ. അത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 കോടി രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ എത്ര വീട് വേണമെങ്കിലും വാങ്ങിക്കോളൂ. എത്ര വീടിന് എക്സംഷൻ കിട്ടും? യു വിൽ ഗെറ്റ് എക്സംഷൻ ഫോർ ഓൺലി 1 ഹൗസ്. സോ ദാറ്റ് ഇസ് ആൻ അമെൻഡ്മെന്റ് യു ഹാവ് ടു ടേക്കൺ കെയർ ഓഫ്. യെസ്. സോ അതാണ് സെക്ഷൻ 54 എനിക്ക് പറയാനുള്ളത്. ദെൻ സെക്ഷൻ 54B ആണ്. സെക്ഷൻ 54B എന്താന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടായിരുന്നു. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആണ്. ബിക്കോസ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പൊ എന്റെ കയ്യിലുള്ള അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിറ്റു. വിറ്റപ്പോൾ എനിക്ക് എന്തുണ്ടായി? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. അത് ഷോർട്ട് ടേം ആയിക്കോട്ടെ ലോങ് ടേം ആയിക്കോട്ടെ. ഞാൻ ആ ഗെയിൻ വെച്ച് ഞാൻ എന്ത് ചെയ്യണം? പുതിയതായിട്ട് എന്ത് വാങ്ങണം? ഞാനൊരു പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങണം. അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങാൻ ഉണ്ടായ കോസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ റെഡ്യൂസ് ഫ്രം ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് കുറയ്ക്കാം. ബാക്കി വരുന്ന എമൗണ്ട് മാത്രം ഞാൻ കൊടുത്താൽ മതി. ടാക്സ് കൊടുത്താൽ മതിയാകും. ദാറ്റ് ഈസ് സെക്ഷൻ 54B. ദെൻ സെക്ഷൻ 54D ആണ്. സെക്ഷൻ 54D എന്താന്ന് വെച്ചാൽ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. അതായത് എന്റെ കയ്യിലുള്ള ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ഭാഗമായിട്ടുള്ള ലാൻഡോ ബിൽഡിംഗ് എല്ലാം എന്ത് ചെയ്തു? ഗവൺമെന്റ് കമ്പൽസറി അക്വയർ ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ അക്വയർ ചെയ്ത് കഴിഞ്ഞു. അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കോമ്പൻസേഷൻ കിട്ടും. ആ കോമ്പൻസേഷൻ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യണം? പുതിയതായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങി അതിനാവശ്യമുള്ള ലാൻഡ് ബിൽഡിംഗ് ഒക്കെ വാങ്ങുന്നു. ആ ലാൻഡ് ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി ഉണ്ടായ ചെലവ് എനിക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതാണ് സെക്ഷൻ 54D എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അറിയേണ്ട 2 എളുപ്പമുള്ള സെക്ഷൻ ഉണ്ട്. 54ECയും 54EEയും. 54EC എന്ന് പറഞ്ഞാൽ
അത് എല്ലാ അസറ്റിനും കിട്ടും. നിങ്ങൾ വിറ്റ ക്യാപിറ്റൽ അസറ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ലോങ് ടേം ആയിരിക്കണം. നിങ്ങൾ വിൽക്കുന്ന ക്യാപിറ്റൽ അസറ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ബോണ്ടുകൾ നിങ്ങൾ വാങ്ങണം. ഏതാണ് ബോണ്ടുകൾ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, ഇന്ത്യൻ റെയിൽവേസ് ഫിനാൻസ് കോർപ്പറേഷൻ, ഇത്തരം അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ മാക്സിമം എക്സംഷൻ കിട്ടുന്നത് 50 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. സോ ഈ 50 ലക്ഷം രൂപ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇറ്റ് കം ഫോർ യുവർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്തായാലും ഈ 50 ലാഖിന്റെ ലിമിറ്റുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾ അറിയേണ്ടത് സെക്ഷൻ 54EE ആണ്. അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഓഫ് ദ ഫണ്ടിൽ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത യൂണിറ്റ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ക്ലെയിം ആസ് എക്സംഷൻ. ദാറ്റ് ഈസ് 54EE. 54E ക്ലെയിം ചെയ്യാൻ മാക്സിമം ലിമിറ്റ് ഉണ്ട്. ഇവിടെ 50 ലക്ഷം രൂപ വരയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കുള്ളതാണ് GA ആൻഡ് GB. ഏതൊക്കെയാണ് സെക്ഷൻ? 54G, 54GA ആൻഡ് 54GB. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ആണ്. നമ്മൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ അർബൻ ഏരിയയിലായിരുന്നു. അർബൻ ഏരിയയിൽ നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? റൂറൽ ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ അർബൻ ഏരിയയിൽ നിന്ന് എങ്ങോട്ട് പോകണം? സ്പെഷ്യൽ എക്കണോമിക് സോണിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ രണ്ടും ഒരേപോലെ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യം ഉണ്ടായിരുന്ന അർബൻ ഏരിയയിലുള്ള ലാൻഡും ബിൽഡിംഗ് എല്ലാം വിറ്റു. എന്നിട്ട് പുതിയ സ്ഥലത്ത് പോവാണ്. അപ്പൊ പുതിയ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ വാങ്ങണം. അപ്പൊ ആ വാങ്ങാനുണ്ടായ ചിലവ് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. Yeah, thank you, Shahina. Mute ആണല്ലേ? Sorry. Okay. Okay, fine. Really sorry. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നെന്ന് വെച്ചാല് 54GB ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 54GB എന്താന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള വീട്, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യണം? പുതിയതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് എനിക്ക് എന്താ ക്യാൻ ക്ലെയിം എക്സംഷൻ. അതാണ് 54GBക്കകത്ത് പറഞ്ഞേക്കണേ. ആൻഡ് അനദർ സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ ആണ് 54F. 54Fനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമ്മൾ എൻ്റെ കയ്യിലുള്ള അതായത് ഹൗസ് പ്രോപ്പർട്ടി അല്ലാതെ ഏതോ ഒരു ക്യാപിറ്റൽ ഞാൻ വിറ്റു. എൻ്റെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറി ഒക്കെ വിറ്റു. ജ്വല്ലറി വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊരു വീട് വാങ്ങുകയാണ്. സോ ആ വീട് വാങ്ങുന്ന സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാമെന്ന് പറയുന്ന സെക്ഷനാണ് 54F എന്ന് പറയുന്ന സെക്ഷൻ. സോ ഇത്രയുമാണ് എക്സംഷൻസ്. സോ ഇതിനകത്ത് നമ്മൾ ആ അമെൻമെന്റ് ഞാൻ പറഞ്ഞില്ലേ, 54നകത്തുള്ള അമെൻമെന്റ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 കോടിക്ക് താഴെയാണെങ്കിൽ യു ക്യാൻ ബൈ 2 ഹൗസസ് ഇൻ ഇന്ത്യ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന് 2 കോടിക്ക് മുകളിലാണെങ്കിൽ ഒരു വീടിന് എക്സംഷൻ കിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ അതും നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു അമെൻമെന്റ് ആണ്. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിനകത്ത് മെയിൻലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ബോണസ് ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 0 ആണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ ബോണസ് ഷെയർസ് അക്യൂർ ചെയ്തത് ബേസ് ഇയറിന് മുന്നേ ആണ്, 140,001 മുന്നേ ആണെങ്കിൽ മാത്രം യു ഹാവ് ടു ടേക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആസ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 140,001. ആ ഒരു സിറ്റുവേഷൻ മാത്രം അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സബിലിറ്റി അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ ടാക്സ് റേറ്റ് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ? ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സബിലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2 പറയാം. നോർമൽ കേസസും സ്പെഷ്യൽ കേസസും. സ്പെഷ്യൽ കേസസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിസ്റ്റഡ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഒക്കെയാണ് വിൽക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതിനകത്ത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സ്റ്റാറ്റുട്ടറി എക്സംഷൻ ആണ്. എത്രയാണ് ലക്ഷം രൂപ എക്സംഷൻ? 1 ലക്ഷം രൂപ. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് 1 lakh rupees നിങ്ങൾക്ക് ലെസ് ചെയ്യാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിനിന് മാത്രം ടാക്സ് കൊടുക്കണം. 10% ടാക്സ് റേറ്റ്. അത് തന്നെ ഇതല്ലാതെ വരുന്ന എല്ലാമേ നോർമൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇറ്റ് വിൽ ബി ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 20%.
അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരികയാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനകത്ത് രണ്ട് സിറ്റുവേഷൻ, നോർമൽ സിറ്റുവേഷൻ, സ്പെഷ്യൽ സിറ്റുവേഷൻ. സോ സ്പെഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, സെക്യൂരിറ്റീസ് ഒക്കെയാണ് വിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 15%. ഇറ്റ് വിൽ ബി ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 15%. അല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നോർമലി ആരാണോ അസസി അവർക്ക് എന്താണോ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആണ് അതായിരിക്കും. ഇപ്പൊ ഞാനൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ എനിക്ക് എങ്ങനെ നോർമലി നമ്മളൊരു ഇൻകം ടാക്സബിൾ ആകുന്നത് എങ്ങനെയാണ്? സ്ലാബ് റേറ്റിലാണ്. ആ സ്ലാബ് റേറ്റിൽ പോലെ ടാക്സ് ചെയ്യുക. സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ് ടു 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ല, 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. അതിന് എഡ്യൂക്കേഷൻ സെസ് വരും 4%. അത് തന്നെ നമുക്ക് സർചാർജിന്റെ ആപ്ലിക്കബിലിറ്റി വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ 50 ടോട്ടൽ ഇൻകം 50 ലക്ഷം താഴെയാണെങ്കിൽ സർചാർജ് ഇല്ല. 50 ലക്ഷത്തിനും 1 കോടിക്ക് നടുക്കാണെന്നുണ്ടെങ്കിൽ സർചാർജ് വിൽ ബി ദ റേറ്റ് ഓഫ് 10%. അത് തന്നെ 1 കോടിക്കും 2 കോടിക്കും നടുക്കാണെങ്കിൽ 15%, 2 കോടിക്കും 5 കോടിക്കും നടുക്കാണെങ്കിൽ 25%, അതിന് 5 കോടിക്ക് മുകളിൽ പോയാൽ 37%ആണ് സർചാർജ്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ആ രീതിക്ക് എന്ത് ചെയ്യുക? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെയും ടാക്സബിൾ ആക്കുക. So that is with regard to the capital gains, important things you have to know. And നിങ്ങൾ previous question paper ചെയ്തു നോക്കുക. I forgot two things. I have to tell that. Very important. Section 50C. Section 50C എന്താന്ന് വെച്ചാൽ നമ്മൾ അസറ്റ് വിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വിൽക്കുന്ന അസറ്റ് ക്യാപിറ്റൽ അസറ്റ് ആയ അതായത് ഇമൂവബിൾ പ്രോപ്പർട്ടി ആയ ലാൻഡോ ബിൽഡിങ്ങോ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ നോക്കണം. ആക്ച്വൽ കൺസിഡറേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയും കമ്പയർ ചെയ്യണം. അതായത് ഞാൻ പറയുന്നു എൻ്റെ കയ്യിലുള്ള ലാൻഡ് ഞാൻ 35 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നു. പക്ഷേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പ്രകാരം അതിന് 50 ലക്ഷം രൂപയാണ്. അപ്പൊ നിങ്ങൾ എന്തെടുക്കണം? നിങ്ങൾ ആക്ച്വലി വിറ്റ് വില എടുക്കാൻ പാടില്ല. എത്ര വില എടുക്കണം? 50 ലക്ഷം രൂപ എടുക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വേണം നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. മനസ്സിലാവുന്നുണ്ട്? അതായത് നിങ്ങളുടെ ആക്ച്വൽ കൺസിഡറേഷൻ 35 ലക്ഷമാണെന്ന് പറഞ്ഞാലും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50 ലക്ഷമാണ്. അപ്പൊ ആ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വേണം നിങ്ങൾ എന്തായിട്ട് എടുക്കാൻ? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കാൻ. ഡിഫറൻസ് ബിറ്റ്വീൻ അതായത് രണ്ടും തമ്മിൽ തരും ക്വസ്റ്റനിൽ. ആക്ച്വൽ കൺസിഡറേഷനും കാണും, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കാണും. ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഇത് തമ്മിൽ ഡിഫറൻസ് വെറും 10% ഡിഫറൻസേ ഉള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഏതൊക്കെയാണ്? ടു ആക്ച്വൽ കൺസിഡറേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10% ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. യു ക്യാൻ ഇഗ്നോർ ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആൻഡ് യു ക്യാൻ ടേക്ക് ദ ആക്ച്വൽ കൺസിഡറേഷൻ തന്നെ എടുത്താൽ മതി. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുത്താൽ മതിയാകും. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതും ഒരു ചോദ്യമായിട്ട്, അതായത് ഈ സിമ്പിൾ ക്വസ്റ്റൻ അത് ഈ ഒരു കാര്യം വന്നേക്കും, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അപ്പൊ രണ്ടും തരും, ആക്ച്വൽ കൺസിഡറേഷനും പറയും, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പറയും. അപ്പൊ നിങ്ങൾ എന്ത് എടുക്കണ്ടേ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വേണം എടുക്കാൻ. ആൻഡ് അനദർ തിങ് യു ഹാവ് ടു റിമൈൻഡ് ഇൻ ദിസ് ക്യാപിറ്റൽ ഗെയിൻ ഈസ് വൺ മോർ തിങ് ഞാൻ നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. വെയിറ്റ്, ലെറ്റ് മീ തിങ്ക്. യെസ്, 50B സ്ലം സെയിൽ. സ്ലം സെയിൽ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്ലം സെയിൽ സോൾവ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. സ്ലം സെയിൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കണം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഓൾ ദ ടൈം ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ആയിരിക്കും. ഏതാണോ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്നത് ആ ക്യാപിറ്റൽ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റനിൽ എന്ത് വാല്യൂ ആണോ പറയുന്നത് അത് വേണം നിങ്ങൾ എന്തായിട്ട് എടുക്കാൻ? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കാൻ. ലെസ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ഒരു ക്വസ്റ്റനിൽ പറയും 2%, 1% ആണെന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്താണോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുത്തത് അതിന്റെ 2%, 1% അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെറ്റ് കൺസിഡറേഷൻ അറൈവ് ചെയ്യുക. ഫ്രം ദാറ്റ് യു ഹാവ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഈ സ്ലം സെയിലിന്റെ സിറ്റുവേഷനിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇല്ല. അതിന് പകരം നിങ്ങൾ എന്താ ലെസ് ചെയ്യേണ്ടത്? നെറ്റ് വർത്ത് വേണം ലെസ് ചെയ്യാൻ. എന്താ ലെസ് ചെയ്യേണ്ടത്? നെറ്റ് വർത്ത്. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് വർത്ത്? ഇതാണ് ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്തുള്ള ബ്യൂട്ടി. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് വർത്ത്? നെറ്റ് വർത്ത് മീൻസ് assets minus liabilities. What is this assets? What is this liabilities? Assets എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നമുക്ക് തരും ക്വസ്റ്റനിൽ. ആ ബാലൻസ് ഷീറ്റ് കുറെ അസറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ അസറ്റ് നമുക്ക് നോക്കാം. അസറ്റ്സിനകത്ത് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഗുഡ്വിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്വിൽ ഒരു വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എടുക്കണം? ഗുഡ്വിലിന്റെ വില എപ്പോഴും 0 എന്ന് പറഞ്ഞ് വേണം എടുക്കാൻ. അപ്പൊ ഞാൻ പറയുന്നതെല്ലാം ടാക്സ് പോയിന്റ്സ് ആണ്. ഗുഡ്വിലിന്റെ വാല്യൂ എപ്പോഴും എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. അതന്നെ സെക്ഷൻ 35AD അസറ്റ്സ് ഉണ്ട് എന്ന് പറയും. അതായത് ക്യാപിറ്റൽ നമ്മൾ സെക്ഷൻ 35AD അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സയന്റിഫിക് റിസർച്ചിന് സയന്റിഫിക് റിസർച്ച് അല്ലല്ലോ, സ്പെഷ്യൽ ബിസിനസിന് വേണ്ടി വാങ്ങിച്ച അസറ്റ്സ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അത്തരം അസറ്റ്സ് ഉണ്ടെന്ന് വാല്യൂ ഒക്കെ പറഞ്ഞാലും അതിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. സോ ഗുഡ്വിലിന്റെ വാല്യൂ 0, സെക്ഷൻ 35AD അസറ്റ്സിന്റെ വാല്യൂ ആണെങ്കിലും 0 ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുഡ്വിൽ നിങ്ങൾ പർച്ചേസ്ഡ് ഗുഡ്വിൽ ആണോ അതോ അത് നമ്മൾ ജനറേറ്റഡ് ഗുഡ്വിൽ ആണോ നോക്കണ്ട. യു ക്യാൻ ടേക്ക് ദ ഗുഡ്വിൽ വാല്യൂ ആസ് 0. സ്ലം സെയിലിനകത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടി യു ക്യാൻ ടേക്ക് ദ ഗുഡ്വിൽ വാല്യൂ ആസ് 0. റൈറ്റ്. പിന്നെ അറിയേണ്ടത് ഡിപ്രീഷ്യബിൾ അസറ്റ്സ് കാണും. സോ ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ടെന്നൊക്കെ പറയും. സോ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ 3 കാര്യങ്ങൾ പറയും. കോസ്റ്റ് പറഞ്ഞിരിക്കും, റിട്ടേൺ ഡൗൺ വാല്യൂ പറഞ്ഞിരിക്കും,
മാർക്കറ്റ് വാല്യൂ പറഞ്ഞിരിക്കും. ഇതിനകത്ത് നിങ്ങൾ എടുക്കേണ്ടത് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. സോ ക്വസ്റ്റനിൽ കിടക്കുന്ന ഡിപ്രീഷ്യബിൾ അസറ്റ്സ് ആണ് യു ഹാവ് ടു ടേക്ക് ദ റിട്ടേൺ ഡൗൺ വാല്യൂ. ഇതല്ലാതെ വേറെ എന്ത് അസറ്റ്സ് ഉണ്ടെങ്കിലും യു ക്യാൻ ടേക്ക് ദ ബുക്ക് വാല്യൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം എടുക്കാൻ. അപ്പൊ ക്വസ്റ്റനിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോഴേ കോസ്റ്റ് കാണും, റിട്ടേൺ ഡൗൺ വാല്യൂ കാണും, മാർക്കറ്റ് വാല്യൂ കാണും. അപ്പൊ ഏതാണ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് നമുക്ക് എന്താക്കാം, പോക്കറ്റിലാക്കാം. 6 മാർക്കിന്റെ ചോദ്യം വരെ അതിന് അവർക്ക് കൊടുക്കാനുള്ള വെയിറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ യു ഹാവ് ടു ടേക്ക് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ്, എന്താണ് ആ എൻറ്റിറ്റിയുടെ വാല്യൂ എന്താണോ ഫെയർ മാർക്കറ്റ് വാല്യൂ അത് വേണം എടുക്കാൻ. ലെസ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ വിൽ ബി ഗിവൺ ആസ് 2% or 1% ഓഫ് ദ ബ്രോക്കറേജ് ആയിട്ട് പറഞ്ഞിരിക്കും. അത് യു ക്യാൻ ലെസ്. ആൻഡ് അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദ നെറ്റ് കൺസിഡറേഷൻ. ആൻഡ് ഫ്രം ദാറ്റ് യു ഹാവ് ടു റെഡ്യൂസ് ദ നെറ്റ് വർത്ത്. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് വർത്ത്? നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് എടുക്കുമ്പോൾ ഗുഡ്വില്ലിന്റെ വാല്യൂ 0 എടുക്കുക, സെക്ഷൻ 35 അസറ്റിന്റെ വാല്യൂ 0 എടുക്കുക, depreciable assets take as WDV, and other assets you have to take the book value. And from that you have to reduce the liability. You take long term liability and short term liability. Don't take capital and all. Share capital, reserves and surplus ഒന്നും എടുത്ത് കുറച്ചേക്കരുത്. ലയബിലിറ്റി സൈഡിലാണ് എഴുതിയിരിക്കുന്ന പറഞ്ഞാൽ അതൊന്നും കുറയ്ക്കരുത്. You have to reduce the current liabilities, bank loan എന്നൊക്കെ പറഞ്ഞിട്ട് you can reduce that. So that's it. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ slum sale. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? You will get the long term capital gain. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ തീരുമാനിക്കാൻ വേണ്ടി ആ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എത്ര നാൾ ഹോൾഡ് ചെയ്ത് നോക്കുക. 36 months വേണം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാൻ. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് കമ്മിങ് ഇൻ ദ 12-month category or 24-month category. So apply 36-month category. So 36 months മുകളിൽ ഹോൾഡ് ചെയ്യാൻ you can conclude it as a long term capital asset. So ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടത്തില്ല കേട്ടോ. ശ്രദ്ധിക്കുക, സ്ലം സെയിൽ ഡോണ്ട് ഡു ഇൻഡെക്സേഷൻ. നെവർ ഡു ഇൻഡെക്സേഷൻ. നെറ്റ്വർത്ത് കണ്ടുപിടിക്കുക, ലെസ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആസ് ദ കേസ് മേ ബി. Yes, so that's it with the capital gains. So I explained all the important provisions relating to capital gains. So if you have any doubts, you can ask me. So any doubts with capital gains, you can ask. Any doubts? Okay, ഇതിനകത്ത് ആരൊക്കെയാണ് നമ്മളെ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ? ഓക്കെ, വേറെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പ്രൊവൈഡ് ആകില്ല. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത ഈ സിറ്റുവേഷൻ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡിബഞ്ചേഴ്സ്, നമ്മുടെ ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സിന്റെ സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു വോണ്ട് ഗെറ്റ് ദാറ്റ് ഇൻഡെക്സേഷൻ. സീറോ കൂപ്പൺ ബോൺസ് യു വോണ്ട് ഗെറ്റ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. അത്രേ ഉള്ളൂ ബേസ്. Any other questions? Okay, next, which chapter you want to discuss? You can tell me so that we will discuss that chapter and we will go according. Okay, so നിങ്ങൾ ആരും പറയുന്നില്ല, സോ അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. So നിങ്ങൾ പഠിക്കുമ്പോൾ you should not avoid the first chapter. First chapter means which means that the basic definitions and all. Assessee, who is an assessee, who is what is mean by income, and who is a person means whom, assessment year, previous year. They won't ask you to write explanation and all, but you should know. Then നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. സോ അത് വേണമെങ്കിൽ ഒരു 1 മാർക്ക് ആ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മളെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ട്. ഇൻകം ടാക്സ് എങ്ങനെയാണ് പവർ കിട്ടുന്നത്, വാട്ട്സ് ദ സോഴ്സ് ഓഫ് പവർ ഫോർ ഓൾ ദ ലോസ് ഇൻ ഇന്ത്യ, ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ താഴെ നമുക്ക് എന്താണ് ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 246 ഉണ്ട്. ആർട്ടിക്കിൾ 246 താഴെ നമുക്ക് 3 ലിസ്റ്റ് ഉണ്ട്. ഇത് ഏതൊക്കെയാണ് 3 ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, there is a യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ആ യൂണിയൻ ലിസ്റ്റ് താഴെയാണ് എൻട്രി നമ്പേഴ്സ് ഉള്ളത്. സൗണ്ട് കുറവാണോ?
Yes. Okay. Now better? Is it better now? Well, yes. Okay, fine. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞോടുന്നത്, അപ്പോൾ ലിസ്റ്റുകളുണ്ട്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഈ ലിസ്റ്റിന് താഴെ കുറെ എൻട്രി നമ്പേഴ്സ് ഉണ്ട്. എൻട്രി നമ്പർ 82, 83, 84, ലൈക്ക് വൈസ് ദാറ്റ് എൻട്രി നമ്പർ യു ഷുഡ് നോ. ഇപ്പൊ ഇവർക്ക് ഒരു നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ട് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ അവര് റിപ്പീറ്റഡ്ലി ഈ ഒരു കാര്യങ്ങൾ അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ അതൊന്നും കളയരുത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിത്തിൻ 1 second യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ യുവർ പോക്കറ്റ്. സോ ഡോണ്ട് ലീവ് സച്ച് ക്വസ്റ്റ്യൻസ്. സോ അതെന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്താൽ മതി. ഡോണ്ട് റീഡ് ദ ചാപ്റ്റർ ഹോൾ അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ജസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ദെൻ നമ്മൾ അറിയേണ്ട ചാപ്റ്റർ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് ഒരു പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതായത് ഒരു HUF-ന്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. HUF റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ HUF റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണേ? നമ്മൾ നോക്കേണ്ടത് കൺട്രോളും മാനേജ്മെന്റും ആണ്. വെദർ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് is situated wholly or partly in India, then HUF is resident. If the control and management is situated wholly outside India, then HUF is non-resident. So that is a simple conclusion. Simply നമുക്ക് പറയാം. But how will you decide whether HUF is a resident and ordinarily resident or resident but not ordinarily resident? For that, you have to check the residential status as per section 6, subsection 6 applicable to Karta. കർത്ത സെക്ഷൻ 6 സബ്സെക്ഷൻ 6 പറഞ്ഞേക്കുന്ന അഡീഷണൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് HUF is resident and ordinary resident, else HUF will be resident but not ordinarily resident. So how will you conclude that? What are the two conditions? The two conditions are, you have to check whether the Karta has been in India for at least 2 out of 10 previous year immediately preceding the relevant previous year, and also you have to check whether the Karta has stayed in India for at least 730 days or more during 7 years immediately preceding the relevant previous year. If the Karta satisfy both these conditions, then you can conclude HUF is resident and ordinary resident. Then else you can conclude HUF is resident but not ordinary resident. So that is one of the questions that is given in the textbook itself. So there's a chance that they can ask this question. So it is my intuition. So you can mark that question and check. പഠിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ തരും, പറയും ഇത്ര നാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഷുവർ ഷോർട്ട് 1 question വിൽ ബി ദർ. അത് ഷുവർ ആണ്. സോ അതുകൊണ്ട് അത് കളയരുത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് പഠിക്കുന്നത്? ഞാനൊന്ന് പ്രൊവിഷൻ പറയാം. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ബേസിക് കണ്ടീഷൻസ് ആണ്. സോ ബേസിക് കണ്ടീഷൻസ് അത് പറയുന്നത് 2 കണ്ടീഷൻസ് ആണ്. ദർ ആർ 2 conditions. Assessee has to satisfy any of the 1 condition. അല്ലേ? സോ യു ഹാവ് ടു ചെക്ക് വെദർ ദ ഇൻഡിവിജ്വൽ ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ 182 days or more during the previous year, or whether the individual has been in India for at least 60 days or more during the relevant previous year and 365 days or more during 4 years immediately preceding the relevant previous year. നമ്മളെ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടുകൂടെ വാലെ പോലെ എന്നും കൂടെ നോക്കണം. നമ്മളെ പ്രീവിയസിന് തൊട്ട് മുന്നേയുള്ള 4 പ്രീവിയസ് ഇയർ എഴുതി കൂട്ടി നോക്കുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എത്ര വരണം? 365 അതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇൻഡിവിജ്വൽ ഇസ് എ റെസിഡന്റ്. സോ റെസിഡന്റ് ആണ് 2 രീതിക്ക് കൺക്ലൂഡ് ചെയ്യാം. 182 എന്നുണ്ടെങ്കിൽ അപ്ലൈ നമുക്ക് റെസിഡന്റ് എന്ന് പറയാം. 182 ഇല്ല, അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നോക്കണം. 60 ഉണ്ടോ? 60 ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ട് മുന്നേ ഉള്ള 4 വർഷം എഴുതി കൂട്ടുമ്പോൾ 365 അതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം ദാറ്റ് ഇൻഡിവിജ്വൽ ഇസ് എ റെസിഡന്റ്. ഇനി ഹൗ വിൽ യു യെസ്, അത്രയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 അത് പറഞ്ഞേക്കണം. ഇനി സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. അത് സ്പെഷ്യൽ കാറ്റഗറിക്കകത്ത് പറഞ്ഞേക്കുന്നത് a Indian citizen leaving India for an employment or a job outside India, or a Indian citizen leaving India as a member of a ship. അതേപോലെ a person who is coming for a visit to India, അല്ലേ? a person who is coming for a leave, വിസിറ്റിന് വരികയാണ്. അപ്പൊ ജോലിക്ക് വേണ്ടി പോയി അങ്ങനെ ഒരു വ്യക്തി തിരിച്ചു വരികയാണ്. അപ്പൊ ആ സന്ദർഭത്തിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, you have to just check whether that person has been stayed in India for at least 182 days or more during the previous year. ഒരു വ്യക്തി ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കണം. 182 ദിവസം ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ റെസിഡന്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ റെസിഡന്റ്. അതേ ഉള്ളൂ. അല്ലാതെ യു ആർ നോട്ട് റിക്വയർഡ് ടു ചെക്ക് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ക്ലോസ് സി നോക്കേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ക്ലോസ് എ. അതാണ് അവിടെ അറിയേണ്ട പോയിന്റ്. ഇനി another type of special category of individual is an individual who is a person of Indian origin. ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ജനിച്ച ഇന്ത്യയിലല്ല, പക്ഷെ അയാളെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ ജനിച്ചത് ഇന്ത്യയിലാണ്. സോ ആ വ്യക്തി ആരാന്ന് പറയാം? എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് പറയാം.
So അത്തരം വ്യക്തി who is coming for a visit to India ആണെന്നുണ്ടെങ്കിൽ you have to check how much is their total income. If the total income is more than 15 lakhs, if the total income is more than 15 lakhs during the previous year, then you have to apply രണ്ട് കണ്ടീഷൻ നോക്കണം. എന്താണ് ആ രണ്ട് കണ്ടീഷൻ? ആദ്യമേ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ക്ലാസ് എ 152 ദിവസം ഉണ്ടോ, അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ക്ലാസ് സി സബ്ജക്ട് ടു എ മോഡിഫിക്കേഷൻ. 60 ദിവസത്തിന് പകരം എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്? 120 ദിവസമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. സോ 120 days or more during the relevant previous year and 365 days or more during 4 years immediately preceding the relevant previous year. സോ അത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ അയാൾ ആരാവും, ആ ഇൻഡിവിജ്വൽ ആരായി മാറും, റെസിഡന്റ് ആയി മാറും. ദിസ് ഈസ് ദ ബേസിക് കണ്ടീഷൻസ്. അഡീഷണൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അഡീഷണൽ കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 പറഞ്ഞേക്കുന്നത് you have to check whether that individual has been resident for at least 2 out of 10 previous year immediately preceding the relevant previous year, and അത് മാത്രം പോരാ, you have to check whether that individual has stayed in India for at least 730 days or more during the 7 years immediately preceding the relevant previous year. ഈ രണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ you can conclude that individual is a resident and ordinarily resident. If any of the condition is not satisfied or both the condition is not satisfied, അതായത് ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും you can conclude that individual is a resident but not ordinarily resident. So that's it with the residential status of the individual. And already we have discussed the HVF. പിന്നെ ഫേം, AOP, BOI, ലോക്കൽ അതോറിറ്റി അവരൊക്കെ ഒരേ ഒരു സിമ്പിൾ സിറ്റുവേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് പറയാം, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഹോളിയോ പാർട്ട്ലിയോ ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ്, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ്. അത്രേ ഉള്ളൂ അതിനകത്ത്. വേറെ അവിടെ എന്തില്ല, ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും ഇല്ല. കമ്പനി ശ്രദ്ധിക്കണം. കമ്പനി എന്ന് പറയുമ്പോൾ എ കമ്പനി സെറ്റ് ടു ബി റെസിഡന്റ് ഇഫ് ഇറ്റ്സ് എ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഓൾ ദ ടൈം റെസിഡന്റ് ആണ്. അത് കൂടാതെ ഒരു കമ്പനിയുടെ പോയം, what is poem? Place of effective management. If the poem is situated in India, then also the company is resident in India. So that is also one of the questions that has came in the last examinations. അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് ലാസ്റ്റ് എക്സാമിന് വന്നതാണ്. സോ അപ്പോൾ അതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യാതെ വായിച്ചിട്ട് പോവുക. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് വരും നിങ്ങൾക്ക്. പിന്നെ അറിയേണ്ടതാണ് നമ്മളെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, ദാറ്റ് ഈസ് സെക്ഷൻ 5. സെക്ഷൻ 5ഉം സെക്ഷൻ 9ഉം. സെക്ഷൻ 9 സ്പെസിഫിക്കലി അറിയേണ്ട, പക്ഷേ സെക്ഷൻ 5 പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് സെക്ഷൻ 9 ചെയ്യാൻ പറ്റും. ഞാൻ ക്ലാസ്സിലും അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ബിഫോർ ഗോയിങ് ടു ദാറ്റ്, സോ നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് ആരൊക്കെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ ഹു ഈസ് ലിസണിങ് ടു ദിസ് ക്ലാസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഹു ഹാസ് എന്നെ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? Okay, yes. Jomal. So where are you from, Jomal? Yeah, nice to hear. From Kasargod, right, right. So where you attended the classes? നമുക്ക് ഈ നടുക്കൊരു കുഞ്ഞ് ബ്രേക്ക് ആണ് ഇത്, നത്തിങ് മോർ. സോ ഹായ് ടു ജോമൽ, എല്ലാവരും ഹായ് പറഞ്ഞേക്ക്. സോ ഇസ് എ ന്യൂ പേഴ്സൺ ഹു ഈസ് ഹിയറിംഗ് ദ ക്ലാസ്സസ്. ഓക്കെ, ഫിനിക്സ്, നൈസ് നൈസ്. Okay, so is this class seems useful to you? Are you able to revise and all? Are you getting the provisions you have learned earlier? Yeah, thank you so much. Anyone else? Just ഒന്ന് പരിചയപ്പെടാനാണ്, വേറൊന്നുമല്ല. You can tell where are you from? Hi. Meenakshi Ramesh, I know who you are. Oh, Jomal, you are 2016 syllabus. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ you are writing old syllabus, right? Old syllabus. Oh, okay. Super, super. Okay. So don't worry, it will be easy for you. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ഈ പ്രൊവിഷൻസും കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ലാസ്റ്റ് ഓൾഡ് സിലബസിന്റെ ക്വസ്റ്റ്യൻസും ഞാൻ നോക്കിയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് മച്ച് ഡിഫിക്കൽട്ട് ആൻഡ് ഓൾ. ബേസിക് ലെവലിൽ നിന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ ലീവ് ചെയ്യരുത്. ലീവ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ക്രാക്ക് ഇറ്റ് ഔട്ട്. And all the time aim for exemption. Don't think of just pass. If you are aiming for just pass, you will fail. If you are aiming for exemption, you are aiming for 90 plus, you will definitely get 70 plus. So that is the അതാണ് നമ്മളുടെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ രീതി.
നമ്മൾ പറയുന്ന എപ്പോഴും അങ്ങനെയാണ്. 100 മാർക്കിന് നമ്മൾ പരീക്ഷ എഴുതുന്നു. 100 മാർക്കിനാണ് ചോദ്യം ചോദിക്കണേ. ഹൗ മച്ച് മാർക്സ് ഫോർ എത്ര മാർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യും? ഹൗ മെനി മാർക്സ് ഫോർ യു വിൽ ബി ഏബിൾ ടു അറ്റൻഡ്? എത്ര മാർക്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും? ഹൺഡ്രഡ് മാർക്സിന് അറ്റൻഡ് ചെയ്യുമോ? 100 മാർക്സ്? ഓക്കെ, നമ്മൾ ഡി ടിയും ഐ ഡി ടിയും കൂടെ ചേർത്താണെങ്കിലും ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളാണ്, ഒന്നും കൂടെ പറയാം. 100 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, 100 മാർക്സിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 85 പ്ലസ് നിങ്ങൾ എഴുതാൻ സാധിക്കണം. 85 പ്ലസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഷുവർലി യു ക്യാൻ ഗെറ്റ് എക്സംഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ചുമ്മാതെ നിങ്ങൾ എഴുതുന്ന കാര്യമല്ല ഞാൻ പറയണേ. നിങ്ങൾ എഴുതുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രൊവിഷൻസ് ഒക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റൈറ്റ് ബെറ്റർ. അപ്പോൾ ഇൻ ദാറ്റ് 3 hours എക്സാം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 1.5 ഈസ് വെരി വെരി ക്രൂഷ്യൽ. അത് എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. 1.5 മണിക്കൂറിൽ നിങ്ങൾ ഡിസൈഡ് ആവും നിങ്ങൾക്ക് പരീക്ഷ നിങ്ങൾ പാസ്സാവോ ഇല്ലയോ. ഫസ്റ്റ്ലി അറിയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ കുറേ പേര് ഫെയിൽ ആവും ടെൻഷൻ അടിച്ചിട്ട്. അത് നമുക്ക് ആ കാറ്റഗറി ഞാൻ മാറ്റി നിർത്തുകയാണ്. ആ കാറ്റഗറി നമുക്ക് വേണ്ട. സോ നമ്മൾ പറയുന്ന ആരാന്ന് വെച്ചാൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. സോ മുന്നോട്ട് പോകുമ്പോൾ ധൈര്യമൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് എളുപ്പം. വാവ്, ഐ നോ ദിസ് ക്വസ്റ്റ്യൻ, ഐ നോ ദിസ് ക്വസ്റ്റ്യൻ ഐ നോ, ദാറ്റ് ക്വസ്റ്റ്യൻ ഐ നോ. സോ വി ബി വെരി ഫീലിംഗ് വെരി ഹാപ്പി നോ. അപ്പൊ അങ്ങനെ ഹാപ്പി ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഹാപ്പിയൊക്കെ ആവുന്ന കൊള്ളാം, പക്ഷെ ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കുറെ എക്സാം എഴുതി, നമ്മൾ സ്കൂൾ ടൈം ആണെങ്കിലും കോളേജ് ടൈം ആണെങ്കിലും നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ വി വിൽ ബി ടേക്കിംഗ് സോ മച്ച് ഓഫ് ടൈം, we consume so much time to write the exam. ആ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ എഴുതാൻ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, സോ അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ ക്രൂഷ്യലാന്ന് പറയാൻ നമ്മൾ ഒരു പ്രശ്നം അറിയാവുന്നുണ്ടെങ്കിൽ യു വിൽ ബി ടേക്കിംഗ് സോ മച്ച് ഓഫ് ടൈം ടു റൈറ്റ്. അപ്പം അങ്ങനെ ആവരുത്. എത്ര തന്നെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ടു ദ പോയിന്റ്, ക്രിസ്പായിട്ട് എഴുതുക. നമുക്കറിയണമല്ലോ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 1.5 മണിക്കൂറിൽ യു ഷുഡ് പാസ് ദ എക്സാം. സോ ഹൗ മെനി മാർക്സ് യു വോണ്ട് ടു പാസ് ദ എക്സാം? 40 മാർക്സ്. സോ 40 മാർക്സ് പാസ്സാവാനുള്ള എക്സാമിനുള്ള മാർക്കിന്റെ ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, 1.5 മണിക്കൂറിൽ എഴുതി കഴിഞ്ഞാൽ ഉള്ള 1.5 മണിക്കൂർ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ടുവേർഡ്സ് യുവർ എക്സംഷൻ. എക്സംഷനിലോട്ടുള്ള യാത്രയാണ്. ഡെഫിനറ്റ്ലി യു വിൽ ക്ലിയർ വിത്ത് എക്സംഷൻ. അത് തന്നെ ഈ 1.5 മണിക്കൂറിൽ നമ്മൾ ടൈം മാനേജ്മെന്റ് ഇല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ പാസ്. എക്സാം നിങ്ങൾ പാസ്സാവും, പക്ഷെ എക്സംഷൻ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 40 മാർക്ക് വാങ്ങിച്ച് പാസ്സാവാനും സാധിക്കും. അതിന് എക്സംഷൻ വാങ്ങിച്ച് പാസ്സാവാം. എക്സംഷൻ വാങ്ങിച്ചാൽ എന്താ ഗുണം? നമുക്ക് അഗ്രിഗേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും സബ്ജക്റ്റിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒരു മാർക്ക് കുറഞ്ഞു പോയാലോ, പാസ്സാവും. കുറഞ്ഞു പോയാലോ എക്സംഷനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് പാസ്സാവത്തില്ല. ഇറ്റ്സ് എ വെരി വെരി ബാഡ് തിങ് നോ. സോ അതിനുവേണ്ടി നമുക്ക് എന്താണ്, നമുക്ക് എക്സംഷൻ ഷുവർ വേണം നമുക്ക്. സോ എക്സംഷൻ നിങ്ങൾക്ക് പറ്റുന്ന സബ്ജക്ട് ഏതാണെന്ന് ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർക്ക് ലോ പഠിക്കാൻ എളുപ്പം, ചിലർക്ക് ഓഡിറ്റിംഗ് പഠിക്കാൻ എളുപ്പം. സോ നിങ്ങൾ തീരുമാനിക്കുക, സെൽഫ് അസസ് ചെയ്യുക, നമുക്ക് ഏതിനകത്ത് സ്കോർ ചെയ്യാൻ സാധിക്കും. ആ സ്കോർ ചെയ്യാനുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനകത്ത് ഒരു 80 ഒക്കെ വാങ്ങിക്കാൻ ശ്രമിക്കണം. 80 ശ്രമിക്കണമല്ല, വാങ്ങണം. 70 പ്ലസ് വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു സബ്ജക്റ്റിൽ കുറഞ്ഞു പോയാലും നിങ്ങൾ ആരെയും പേടിക്കേണ്ട. റിസൾട്ട് വിൽ ബി ഫേവർ ഫോർ യു. യു വിൽ ഡെഫിനറ്റ്ലി പാസ്. സോ അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഫൈൻ. സോ I was talking about നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, we were talking about the residential status. Now we are going to talk about the scope of total income. So scope of total income നകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ വരാറുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഈ അറ്റംപ്റ്റും ഒരു ക്വസ്റ്റ്യൻ വരും. സോ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യുക, അല്ലെ? ആരുടെ കയ്യിലാണ് ടാക്സബിൾ ആവുന്നത്? 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം അസസീനെ: റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം ആരൊക്കെ പേരിലാണ് ടാക്സബിൾ ആവുന്നത്.
ഇപ്പൊ ഇൻഡിവിജ്വലിന്റെ നമ്മളെ ടാക്സബിലിറ്റിയാണ് ഞാൻ പറയാൻ പോണേ. ഇപ്പൊ ടാക്സബിലിറ്റി വരുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇൻകത്തിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇൻകത്തിന് എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻകം അക്രൂ ആയതോ, അതായത് ഇൻകം ഏൺ ചെയ്തതോ ഇൻകം റിസീവ് ചെയ്തതോ ഏതെങ്കിലും ഒരെണ്ണം നടന്നത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇൻകം അക്രൂ ആയതോ റിസീവ് ആയതോ ഏതെങ്കിലും ഒരെണ്ണം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ, then such income will be taxable in the hands of resident ordinarily, resident but not ordinarily, non-resident. എല്ലാവരുടെ കയ്യിലും എന്തായിരിക്കും? അത് ടാക്സബിൾ ആയിരിക്കും. അപ്പൊ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇൻകം അക്രൂ ആയതോ റിസീവ് ആയതോ ഏതെങ്കിലും ഒരെണ്ണം ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ. എല്ലാവരുടെ കയ്യിലും ടാക്സബിൾ ആണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. പിന്നെ അറിയേണ്ടത് ഇൻകം അക്രൂ ആയതും റിസീവ് ആയതും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അപ്പൊ നോക്കണേ, ഫസ്റ്റ് കാറ്റഗറിയിൽ നിന്നും ഓപ്പോസിറ്റ് ആണ് ഞാൻ പറയുന്നത്. ഇൻകം അക്രൂ ആയതും റിസീവ് ആയതും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. പക്ഷേ എവിടെ നിന്നാണ് ഈ ഇൻകം വരുന്നത്? ഈ ഇൻകം എന്ന് പറഞ്ഞാൽ PGBP ഇൻകമാണ്. ഈ ഇൻകം എന്താണ്? PGBP. വാട്ട് ഈസ് PGBP? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനോ വരുന്ന ഇൻകം ആണ്. സോ ദിസ് ഇൻകം ഈസ് ഗെറ്റിംഗ് അക്രൂഡ് ഓർ റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ബട്ട് ഫ്രം എ ബിസിനസ് ഓർ എ പ്രൊഫഷൻ ദാറ്റ് ഈസ് കൺട്രോൾഡ് ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ആ ബിസിനസ് കൺട്രോൾ ചെയ്തേക്കുന്നതോ സെറ്റപ്പ് ചെയ്തേക്കുന്നതോ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത്തരം വരുമാനം ടാക്സബിൾ ആകും. ആരുടെ കയ്യിൽ മാത്രം? റെസിഡന്റിന്റെ കയ്യിൽ മാത്രം. റെസിഡന്റ് ആരൊക്കെയാണ്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. സോ രണ്ടുപേരുടെ പേരിലും അതെന്താവും? ടാക്സബിൾ ആവും. സോ സിംപിളി പറയുകയാണെങ്കിൽ ആരുടെ കയ്യിൽ മാത്രം ടാക്സബിൾ? റെസിഡന്റിന്റെ കയ്യിൽ മാത്രം. അത് നിങ്ങൾ അറിയേണ്ടതാണ്. സെയിം തിങ് ആണ്. ഇൻകം അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ബട്ട് ഫ്രം എ ബിസിനസ് ആൻഡ് ഓർ എ പ്രൊഫഷൻ ദാറ്റ് ഈസ് ഓൾസോ കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്ന എവിടെ തന്നെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ എല്ലാം ഔട്ട്സൈഡാ. അക്രൂ ആയത് ഔട്ട്സൈഡ്, റിസീവ് ആയത് ഔട്ട്സൈഡ്, കൺട്രോളോ സെറ്റപ്പ് ചെയ്തൊക്കെ ഔട്ട്സൈഡ്. ആ ഒരു സിറ്റുവേഷനിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ആരുടെ കയ്യിൽ മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് കയ്യിൽ മാത്രമേ ടാക്സബിൾ ആവത്തുള്ളൂ. അതാണ് സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറിയിൽ പോകുമ്പോൾ, തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇൻകം. ആരുടെ കയ്യിൽ ടാക്സബിൾ ആവും? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് കയ്യിൽ ഗ്ലോബൽ ഇൻകം വിൽ ബി ടാക്സബിൾ. സോ ഇൻകം അക്രൂ ആയത് ഔട്ട്സൈഡ് ഇന്ത്യ, റിസീവ് ആയത് ഔട്ട്സൈഡ് ഇന്ത്യ, എല്ലാം ഔട്ട്സൈഡ് ആണ്. അപ്പൊ അത് എന്ത് ഇൻകം ഒന്നും സ്പെസിഫിക് ഒന്നുമല്ല. അത് ബിസിനസ് ഇൻകം അല്ല, ബാക്കി എന്ത് ഇൻകം ആയിക്കോട്ടെ, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ഇൻകം ആയിക്കോട്ടെ, എന്ത് ഇൻകം ആയിക്കോട്ടെ, അത് അക്രൂ ആകുന്നത് ഔട്ട്സൈഡ്, റിസീവ് ആകുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. സോ അതാണ് അവിടെ അറിയേണ്ട പോയിന്റ്. തേർഡ് കാറ്റഗറിയിൽ ഒരാളും കൂടെ ഉണ്ട്. അതായത് പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം, പണ്ടെങ്ങാണ്ട് ഏൺ ചെയ്ത ഇൻകം. ആ ഇൻകത്തിനെ ഈ വർഷം നമ്മുടെ പ്രീവിയസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നു. പണ്ടത്തെ ഇൻകം ആണേ, ഈ വർഷമാണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നേ. അത്ര ഇൻകം ഒന്നും എന്താവത്തില്ല, ആരുടെ കയ്യിലും ടാക്സബിൾ ആവത്തില്ല. സോ നത്തിങ് ഇസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് നൺ ഓഫ് ദ പേഴ്സൺസ്. സോ അതാണ് എന്തെന്ന് പറയുന്നത്? സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മളെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒന്ന് ചെയ്ത് പഠിച്ച് സെറ്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്കിന്റെ കിട്ടും? ഒരു 4 മാർക്ക് മുതൽ 5 മാർക്കിന്റെ വരയ്ക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. അതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യു ക്യാൻ ആസ്ക്. Let me connect the charger. Battery down आ गया ना.
We will continue. So, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്നത് 5 heads of income ആണ് അല്ലേ? സോ 5 heads of income ഇൻകം ഫ്രം സാലറിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഹൗസ് പ്രോപ്പർട്ടിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻ they will ask. Okay. So, coming to the 5 heads of income. So, income from salary, they are asking one question. So, each 5 heads of income ലാസ്റ്റ് അറ്റംപ്റ്റിന് അവർ ചോദിക്കാത്ത ചോദ്യം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമാണ്. ദെൻ ഓൾഡ് സിലബസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അവർക്ക് ബിക്കോസ് 100 മാർക്സ് ആയതുകൊണ്ട് അവർക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ എല്ലാത്തിനകത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വളരെ എന്താണ് കൺഫ്യൂസിങ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവർ സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കാറില്ല. സോ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട പ്രൊവിഷൻസ് വൃത്തിക്കൊന്ന് പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ് ഇൻകം ഫ്രം സാലറി. സോ ഇൻകം ഫ്രം സാലറിക്കകത്ത് ഐ വിൽ എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ്, എന്തൊക്കെയാണ് സെക്ഷൻസ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഫസ്റ്റ്ലി സാലറി എന്ന് പറഞ്ഞാൽ സാലറിക്കകത്ത് സാലറി, വേജസ്, ബോണസ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ഇതെല്ലാം എന്ത് തന്നെയാണ്, ടാക്സബിൾ ആണ്. സോ അത് ആദ്യം നമ്മൾ അറിയേണ്ടത്, സാലറി എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലനേഷൻ തരണ്ടല്ലോ. സാലറി എന്ന് പറഞ്ഞാൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. എംപ്ലോയുടെ ഇങ്ങനെ കിട്ടുന്ന എല്ലാമേ എന്ത് തന്നെയാണ്, സാലറിയാണ്, ടാക്സബിൾ ആണ്. ഈ സാലറിക്കകത്ത് അറിയേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, അലവൻസസ് എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ആണ്, പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ആണ്. സോ വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അലവൻസസ് ആൻഡ് പെർക്വിസിറ്റ്സ്? അലവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എംപ്ലോയിയുടെ എന്തെങ്കിലും സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് അലവൻസസ്. സോ ഇറ്റ് വിൽ ബി മോണിറ്ററി ടേംസ്. സോ അലവൻസസ് മീൻസ് the extra amount paid by the employer to the employee to meet any specific expenditure of the employee. So specific expenditure meet ചെയ്യാൻ വേണ്ടി തരുന്നതാണ് allowances എന്ന് പറയുന്നത്. So what is the difference? What is the meaning of perquisites? Perquisites means a non-monetary benefit. ഇപ്പോൾ നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയർ ആയ ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് തരുന്നു, മൊബൈൽ ഫോൺ തരുന്നു, നിങ്ങൾ വീട്ടിലെ ജോലിക്കാരെ ഞാൻ അപ്പോയിന്റ് ചെയ്ത് തരുന്നു, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കാറ് തരുന്നു, അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അപ്പം നിങ്ങൾ അതിന് ചിലവൊന്നുമില്ല, നിങ്ങൾ പക്ഷെ എന്ത് ചെയ്യുവാണ്, ബെനിഫിറ്റ് എൻജോയ് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ തരുന്ന ബെനിഫിറ്റിന്റെ പേര് എന്താണ്, പെർക്വിസിറ്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പെർക്വിസിറ്റ്സിന് ഒരു വില നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടാക്സബിൾ വാല്യൂ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടാക്സബിൾ വാല്യൂ and that taxable value is the salary. You have to pay the tax. അതിന് എന്ത് ചെയ്യണം, നിങ്ങൾ ടാക്സ് കൊടുക്കണം. അപ്പൊ പെർക്വിസിറ്റ് അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടി. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ബില്ല്, നമ്മൾ ആശുപത്രി പോയിട്ട് മെഡിക്കൽ ബില്ല് നമ്മൾ പേ ചെയ്തു. ആ മെഡിക്കൽ ബില്ല് നമുക്ക് എന്ത് തരും, എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്ത് തരും. പക്ഷെ ആ മെഡിക്കൽ ബിൽ റീഇംബേഴ്സ്മെന്റ് ഈസ് ഓൾസോ എ ബെനിഫിറ്റ് എൻജോയ്ഡ് ബൈ ദ എംപ്ലോയി. ദാറ്റ് ഈസ് ഓൾസോ എ ടാക്സബിൾ പെർക്വിസിറ്റ്. അപ്പൊ അതാണ് പെർക്വിസിറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. അലവൻസ് ഉണ്ട്, പെർക്വിസിറ്റ്സ് ഉണ്ട്. സോ ഇത് കൂടാതെ നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്രാറ്റുവിറ്റി, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഗ്രാറ്റുവിറ്റി. So gratuity means it's a retirement benefit. So gratuity എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ചാർട്ടൊക്കെ വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ ചാർട്ടിന്റെ രീതി തന്നെ പറയാം. യു ക്യാൻ, ഇഫ് യു വാണ്ട് ടു റൈറ്റ് യു ക്യാൻ റൈറ്റ്. അപ്പോൾ ഗ്രാറ്റുറ്റി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ആകാം. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന എപ്പോഴാണ്, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ആകാം, അറ്റ് ദ ടൈം ഓഫ് ദ റിട്ടയർമെന്റ് ആകാം. അപ്പൊ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ആകാം, അറ്റ് ദ ടൈം ഓഫ് ദ റിട്ടയർമെന്റ് ആകാം. സോ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കണം ആരാണ് ഈ ഗ്രാറ്റുവിറ്റി കൈപ്പറ്റുന്നത്, ഗവൺമെന്റ് എംപ്ലോയി ആണോ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണോ. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ടാക്സബിൾ, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും ടാക്സബിൾ തന്നെയാണ്. അതിനെ അറ്റ് ദ ടൈം ഓഫ് ദ റിട്ടയർമെന്റ് ആണെങ്കിൽ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം, ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഇഫ് ഇറ്റ് ഇസ് റിസീവ്ഡ് ബൈ ദ ഗ്രാറ്റുവിറ്റി ഇസ് റിസീവ്ഡ് ബൈ ദ ഗവൺമെന്റ് എംപ്ലോയി, full amount received by the government employee is exempted. Nothing is taxed. അപ്പോ ഗവൺമെന്റ് എംപ്ലോയി കൈപ്പറ്റുന്ന ഗ്രാറ്റുവിറ്റി ഫുൾ എമൗണ്ട് എന്ത് തന്നെയാണ് അവരുടെ കയ്യിൽ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ കിട്ടുന്നത് ഒരു 10 ലക്ഷം ആണെങ്കിൽ എത്രയാണ് എക്സംഷൻ, 10 ലക്ഷവും എക്സംഷൻ ആണ്. നത്തിങ് ഈസ് ഗെറ്റിംഗ് ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗവൺമെന്റ് എംപ്ലോയി. ആസ് പെർ സെക്ഷൻ 10, സെക്ഷൻ 10 ആണ് എക്സംഷൻ കിട്ടുന്നത്. അതിന്റെ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് നോക്കണം. ആ ഗവൺമെന്റ് എംപ്ലോയി whether it is covered by the payment of gratuity act or not covered by the payment of gratuity act. If it is covered by the payment of gratuity act, then you have to do the following calculation. എന്താണ് കാൽക്കുലേഷൻ? You have to take let me check. Notes ഉണ്ടെങ്കിൽ ഞാനൊന്ന് എക്സ്പെക്ട് ചെയ്യാം. Wait one second. Let me check if it is available, then I will share that.
Few minutes. Okay, is it visible? Visible? Is that visible? Yeah. Okay. Okay, see. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് നമുക്ക് 2 times രണ്ട് സിറ്റുവേഷനിൽ റിസീവ് ചെയ്യാം. Whether you have to check whether it is received during the course of the employment or at the time of the retirement. If it is received during the course of the employment, if it is received whether by the government employee or non-government employee, അത് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, it will be taxable. It will be taxable in the hands of government as well as non-government employees. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. But then at the time of the retirement, if it is received by the government employee, whatever they receive, it is fully exempted. As a non-government employee, you have to check whether the employee is covered by Payment of Gratuity Act 1972 or the employee not covered by the Payment of Gratuity Act 1972. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Well, if it is covered by the Payment of Gratuity Act 1972, what you have to do, you have to firstly write the full amount received, actual amount received at and then less exemption. How will you find out the exemption? As per section 10, subsection 10, you have to compare 3 things. What are the 3 things you have to compare? Firstly, the first point is actual amount received. Actual amount എത്രയാണോ അതിനെ വീണ്ടും എഴുതുക. Second point, there is a monetary limit. Monetary limit is 20 lakh. You have to write that 20 lakh is the monetary limit. And third point, ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി. എന്താണ് ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി? അതായത് ഞാൻ റിട്ടയർ ആകുന്ന ഫോർ എക്സാമ്പിൾ 30 നവംബറിലാണെങ്കിൽ എനിക്ക് തൊട്ട് മുന്നത്തെ മാസം ഏതാണ്? ഒക്ടോബർ മാസത്തിൽ ഞാൻ വാങ്ങിയ ശമ്പളം എത്രയാണോ അതെടുത്ത് എഴുതുക. സോ ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി ഡിവൈഡഡ് ബൈ 26 into 15. So what is this 26? That is an assumption. Number of Sundays will be 4. So they are taking divided by 26 into 15. So here it is, I think it is visible. Last drawn monthly salary into 15 by 26. Divided by 26 into 15. Yeah, I'm trying to get an average into number of years of completed year of service. That you multiply chayega. And part thereof in excess of 6 months only, you have to round off as 1. So for example, I worked in a company for 29 years and okay, I worked in a company for 29 years. So what is my year of service? It is 29. അത് തന്നെ ഞാൻ ഒരു കമ്പനിയിൽ 29 ഇയേഴ്സും 2 മാസവും ജോലി ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് എടുക്കണം? കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ് ഓൾസോ ടിൽ 29. അത് തന്നെ ഞാൻ ഒരു സ്ഥാപനത്തിൽ ഞാൻ 29 വർഷവും 6 മാസവും വർക്ക് ചെയ്തു. എത്ര മാസം വർക്ക് ചെയ്തു? 6 മാസം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓഫർ ചെയ്തെടുക്കുന്നത് അപ്പോഴും 29 തന്നെയാണ്. അത് തന്നെ ആ സ്ഥാപനത്തിൽ ഞാൻ 29 കൊല്ലവും 6 മാസവും ഒരു 10 ദിവസം കൂടെ അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടെ വർക്ക് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര എടുക്കണം? നമ്പർ ഓഫ് ഇയേഴ്സ് 30 എടുക്കണം. So fraction of months in excess of 6 months. 6 months മാത്രമല്ല 6 excess ആയിട്ട് പോവുകയാണ്. You can round off that year as 1. So in that situation, you have to take the year as T. അത് തന്നെ 29 years 11 months ആണ്. In that situation also, you have to take it as 30 years. So അതാണ് ഇവിടുത്തെ relevance. Payment of the Gratuity Act 1972. അത് തന്നെ employee not covered by the Payment of Gratuity Act 1972 ആണെങ്കിൽ you have to write the actual gratuity amount received less. Least of the following shall be exempt as per section 10, subsection 10. How will you find out the exemption? Least of the following shall be exempted. The first one, actual amount received thaneyanu. Second amount is a monetary limit, that's the statutory limit of 20 lakh. And third one is the average salary into 1/2. So how will you find out this average salary? Average salary എന്ന് പറഞ്ഞാൽ ഞാൻ റിട്ടയർ ആകുന്ന മാസത്തിന്റെ തൊട്ട് മുന്നത്തെ 10 മാസം. എങ്ങനെ? റിട്ടയർമെന്റ് ആകുന്നതിന്റെ തൊട്ട് മുന്നത്തെ 10 മാസത്തിന്റെ ആവറേജ്. അപ്പോൾ തൊട്ട് മുന്നത്തെ 10 മാസം എന്ന് പറയുമ്പോൾ ഏതാണ്? ഞാൻ റിട്ടയർ ആകുന്ന ഏത് മാസത്തിലാണ്? നവംബറിലാണെങ്കിൽ തൊട്ട് മുന്നേ ഒക്ടോബർ, സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്സ് എത്ര മാസം പോകണം? 10 മാസം പോകണം. ആ 10 മാസത്തിലെ ടോട്ടൽ സാലറി എടുക്കുക, ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. അങ്ങനെയല്ലേ ആവറേജ് കിട്ടുന്നത്? ടോട്ടൽ സാലറി അല്ലേ പറഞ്ഞ ആവറേജ് സാലറി. സോ ടോട്ടൽ സാലറി ഫോർ ദ 10 months ഡിവൈഡഡ് ബൈ 10 months, you will get an average salary. Then that average salary again divided by 2.
ഇല്ലെങ്കിൽ ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് an amount ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ എടുക്കുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് മീൻസ് ഫ്രാക്ഷൻ യു ഹാവ് ടു ഇഗ്നോർ. ഫ്രാക്ഷൻ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. 29 കൊല്ലം 1 മാസം എന്ന് പറഞ്ഞാലും 29 തന്നെയാണ്. 29 കൊല്ലവും 6 മാസം എന്ന് പറഞ്ഞാലും 29 തന്നെയാണ്. 29 കൊല്ലവും 11 മാസം എന്ന് പറഞ്ഞാലും 29 തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ടു ഗെറ്റ് ദ പോയിന്റ്. സോ ഐ എം മൂവിങ് ടു നെക്സ്റ്റ് provision, pension. So pension, there are two types of pension. There are two types of pension, sorry. Uncommuted pension and commuted pension. Uncommuted pension means a monthly pension. So നമ്മൾ നോർമലി നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പെൻഷൻ കിട്ടാം. അപ്പൊ അങ്ങനെ കിട്ടുന്ന പെൻഷനാണ് എന്ത് പെൻഷൻ? നോർമലി അവർക്ക് കിട്ടുന്ന മന്ത്ലി പെൻഷന്റെ പേരാണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. ദാറ്റ് വിൽ ബി ടാക്സബിൾ. അത് ഗവൺമെന്റ് എംപ്ലോയി കൈപ്പറ്റിയാലും ടാക്സബിൾ, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ് കൈപ്പറ്റുന്നുണ്ടെങ്കിലും ടാക്സബിൾ തന്നെയാണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാലാണ് ഒരു ഹോൾ ലംസം എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുവാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ റിട്ടയർമെന്റ് ആയി, അപ്പോൾ എനിക്ക് എന്തോ ഒരു ആവശ്യം വരികയാണ്, എൻ്റെ കുട്ടികളുടെ പഠനത്തിനോ എന്തോ ഒരു ആവശ്യം, റിട്ടയർമെന്റ് പ്ലാൻ എന്തോ ഒരു അതിന് വേണ്ടി ഞാൻ വിഡ്രോ ചെയ്യുവാണ്. അങ്ങനെ ഞാൻ ഒറ്റയടിക്ക് ബൾക്കായിട്ട് ഞാൻ വിഡ്രോ ചെയ്യുന്ന പെൻഷന്റെ പേര് എന്താണ്? കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ്. സോ ആ കമ്മ്യൂട്ടഡ് പെൻഷൻ കൈപ്പറ്റുന്ന ആരാ നോക്കണം. കൈപ്പറ്റുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആണോ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണോ? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി കൈപ്പറ്റുന്ന ഫുൾ എമൗണ്ട് എന്ത് തന്നെയാണ് അവരുടെ കയ്യിൽ? എക്സംപ്റ്റഡ് ആണ്, നത്തിങ് ഈസ് ടാക്സബിൾ. വിഡ്രോ ചെയ്യുന്നത് 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം അവരുടെ കയ്യിൽ എന്താണ്? എക്സംപ്റ്റഡ് ആണ്, നത്തിങ് ഈസ് ടാക്സബിൾ ആണ്. അതിന്റെ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്, യു ഹാവ് ടു ചെക്ക് whether they have already received gratuity or not received gratuity. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ഗ്രാറ്റുറ്റി പ്രൊവിഷൻ. അപ്പൊ ആ ഗ്രാറ്റുറ്റി പ്രൊവിഷൻ പ്രകാരം ആ വ്യക്തി, ഇപ്പൊ അതായത് പെൻഷൻ ഈ വിഡ്രോ ചെയ്യുന്ന വ്യക്തി ഓൾറെഡി ഗ്രാറ്റുറ്റി കൈപ്പറ്റിട്ടുണ്ടോ ഇല്ലയോ? ഗ്രാറ്റുറ്റി കൈപ്പറ്റിയ വ്യക്തിയാണ്, അവരാണ് വീണ്ടും ഈ പെൻഷൻ ഒറ്റയടിക്ക് ബൾക്കായിട്ട് വിഡ്രോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സംഷൻ കിട്ടും. എങ്ങനെ എക്സംഷൻ കിട്ടുന്നത്? എത്രയാണോ പെൻഷൻ ബൾക്കായിട്ട് വിഡ്രോ ചെയ്യുന്നത് അതെടുത്ത് എഴുതുക, അങ്ങനെ എക്സംഷൻ കുറയ്ക്കാം. ലെസ് എക്സംഷൻ ഈസ് ടോട്ടൽ പെൻഷന്റെ 1/3. ടോട്ടൽ പെൻഷന്റെ 1/3. അത് തന്നെ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ഹു ഹാസ് നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുറ്റി ആണെങ്കിൽ കിട്ടിയ എമൗണ്ട് എഴുതുക, ടോട്ടൽ പെൻഷൻ എഴുതുക. അതായത് കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിയത് എത്രയാണെന്ന് എഴുതുക, ലെസ് ടോട്ടൽ പെൻഷന്റെ 1/2 എടുക്കുക, അത് ലെസ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ taxable amount of commuted pension. So that is with regard to the pension. Next we have to know about the, ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ്ട് ഇതിനകത്ത് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഗ്രാറ്റുറ്റി പറഞ്ഞപ്പോൾ സാലറി എന്ന് പറഞ്ഞു, ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി മീൻസ് ബേസിക് സാലറി പ്ലസ് ഡി എ മാത്രമേ കൂട്ടിയെടുക്കാവൂ, രണ്ട് മാത്രം എടുക്കണം. അത് തന്നെ not covered by the payment of gratuity act ആണെങ്കിൽ salary for the last 10 months, basic salary അല്ലെങ്കിൽ basic pay for the last 10 months എടുക്കണം. dearness allowance for the last 10 months എടുക്കണം. commission paid as a percentage of the turnover എടുക്കണം. അതായത് ടേൺ ഓവർ കമ്മീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഈ ഡിയർനെസ് അലവൻസിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഡിയർനെസ് അലവൻസ് പറഞ്ഞാൽ ഓൺലി ഇഫ് ഇറ്റ് ഇസ് ഫോമിംഗ് പാർട്ട് ഓഫ് ദ റിട്ടയർമെന്റ്. സ്പെസിഫിക്കലി അവർ പറയും ഫോമിംഗ് പാർട്ട്, നോട്ട് ഫോമിംഗ് പാർട്ട്. സോ ക്വസ്റ്റനിൽ ഫോമിംഗ് പാർട്ട് എന്ന് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഗ്രാറ്റുറ്റിക്കകത്ത് അറിയാൻ സിറ്റുവേഷൻ. സോ പെൻഷൻ ഓൾറെഡി വി ഡിസ്കസ്. നെക്സ്റ്റ് ഇസ് ദ ലീവ് എൻകാഷ്മെന്റ്. സോ വാട്ട് ഇസ് ലീവ് എൻകാഷ്മെന്റ്? ലീവ് എൻകാഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എംപ്ലോയ്മെന്റ് ജോയിൻ ചെയ്യുമ്പോൾ there will be a contract between the employer and the employee that the employer will tell you can take this much of leave during a financial year എന്ന് പറയും. അപ്പൊ അത്തരം ലീവുകൾ ഞാൻ എടുക്കാതെ ഞാൻ കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. അങ്ങനെയുള്ള ലീവിനെ എനിക്ക് എന്ത് ചെയ്യാം? എൻകാഷ് ചെയ്തെടുക്കാം. അതിന് പകരം അവർ എന്ത് തരും? they will make their payment. സോ അങ്ങനെ കിട്ടുന്നതാണ് ലീവ് എൻകാഷ്മെന്റ്. സോ ലീവ് എൻകാഷ്മെന്റ് ടാക്സബിൾ ആണ്. സോ ലീവ് എൻകാഷ്മെന്റ് നടക്കുന്ന എപ്പോഴാണ് നോക്കണം. you have to check whether it is received during the course of the employment or at the time of the retirement. If it is received during the course of the employment, no doubt it will be taxable in the hands of government employee as well as non-government employees. Government employees ആണെങ്കിൽ taxable തന്നെയാണ്, നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ taxable ആണ്. അപ്പൊ എപ്പോഴാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്? എക്സംഷൻ will be received only at the can be claimed only at the time of retirement. ഇപ്പൊ റിട്ടയർമെന്റ് സമയത്താണ് നിങ്ങൾ ലീവ് എൻകാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. എങ്ങനെയാണ് എക്സംഷൻ കിട്ടുന്നത് നോക്കാം. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എപ്പോഴും എന്താണ്? ഫുൾ എക്സംഷൻ ആണ്, നത്തിങ് ഈസ് ടാക്സബിൾ. കിട്ടുന്ന എത്രയാണോ ഫുൾ എമൗണ്ട് എക്സംഷൻ ആണ്. അതിന് നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൽ ബി എക്സംപ്റ്റഡ്. ഇവിടെ 4 കാര്യങ്ങൾ കമ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? എത്രയാണോ നിങ്ങൾ ലീവ് ഇൻകാഷ് ചെയ്ത് ആക്ച്വലി വാങ്ങുന്നത് ആ ആക്ച്വൽ എമൗണ്ട് എടുത്ത് വീണ്ടും എഴുതുക. ഒരു മോണിറ്ററി ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ലക്ഷമാണ് മോണിറ്ററി ലിമിറ്റ്. അത് കൂടാതെ നമ്മൾ റിട്ടയർമെന്റ് തൊട്ട് മുന്നത്തെ, റിട്ടയർമെന്റ് ഏത് ദിവസമാണോ റിട്ടയർമെന്റ് എടുക്കുന്നത് ആ ദിവസത്തിന് തൊട്ട് മുന്നത്തെ 10 മാസം ശ്രദ്ധിക്കുക. റിട്ടയർമെന്റ് ആകുന്നത് 30/1 30/11 മാസം, അതായത് ഇന്നാണ് ഞാൻ റിട്ടയർ ആകുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ 10 മാസം എവിടെ സ്റ്റാർട്ട് ആകും? 29 നവംബർ മുതൽ ബാക്ക്വേർഡ്സ് 10 മാസം എടുക്കണം. ആ 10 മാസത്തിന്റെ ശമ്പളം എടുക്കുക. എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം.
അതാണ് ഈ ആവറേജ് സാലറി പെർ മന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് സാലറി പെർ മന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് മുന്നത്തെ 10 മാസം ഡിവൈഡഡ് ബൈ 10. അതാണ് ആവറേജ് സാലറി പെർ മന്ത്. ഇനി ആവറേജ് സാലറി പെർ മന്ത് രണ്ട് സിറ്റുവേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അൺഅവെയിൽഡ് ലീവ്. വാട്ട് ഈസ് ദാറ്റ് അൺഅവെയിൽഡ് ലീവ്? അൺഅവെയിൽഡ് ലീവ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് കോൺട്രാക്ട് പ്രകാരം പറയുകയാണ്, ഒരു വർഷത്തിൽ നിങ്ങൾക്ക് 30 ദിവസം ലീവ് എടുക്കാം. ഇപ്പൊ ഞാൻ അങ്ങനെ സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 30 കൊല്ലം ജോലി ചെയ്തു എന്നിരിക്കട്ടെ. ഒരു വർഷം 30 ദിവസം ലീവ് എടുക്കാം. അങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിൽ 30 കൊല്ലം വർക്ക് ചെയ്തു. അങ്ങനെ ടോട്ടൽ എനിക്ക് എത്ര ലീവ് എടുക്കാം? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറയാമോ? ഒരു വർഷത്തിൽ 30 ദിവസം എനിക്ക് ലീവ് എടുക്കാം. ഞാൻ 30 കൊല്ലം ജോലി ചെയ്തു. I worked in that concern for 30 years and it's a contract that I can take 30 days leave in each year. So how many leaves I am eligible to take during this employment period? Please respond in the chat box. Chat box. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? Okay, tell me how much leave I can take during this employment period. 30 into 30, how much? How many days I can take leave? Tell me. Okay, I'm not able to see the chat box. I don't know why. Fine. So totally I can take a leave of 900 days. So question level 30 days leave over a period of my employment. So I worked in that concern for 30 years. So I am eligible to take a leave of 900 days. So but ഇത്രയാണ് rule പ്രകാരം I availed only 600 days of leave. So how many days of leave I haven't availed? 300 days. So that 300 days leave ആണ് ഇവിടെ പറഞ്ഞേക്കുന്ന unavailed leave. മനസ്സിലാവുന്നുണ്ടോ? ഈ അൺഅവെയിൽഡ് ലീവിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തന്നത്. സോ ടോട്ടൽ എലിജിബിൾ ലീവിൽ നിന്ന് അവെയിൽഡ് ലീവ് കുറയ്ക്കുക, യു വിൽ ഗെറ്റ് ദ അൺഅവെയിൽഡ് ലീവ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 900 ഡേയ്സ് ലീവ് എലിജിബിൾ ആണ്. എത്ര ഡേയ്സ് ലീവ് എടുത്തോളൂ? 600 ഡേയ്സ്. സോ ബാക്കി 300 ഡേയ്സ് ലീവ് ഞാൻ എടുത്തില്ല. സോ 300 ലീവ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ നിങ്ങൾ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? യു ഹാവ് ടു കൺവേർട്ട് ഇൻ ടു മന്ത്. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ ആവറേജ് സാലറി പെർ മന്ത്. മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ആൻ ആൻസർ. And lastly 10 month into average salary per month to multiply, then also you will get an answer. 4 answers you get. Compare these 4 and take the least figure. So that least figure is the amount of exemption you can reduce from the actual leave encashment you received. So അത്രയും ഉള്ളൂ leave encashment. So ഇവിടെ leave encashment അത് average salary നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ salary എന്ന് പറഞ്ഞാൽ last 10 monthsന്റെ salary ആണ്. Dearness allowance for the last 10 months. Here also the dearness allowance means the dearness allowance which is forming part of the retirement benefit and commission paid as a fixed percentage of turnover. ഇതെല്ലാം എന്താണ്? ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റ് ആകുന്ന തൊട്ട് മുന്നേ 10 മാസത്തിന്റെ ആണ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. So that's it with regard to the leave encashment. And you have to also know അപ്പോൾ ഞാൻ ഗ്രാറ്റുവിറ്റിയുടെ എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10-നകത്താണ്. പെൻഷന്റെ എക്സംഷൻ പറയുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 10A-ക്കകത്താണ്. ലീവ് എൻകാഷ്മെന്റ് എക്സംഷൻ പറയുന്നത് സെക്ഷൻ 1010A-ക്കകത്താണ്. 1010AA-ക്കകത്താണ്. ഇതേപോലെ നമുക്ക് VRS-ഉം റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും ഉണ്ട്. സോ VRS-ന്റെ എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 1010C ആണ്. ആൻഡ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷന്റെ എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 1010B ആണ്. സോ ഇതിനകത്ത് നിങ്ങൾ പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് വരില്ല, ബട്ട് they may ask objective question. So what is the monetary limit? You should know monetary limit is 5 lakh. രണ്ടിന്റെ സിറ്റുവേഷൻ എത്രയാണ്? monetary limit 5 lakh ആണ്. It may come for your objective question. ഇപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ monetary limit 20 lakh ആണ്. ലീവ് എൻകാഷ്മെന്റ് monetary limit 3 lakh ആണ്. VRS retrenchment compensation monetary limit എത്രയാണ്? 5 lakh ആണ്. So that is the conclusion. So next I'm going to allowances. So allowances എന്ന് പറയുമ്പോൾ allowances പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓ സൗണ്ട് ഇല്ല, സോറി. സോ ഈ മൈക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ സൗണ്ട് പോകുന്നുണ്ടല്ലേ? റൈറ്റ്.
സോ അലവൻസസിനകത്ത് പല അലവൻസസ് ഉണ്ട്. നമുക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസസ് ഉണ്ട്, പാർട്ട്ലി ടാക്സബിൾ അലവൻസസ് ഉണ്ട്, എക്സംപ്റ്റഡ് അലവൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഫുള്ളി ടാക്സബിൾ അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അലവൻസ് പറഞ്ഞാൽ ഡിയർനെസ് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇന്ററിം അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, വാർഡൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ്, ടിഫിൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, ഇത്തരം അലവൻസസ് ഒക്കെ കണ്ടാലേ അപ്ലൈ എഴുതിക്കോണം. ഫുള്ളി ടാക്സബിൾ ആണ്. കഥകളൊക്കെ പലതും പറയും അവര്. അതിനകത്ത് അത്രയും അലവൻസ് കിട്ടി, ഇത്രയും ചെലവാക്കി, ബാക്കി എത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഈ അലവൻസസ് ഒക്കെയാണ്. ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ, എന്തൊക്കെ അലവൻസാണ് പറഞ്ഞതെന്ന് വെച്ചാൽ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ഇൻഡ്രീം അലവൻസ്, ഡിയർനെസ് അലവൻസ്, എന്റർടൈൻമെന്റ് അലവൻസ്, ടിഫിൻ അലവൻസ്, വാർഡൻ അലവൻസ്, ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അപ്പോഴേ നിങ്ങൾ നേടണം കണ്ണുകൂട്ടി ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിട്ട് എത്തിക്കണം. ഈ ട്രാൻസ്പോർട്ട് അലവൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ ഒരു വൺ കൈൻഡ് ഓഫ് ഇൻഡിവിജ്വലിന് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആരാന്ന് വെച്ചാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഡെഫ്, ഡംബ്, ബ്ലൈൻഡ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. എക്സംഷൻ ക്ലെയിം ചെയ്യാൻ എത്ര വെച്ചാൽ 3200 പെർ മന്ത് ദേ ക്യാൻ ക്ലെയിം എക്സംഷൻ. ബാക്കി എല്ലാവർക്കും ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് അലവൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം ഫുള്ളി ടാക്സബിൾ അലവൻസ് പറഞ്ഞു ഞാൻ. പാർഷ്യലി ടാക്സബിൾ അത് രണ്ട് തരം ഉണ്ട്. പാർഷ്യലി ടാക്സബിൾ അത് രണ്ട് തരം. ആസ് പെർ ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. ആക്ച്വലി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാൽ എക്സംഷൻ ക്ലെയിം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞേക്കുന്നത്, അലവൻസിനകത്ത് രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. അലവൻസിനകത്ത് ഫുള്ളി എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് ലിമിറ്റ് കുറയ്ക്കാം, എക്സംഷൻ കുറയ്ക്കാം. എക്സംഷൻ കുറയ്ക്കാന്ന് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഇൻകം ടാക്സിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ആയിട്ട് കുറയ്ക്കാം. അതിന് രണ്ടാം സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് കുറയ്ക്കാം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ട്രാവലിംഗ് അലവൻസ്, ടൂർ അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, റിസർച്ച് അലവൻസ്. ഈ റിസർച്ച് അലവൻസിന് പല പേരുണ്ട്. റിസർച്ച് അലവൻസ്, അക്കാഡമി അലവൻസ്, ഡെവലപ്മെന്റ് അലവൻസ് എന്നൊക്കെ പറയും. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അലവൻസ്, ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. യൂണിഫോം അലവൻസ്, ഇത്രയും അലവൻസസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ കിട്ടിയ എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങളിൽ എന്താവത്തുള്ളൂ, ടാക്സബിൾ ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി സ്പെൻഡ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറയ്ക്കാം. ബാക്കിയുള്ളത് എന്താവും, നിങ്ങളിൽ ടാക്സബിൾ ആവും. സോ ഇത് മാത്രമൊക്കെ ഇവിടെ എക്സംപ്റ്റ് അല്ല, ടാക്സബിൾ എമൗണ്ട് ആണ്. സോ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് കുറയ്ക്കുക, ബാക്കി എമൗണ്ട് നിങ്ങളിൽ ടാക്സബിൾ ആണ്. ഇനി കുറച്ച് അലവൻസസ് നിങ്ങൾക്ക് പഠിച്ചു വെക്കുക. നമുക്ക് ഇമ്പോർട്ടന്റ് മാത്രം നമുക്ക് പറയാം. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 പെർ ചൈൽഡ് പെർ മന്ത് സബ്ജക്റ്റ് മാക്സിമം 2 ചൈൽഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ 300 പെർ ചൈൽഡ് സബ്ജക്റ്റ് മാക്സിമം 2 ചൈൽഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അണ്ടർഗ്രൗണ്ട് അലവൻസ് ആണെങ്കിൽ 800 പെർ മന്ത് ക്ലെയിം ചെയ്യാം. ട്രൈബൽ ഏരിയ അലവൻസ് ആണെങ്കിൽ 200 പെർ മന്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്പോർട്ട് അലവൻസ് അലവൻസ് ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 3200 പെർ മന്ത് ക്ലെയിം ചെയ്യാം. ബാക്കിയുള്ളവരെ എല്ലാ സിറ്റുവേഷനും ടാക്സബിൾ ആണ്. അതേപോലെ ഈ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, അതായത് നമ്മൾ ഈ KSRTC ബസ്സിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഈ അലവൻസ് കിട്ടും. ആ അലവൻസ് ഡെയിലി അലവൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് അലവൻസ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് ആ കിട്ടുന്നതിൽ എത്ര ശതമാനം എടുക്കുക, 70% ഓർ 10,000 പെർ മന്ത്, വിച്ച് എവർ ഇസ് ലോവർ എടുക്കുക. ആ ലോവർ എമൗണ്ട് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ദേ ക്യാൻ ക്ലെയിം ആസ് എക്സംഷൻ. സോ ഇത്രയാണ് മെയിൻലി അലവൻസസിനകത്ത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിട്ട് പോയാൽ മതി. അല്ലാതെ കുറെ അലവൻസ് ഒക്കെ അവർ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല.
So we will continue. So അതാണ് അലവൻസസ്. അലവൻസസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫുള്ളി ടാക്സബിൾ, പാർട്ട്ലി ടാക്സബിൾ, നോൺ ടാക്സബിൾ. So fully taxable allowance, already I told you, DNS allowance, deputation allowance, city compensatory allowance, entertainment allowance, warden allowance, servant allowance, medical allowance, non-practice allowance. So such allowances are fully taxable. So partly taxable allowances നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട്ലി ടാക്സബിൾ അത് രണ്ട് തരം വരും അല്ലേ? ബേസ്ഡ് ഓൺ ദ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാം, ഇല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ ലിമിറ്റുകൾ പറയാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അറിയണം. നിങ്ങൾ HR സെക്ഷൻ 1013 HRAയുടെ എക്സാംഷൻ കിട്ടുന്ന ഒരു സെക്ഷൻ ഉണ്ട്. HR എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് റെന്റ് അലവൻസ് ആണ്. സോ എംപ്ലോയിയുടെ ഹൗസ് റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ തരുന്നതാണ് ഹൗസ് റെന്റ് അലവൻസ്. സോ അങ്ങനെ ഹൗസ് റെന്റ് അലവൻസ് കിട്ടുകയാണെങ്കിൽ കിട്ടിയ ഹൗസ് റെന്റ് അലവൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എങ്ങനെയാണ് പറഞ്ഞേക്കണേ? സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ actual amount received, actual HR received, first point. Second, rent paid minus 10% of the salary. And third point എന്ന് പറയുന്നതാണ് 50% or 40% of the salary as the case may be. 50% എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട് എടുത്തിരിക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ, മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ് എന്തൊക്കെയാണ്? ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, ബോംബെ ആണെന്നുണ്ടെങ്കിൽ you have to take the 50% of the salary. അതിന് other than metropolitan cities ആണെങ്കിൽ you have to consider the 40% of the salary. So അത് കമ്പയർ ചെയ്യുക. whichever is lower you can claim as exemption ആണ്. അതാണ് എക്സംഷൻ പറഞ്ഞത് സെക്ഷൻ 10 സബ്സെക്ഷൻ 13 സോ അതാണ് HRA കുറിച്ചുള്ള എക്സംഷൻ. പിന്നെ നിങ്ങൾ അറിയേണ്ടത് പ്രോവിഡന്റ് ഫണ്ട്. പ്രോവിഡന്റ് ഫണ്ട് അത് ഞാൻ പറയുന്നത് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നോക്കണം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും സന്ദർഭത്തിൽ 12% ഓഫ് സാലറിക്ക് കൂടുതലാണെങ്കിൽ ആ എക്സസ് ഉണ്ടെങ്കിൽ ആ എക്സസ് നിങ്ങൾ എന്തായിട്ട് വരും? നിങ്ങളുടെ സാലറിയുടെ ഭാഗത്ത് ടാക്സബിൾ ആയിട്ട് വരും. അപ്പൊ എന്താണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ? അതായത് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം സാലറി ഇത്രയും ഭാഗം അവരെന്ത് ചെയ്യണം? എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, ആക്ച്വൽ കോൺട്രിബ്യൂഷൻ, യു ടു കമ്പയർ ദ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആൻഡ് 12% ഓഫ് ദ സാലറി. കമ്പയർ ചെയ്തിട്ട് ഈ 12% ഓഫ് ദ സാലറിക്ക് മുകളിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് എന്താകും? സാലറി ആയിട്ട് ടാക്സബിൾ ആവും. സോ ദാറ്റ് ഇസ് വൺ പോയിന്റ് യു ഹാവ് ടു importantly note while doing the questions. And also with regard to the interest from the provident fund. Interest from the provident fund വരുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരും? നമ്മൾ പ്രോവിഡന്റ് ഫണ്ടിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് അക്യുമുലേറ്റ് ആകും. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9.5% ആണെങ്കിൽ അത് വരയ്ക്കുള്ളത് ടാക്സബിൾ അല്ല. ഇൻ എക്സസ് ഓഫ് 9.5% വരുന്നുണ്ടെങ്കിൽ ദാറ്റ് എക്സസ് വിൽ ബി ടാക്സബിൾ ആസ് സാലറീസ്. അതാണ് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ട്രാവൽ കൺസെഷൻ അതൊന്നും നിങ്ങൾക്ക് അങ്ങനെ എക്സാമിന് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യ, നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം. സോ മെഡിക്കൽ ട്രീറ്റ്മെന്റിനകത്ത് ഒരു അമെൻമെന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയണേ. സോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഇന്ത്യയിലാണെന്നിരിക്കട്ടെ, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. എവിടേക്കാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ, എംപ്ലോയറുടെ തന്നെ സ്വന്തം ഹോസ്പിറ്റലിലോ, ക്ലിനിക്കിലോ, ഡിസ്പെൻസറിയിലോ, നഴ്സിംഗ് ഹോമിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കമ്മീഷണർ അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റൽ, അതായത് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, എയ്ഡ്സ്, അമ്മാതിരി രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അപ്രൂവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ സഹിച്ചാലുമേ, അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുത്താലുമേ അത് ടാക്സബിൾ അല്ല. അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണെങ്കിലുള്ള കാര്യമാണ് പറയണത്. അപ്പൊ പർക്കേസ് സിറ്റുവേഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പർക്കേസിന്റെ സിറ്റുവേഷനിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആരാണ്? എംപ്ലോയിക്ക് വേണ്ടിയോ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്. എവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ, അല്ലെങ്കിൽ എംപ്ലോയറുടെ തന്നെ സ്വന്തം ഹോസ്പിറ്റലിലോ, ഡിസ്പെൻസറിയിലോ, ക്ലിനിക്കിലോ ആണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ കമ്മീഷൻ അപ്രൂവ് ചെയ്ത ഹോസ്പിറ്റൽസിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇവിടെ അമെൻമെന്റ് ഉള്ളത് കോവിഡ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ, അതാണ് കോവിഡ് ട്രീറ്റ്മെന്റ്.
അതുമായിട്ട് അല്ലെങ്കിൽ വാക്സിൻ ട്രീറ്റ്മെന്റ്, വാക്സിൻ ഇടാനുള്ള കോസ്റ്റ്, അതൊക്കെ റീഇംബേഴ്സ് ചെയ്യുവാണെങ്കിൽ അതെല്ലാം എന്ത് തന്നെയാണ് എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല. അത് തന്നെ അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലാണെങ്കിൽ എല്ലാ എമൗണ്ട് എന്താവും, ടാക്സബിൾ ആകും. അവിടെ ഒരു ജനറൽ എക്സംഷൻ ഉണ്ട്, എത്ര വരെയാണ്, 15,000 വരെ നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ട്രീറ്റ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്കോ എംപ്ലോയുടെ ബന്ധുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ എന്തോ രോഗമുണ്ട്, ട്രീറ്റ്മെന്റിന് വേണ്ടി അബ്രോഡ് പോവുകയാണ്. അപ്പോൾ അവിടെ 3 കോസ്റ്റ് വരും: കോസ്റ്റ് ഓഫ് ട്രാവൽ, കോസ്റ്റ് ഓഫ് സ്റ്റേ ആൻഡ് കോസ്റ്റ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. കോസ്റ്റ് ഓഫ് സ്റ്റേയും കോസ്റ്റ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റും നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ RBI. RBI ഒരു ലിമിറ്റ് പറയും, ആ ലിമിറ്റ് വരെയുള്ളത് എക്സംഷൻ ആണ്. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി അബ്രോഡ് പോയി, അവിടെ സ്റ്റേ കോസ്റ്റ് 1,00,000 രൂപയായി. പക്ഷേ RBI പ്രിസ്ക്രൈബ് ചെയ്ത റേറ്റ് എത്ര, 75,000. അങ്ങനെയാണ് എക്സസ് 25,000 ടാക്സബിൾ ആണ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയത് 2,00,000 രൂപയാണ്. പക്ഷേ RBI പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് 1,75,000 രൂപയാണ്. അങ്ങനെയാണ് 25,000 ടാക്സബിൾ ആണ്. സോ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്സബിലിറ്റി പറഞ്ഞേക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ട്രാവലും കോസ്റ്റ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റും ആസ് പെർ ദ ലിമിറ്റ് ഫിക്സഡ് ബൈ ദ RBI. RBI ഫിക്സ് ചെയ്തിരിക്കുന്ന ലിമിറ്റ് വരയ്ക്കും എക്സംപ്റ്റഡ് ആണ്. അതിന് എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സബിൾ ആകത്തുള്ളൂ. അത് തന്നെ ട്രാവലിംഗ് കോസ്റ്റ് ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് ഈ അസസിയുടെ, ഈ എംപ്ലോയിയുടെ ടോട്ടൽ ഇൻകം നോക്കണം. എന്താണ് നോക്കേണ്ടത്, ടോട്ടൽ ഇൻകം. അതായത് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രാവൽ ബെനിഫിറ്റ് അല്ലാതെ ബാക്കിയുള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം, അതായത് മെഡിക്കൽ ട്രീറ്റ്മെന്റും ബെനിഫിറ്റ് ഓഫ് സ്റ്റേയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ടോട്ടൽ ഇൻകം കിട്ടും. ആ ടോട്ടൽ ഇൻകം 2,00,000 താഴെയാണോ മുകളിലാണോ നോക്കണം. 2,00,000 താഴെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അത് തന്നെ ടോട്ടൽ ഇൻകം 2,00,000 മുകളിലാണെന്നുണ്ടെങ്കിൽ എന്താവും, ആ കോസ്റ്റ് ഓഫ് ട്രാവൽ എത്രയാണോ ആ ഫുൾ കോസ്റ്റ് ഓഫ് ട്രാവലും സബ്ലാവും. സോ ടോട്ടൽ ഇൻകം ആഫ്റ്റർ ഡൂയിങ് ഓൾ ദ അഡ്ജസ്റ്റ്മെന്റ് എക്സെപ്റ്റ് ദിസ് കോസ്റ്റ് ഓഫ് ട്രാവൽ നോക്കുക, വെദർ ഇറ്റ് ഇസ് ലെസ് ദാൻ 2 lakh or more than 2 lakh. If it is less than 2 lakh, then cost of travel is fully exempted. If the total income is more than 2 lakh, then the cost of travel is entirely taxed. So that is with regard to the treatment in India, outside India. വീട്ടിൽ വരാം, വീട്ടിൽ വരാം. 6 മണിക്ക് റെഡി വരാം. That is with regard to the medical treatment. ഇവിടെ ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നോക്കണേ, ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ സ്പൗസ്, ചിൽഡ്രൻ ആൻഡ് ഡിപ്പെൻഡന്റ് റിലേറ്റീവ്. ഡിപ്പെൻഡന്റ് റിലേറ്റീവ് ഹിയർ മീൻസ് ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ. So we will continue. സോ അതാണ് ട്രീറ്റ്മെന്റിനകത്ത് അറിയേണ്ടത്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഗിഫ്റ്റിന്റെ കേസിൽ പറയണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ക്യാഷ് ഗിഫ്റ്റ് ഫുള്ളി ടാക്സബിൾ ആണ്. ഇൻ കൈൻഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ 5,000 വരെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാം. ബാക്കി ഫുള്ളി ടാക്സബിൾ ആണ്. പിന്നെ നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ലെറ്റ് മീ ചെക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ നോട്ട്സ് ഡോണ്ട് നോ എവിടെയാണ് കാണും.
rent free accommodation. So rent free accommodation കൊടുക്കുന്നത് ആർക്കാണ് നോക്കണം, ഗവൺമെന്റ് എംപ്ലോയിക്കാണോ നോൺ ഗവൺമെന്റ് എംപ്ലോയിക്കാണോ? So if it is to the government employee, then it will be taxable. Taxable value taxable ആണല്ലോ. നോൺ മോണിറ്ററി ബെനിഫിറ്റ് ടാക്സബിൾ ആണ്. ടാക്സബിൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ടാക്സബിൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചാൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ലൈസൻസ് ഫീ ഡിസൈഡഡ് ബൈ ദ ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിനെ ഡിറ്റർമൈൻ ചെയ്ത് എന്ത് പറയും? ലൈസൻസ് ഫീ പറയും. ആ ലൈസൻസ് ഫീ ആണ് ഗവൺമെന്റ് എംപ്ലോയുടെ കയ്യിൽ ടാക്സ് ആവുന്നത്. അതിന് അതർ ദാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ് യു ടു ചെക്ക് വെദർ ദാറ്റ് അക്കോമഡേഷൻ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ഓർ ടേക്കൺ ഓൺ റെന്റ് ബൈ ദ എംപ്ലോയർ. If it is owned by the employer, then based on the population, the taxable value has to be find out. Based on the population എന്ന് പറയുമ്പോൾ എന്താണ്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് 25 ലാഖിന് മുകളിലാണെന്നുണ്ടെങ്കിൽ, എങ്ങനെ 25 ലാഖിന് മുകളിലാണെങ്കിൽ 15% ഓഫ് സാലറി. 25 ലാഖിന് താഴെ പക്ഷെ 10 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 10% ഓഫ് ദ സാലറി. അത് തന്നെ 10 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഇറ്റ് വിൽ ബി 7.5% ഓഫ് ദ സാലറി. അപ്പൊ എങ്ങനെ പറഞ്ഞേക്കണേ? വേറെ രീതിക്ക് പറയണമെങ്കിൽ 10 ലക്ഷം താഴെയാണെങ്കിൽ 7.5, 10 ലക്ഷത്തിന് 25 നടുക്കാണെങ്കിൽ 10%, 25 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 15% ഓഫ് സാലറി കണ്ടുപിടിക്കുക. അതാണ് ടാക്സബിൾ വാല്യൂ. അത് തന്നെ ഈ വീട് taken on hire by the employee ആണെന്നുണ്ടെങ്കിൽ you have to take the actual rent paid by the employer or 15% of salary whichever is lower. എന്തൊക്കെയാണ്? ആക്ച്വൽ റെന്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓർ 15% ഓഫ് സാലറി whichever is lower. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സാലറിയുടെ നല്ല രസമാണ്. ഇവിടുത്തെ പെർക്കിസ്റ്റല്ലേ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഇവിടെ സാലറി എന്ന് പറഞ്ഞാലേ സാലറി ഹിയർ മീൻസ് സാലറി, ബോണസ്, ഇയർനെസ് അലവൻസ്, ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, കമ്മീഷൻ, എല്ലാ കമ്മീഷനും, കമ്മീഷൻ, ടേൺ ഓവർ കമ്മീഷൻ, എല്ലാ കമ്മീഷനും, ടാക്സബിൾ അലവൻസസ് എല്ലാം എടുക്കണം. അപ്പൊ മോണിറ്ററി ആയിട്ട് കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാമേ എടുക്കുക. പക്ഷെ എന്തെടുക്കണ്ട? റിട്ടയർമെന്റ് ബെനിഫിറ്റ് എടുക്കണ്ട. റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയ ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് ആൻഡ് ക്യാഷ്, കാര്യങ്ങളൊന്നും എടുക്കണ്ട. അതും ക്യാഷ് ആണ്, പക്ഷെ അത് എടുക്കണ്ട. അല്ലാതെ കിട്ടുന്ന എല്ലാ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം കൂടെ കൂട്ടിയെടുക്കണം. അതാണ് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് വാല്യുവേഷൻ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. സോ അത്രയേ ഉള്ളൂ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യുവേഷൻ. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഒരു കാര്യം കൂടെ ചിലപ്പോൾ പറയും, ഫർണിച്ചർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചർ കൊടുത്തായിരുന്നു, വീട് മാത്രമല്ല അതിനകത്ത് സ്വിച്ച്, വാഷിംഗ് മെഷീൻ, TV എല്ലാം കൂടെ കൊടുത്തായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ നോക്കണം ഫർണിച്ചറിന്റെ ഓണർ ആരാണ്, വെദർ ഇറ്റ് ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ഓർ ടേക്കൺ ഓർ റെന്റ് ബൈ ദ എംപ്ലോയർ. ഇഫ് ഇറ്റ് ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ, കോസ്റ്റിന്റെ 10%. ഇപ്പൊ നമുക്കറിയാം കോസ്റ്റിന്റെ 10%. അതിന് ടേക്കൺ ഓൺ ഹയർ ആണെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. അതാണ് എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിൾ വാല്യൂ ഓഫ് പർച്ചേസ്. ഇതാണ് അറിഞ്ഞിരിക്കുന്നത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അതിനകത്ത് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അങ്ങനെ ചില സാഹചര്യത്തിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് തുച്ഛമായ എമൗണ്ട് എംപ്ലോയർ ഈടാക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എംപ്ലോയി എത്രയാണോ എംപ്ലോയർക്ക് കൊടുത്തത് അത് എന്ത് ചെയ്യുക? നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചില്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ വാല്യൂഷൻ കഴിഞ്ഞിട്ട് ഫർണിച്ചറിന്റെ വാല്യൂഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? യു ക്യാൻ റെഡ്യൂസ് ദാറ്റ്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നോൺ മോണിറ്ററി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കാശ് കൊടുത്തിട്ടാണ് എൻജോയ് ചെയ്യുന്നത്. സോ അത്തരം എന്തെങ്കിലും ചിലവുകൾ നമ്മൾ എന്തെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ഫ്രം ദ ടാക്സബിൾ വാല്യൂ ഓഫ് പർച്ചേസ്. സോ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ. ഇവിടെ വീണ്ടും പറഞ്ഞുകൊണ്ട് പോപ്പുലേഷൻ 10 ലക്ഷം വരെയൊക്കെ ആണെങ്കിൽ 7%, 10 മുതൽ 25 വരെ ആണെങ്കിൽ 10%, 25 മുകളിലാണെങ്കിൽ 15%. സാലറി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ്? ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ബോണസ്, ഓൾ അലവൻസസ്, കമ്മീഷൻ, ഓൾ മോണിറ്ററി ഇൻകം എക്സ്ക്ലൂഡിംഗ് ഗസറ്റ്സ്. അതേപോലെ എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? നമ്മുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. അതിനുള്ളൊരു ചെറിയൊരു നോട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ കാർ ഫെസിലിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം. കാർ ഫെസിലിറ്റി നമുക്കൊന്ന് ചുരുക്കി പറയാം. കാർ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം കാർ തന്നിരിക്കുന്ന എന്തിനാണ്? കാറിന്റെ ഉടമസ്ഥൻ ആരാണ്? എംപ്ലോയർ ആണ്. കാർ തന്നിരിക്കുന്ന എന്തിനു വേണം? എന്തൊക്കെ ഉപയോഗത്തിനാകാം? ഒന്നെങ്കിൽ എൻറ്റയർലി ബിസിനസ് പർപ്പസ് ആകാം, അല്ലെങ്കിൽ എൻറ്റയർലി പേഴ്സണൽ പർപ്പസ് ആകാം, ഇല്ലെങ്കിൽ ബോത്ത് പർപ്പസ് ആകാം. എൻറ്റയർലി ബിസിനസ് പർപ്പസ് ആണെങ്കിൽ നത്തിങ് ഇസ് ടാക്സബിൾ, ബിക്കോസ് എല്ലാം വർക്ക് റിലേറ്റഡ്, അപ്പൊ നത്തിങ് ഇസ് ടാക്സബിൾ. അതിന് എൻറ്റയർലി പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ കുറെ കാര്യങ്ങൾ എടുക്കണം. അതായത് ആക്ച്വൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, കാറിന്റെ കോസ്റ്റിന്റെ 10% പെർ ആനം, ഡ്രൈവർ സാലറി എത്രയാണ്? ഡ്രൈവറിന്റെ സാലറി എടുക്കുക. എന്തൊക്കെ എടുക്കണ്ടേ? ആക്ച്വൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് മെറ്റ് ബൈ ദ എംപ്ലോയർ, കോസ്റ്റ് ഓഫ് ദ കാറിന്റെ 10% പെർ ആനം, അതുകൂടാതെ ഡ്രൈവറിന്റെ ആക്ച്വൽ സാലറി ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കുക. ഇതെല്ലാം കൂട്ടുന്നതാണ് നിങ്ങൾ എന്താവുന്നത് ടാക്സബിൾ വാല്യൂ ഓഫ് ദ കാർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതന്നെ ഇഫ് ഇറ്റ് കാർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് പർപ്പസ് ആണെങ്കിൽ നിങ്ങൾ നോക്കണം കാറിന്റെ ഈ ചിലവുകളെല്ലാം സഹിക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. കാറിന്റെ ഉടമസ്ഥനും എംപ്ലോയർ, എക്സ്പെൻസ് സഹിക്കുന്നത് എംപ്ലോയർ. പക്ഷെ കാർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബോത്ത് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം കാറ് എന്തൊക്കെയാണ് കപ്പാസിറ്റി എത്ര നോക്കണം. ക്യൂബിക് കപ്പാസിറ്റി, സ്മോൾ കാർ ഓർ ബിഗ് കാർ. ഇഫ് ഇറ്റ് ഈസ് സ്മോൾ കാർ then
എത്രയാണ് വരുന്നത്? ബിഗ് കാർ ആണെങ്കിൽ എത്രയാണ്, സ്മോൾ കാർ ആണെങ്കിൽ എത്രയാണ്? കാർ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് ഇവിടെ നോക്കുക. സ്മോൾ കാർ ആണെങ്കിൽ ഇറ്റ് ഇസ് 1800 പെർ മന്ത്, ബിഗ് കാർ ആണെങ്കിൽ ഇറ്റ് ഇസ് 2400 പെർ മന്ത് ആണ്. അതാണ് 1.6 cc എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 1600 cc ആണ്. 1.6 എന്ന് പറഞ്ഞാൽ 1600 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. സോ സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത്, ബിഗ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത്. അത് തന്നെ ഇത് കാറിന്റെ ഉടമസ്ഥൻ എംപ്ലോയർ, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ. അടുത്ത സിറ്റുവേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കാറിന്റെ ഉടമസ്ഥൻ എംപ്ലോയർ ആണ്, പക്ഷെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ആരാണ്? എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ സ്മോൾ കാർ ആണെങ്കിൽ 600 പെർ മന്ത്, ബിഗ് കാർ ആണെങ്കിൽ 900 പെർ മന്തുമാണ്. ഇതിനകത്ത് തന്നെ ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ ഇത് കൂടാതെ എല്ലാ സ്ഥലത്തും 900 പെർ മന്ത് കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കും. സോ അതാണ് നമ്മൾ എന്താ അറിയേണ്ടത്? നമ്മളുടെ കാർ ഫെസിലിറ്റിക്കകത്ത് അറിയേണ്ടത്. സോ ദാറ്റ് ഈസ് വിത്ത് കാർ. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 1000 പെർ മന്ത് പെർ ചൈൽഡിന് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ മാത്രം അറിയുക. ഇത് നിങ്ങൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ ബ്ലാങ്ക്സ് ആയിട്ടോ ഇല്ലെങ്കിൽ ചൂസ് എ കറക്റ്റ് ആൻസറിലോട്ട് വരാം. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന ആരെ പഠിപ്പിക്കാനാണ്? കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ 1000 പെർ മന്ത് പെർ ചൈൽഡ് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സിംപ്ലി ഒന്ന് വായിച്ചു വിടാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിഡക്ഷനിലോട്ട് വരികയാണ്. ഡിഡക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് സാലറിക്കകത്ത് ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. 3 കാര്യങ്ങൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്, ഡിഡക്ഷൻ 50,000 ആണ്. രണ്ടാമത് പ്രൊഫഷൻ ടാക്സ് പെയ്ഡ്. പ്രൊഫഷൻ ടാക്സ് പേ ചെയ്യുന്ന ആരാന്ന് നോക്കണം. എംപ്ലോയർ ആണോ എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്തത്, അതോ എംപ്ലോയി തന്നെയാണോ? എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന എംപ്ലോയിക്ക് വേണ്ടിയാണ്. അപ്പൊ എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടി പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ എത്രയാണോ അടച്ചത് എംപ്ലോയർ, അത് ആദ്യമേ പെർക്വിസിറ്റ് ആയിട്ട് ടാക്സബിൾ ആക്കണം, സാലറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിഡക്ഷനിൽ ലെസ് ചെയ്യണം. അത് തന്നെ എംപ്ലോയിക്ക് വേണ്ടി സ്വന്തമായി പ്രൊഫഷൻ ടാക്സ് അടച്ചെന്നുണ്ടെങ്കിൽ എവിടെ മാത്രം ചെയ്താൽ മതി? ലെസ് മാത്രം ചെയ്താൽ മതി. അപ്പൊ മനസ്സിലാക്കുക, എംപ്ലോയി അടയ്ക്കേണ്ട പ്രൊഫഷൻ ടാക്സ് എംപ്ലോയിക്ക് വേണ്ടി അടയ്ക്കുകയാണെങ്കിൽ 2 അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആദ്യമേ സാലറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം, ദെൻ ക്ലെയിം ഡിഡക്ഷൻ. എംപ്ലോയിക്ക് വേണ്ടി സ്വന്തമായി അടച്ചെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അറിയേണ്ടതാണ് എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. സോ സാലറി ആയിട്ട് ടാക്സബിൾ ആക്കണം. ഡിഡക്ഷൻ കിട്ടുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ? ഗവൺമെന്റ് എംപ്ലോയിക്ക് മാത്രമേ ഉള്ളൂ. എത്ര ഡിഡക്ഷൻ കിട്ടുന്നത്? 3 കാര്യങ്ങളിൽ ലോവർ എടുക്കുക, ഡിഡക്ഷനായിട്ട് ലെസ് ചെയ്യാം. ആക്ച്വലി കിട്ടിയ എന്റർടൈൻമെന്റ് അലവൻസ് എത്രയാണോ അത് എടുക്കുക. ഒരു സ്റ്റാർട്ടർ ലിമിറ്റ് ഉണ്ട്, 5000 ആണ്. 5000 പെർ ആനം ആണ്. അതാണ് ഇവിടുത്തെ പോയിന്റ്, 5000 പെർ ആനം. പിന്നെ ബേസിക് സാലറി 20%. ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? അതാണ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സാലറിക്കകത്ത് അറിയേണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ എടുക്കേണ്ട സാലറി ഏതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നോട്ട്സ്. That's it. So that's it with the chapter income from salaries. Yes. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിനകത്ത്? ഈ ചാപ്റ്ററിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, ഐ ക്യാൻ ആൻസർ. എഡ്യൂക്കേഷൻ അലവൻസ് ആൻഡ് ഫെസിലിറ്റി തമ്മിൽ ഡിഫറൻസ്. ഓക്കെ, എഡ്യൂക്കേഷൻ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ഇത്ര എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 100 പെർ മന്ത് പെർ ചൈൽഡ്, സബ്ജക്ട് മാക്സിമം 2 ചിൽഡ്രൻ. 2 കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. കുട്ടികൾ ഉണ്ടെങ്കിലേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾ ഉണ്ടായാലും മതി, സ്കൂളിൽ പോകണമെന്ന് പോലും നിർബന്ധമില്ല. കല്യാണം കഴിഞ്ഞ് പോയി എന്നുണ്ടായാലും ക്ലെയിം ചെയ്യാം. കുട്ടികളായിരിക്കണം എന്നേ ഉള്ളൂ എഡ്യൂക്കേഷൻ അലവൻസ്. സോ എഡ്യൂക്കേഷൻ അലവൻസ് ക്യാൻ ബി ക്ലെയിം subject to a maximum of 2 children. Amount is 100 per month per child, subject to a maximum of 2 children. അതിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്കൂൾ ഫീസ് തന്നെ ആരടച്ചു കൊടുക്കുവാണ്? എംപ്ലോയർ അടച്ചുതരുവാണ്. സ്കൂൾ ഫീസ് ആരടയ്ക്കും? എംപ്ലോയർ തന്നെ അടയ്ക്കും. അതാണ് സിറ്റുവേഷൻ. അതാണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. സോ അങ്ങനെ ഒരു ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ സ്കൂൾ ഫീസ് അടച്ചത് അതാണ് നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ വാല്യൂ. അല്ലേ, നിങ്ങൾ എൻജോയുടെ ബെനിഫിറ്റ് അല്ലേ? നിങ്ങൾ സ്കൂൾ ഫീസ് അടയ്ക്കുന്നില്ല, എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി അടച്ചു. സോ ദാറ്റ് ഇസ് ദ ടാക്സബിൾ വാല്യൂ. എത്രയാണോ എംപ്ലോയർ അടച്ചത്, ആക്ച്വൽ എക്സ്പെൻസസ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഈസ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്യൂഷൻ. ബട്ട് ആ സാഹചര്യത്തിൽ പറയാണ്
1000 per month നിങ്ങൾ എന്തായിട്ട് ക്ലെയിം ചെയ്തോളൂ, എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. യെസ്, അവെയിൽഡ് ലീവും അൺഅവെയിൽഡ് ലീവും. അപ്പൊ അതായത് കമ്പനിയുടെ പോളിസി പ്രകാരം പറയും, ഞാൻ പറയുന്ന കാൽക്കുലേറ്ററിൽ ചെയ്ത് നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ, അതിനകത്ത് ആരും ഉത്തരം പറഞ്ഞില്ല. കമ്പനിയുടെ പോളിസി പ്രകാരം ഒരു വർഷത്തിൽ 2 മാസം ലീവ് എടുക്കാം എന്നാണ് പോളിസിയുടെ നിയമം. എത്ര മാസം ലീവ് എടുക്കാം? 2 മാസം ലീവ് എടുക്കാം. അങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിൽ 30 കൊല്ലം ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര മാസം എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എനിക്ക് എലിജിബിൾ എത്ര ആണെന്ന് പറയാമോ? പോളിസി പ്രകാരം 60 ദിവസം ലീവ് എടുക്കാം ഒരു വർഷത്തിൽ. അങ്ങനെ ആ സ്ഥാപനത്തിൽ ഞാൻ 30 കൊല്ലം ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ ടോട്ടൽ എലിജിബിൾ ലീവ്, എത്ര ലീവ് എടുക്കാൻ എനിക്ക് അർഹതയുണ്ട് എന്നൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറയാമോ? അതായത് 60 × 30 അല്ലേ? എത്ര ദിവസം വരും? 1800 ഡേയ്സ് ആണോ വരുന്നേ? How you got 600? ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് ആണ് ചോദിച്ചത്. എത്ര മാസം എന്നല്ല ചോദിച്ചേ. I have to ask you how many 60 days leave in a year. So 60 days into ടോട്ടലി 1800 ലീവ്സ് എടുക്കാം അല്ലയോ? പക്ഷേ ഇതാണ് കമ്പനിയുടെ പോളിസി എന്നുണ്ടെങ്കിൽ പോലുമേ ഇൻകം ടാക്സിന്റെ നിയമത്തിൽ പറഞ്ഞേക്കണത് ഒരു വർഷത്തിൽ 30 ദിവസം ലീവ്. എത്ര ദിവസം? ഒരു വർഷത്തിൽ 30 ദിവസം ലീവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഇനി ഇൻകം ടാക്സ് നിയമപ്രകാരം വാട്ട് ഈസ് ദ എലിജിബിൾ നമ്പർ ഓഫ് ലീവ്സ്? മുപ്പത് ദിവസം ഇൻറ്റു 30 വർഷം അല്ലേ? 900 ഡേയ്സ് അല്ലേ? Did you get 900? Days, yes, 30 days to 30 years. So 900 days ആണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എലിജിബിൾ ലീവ്. ഇതാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കമ്പനി പോളിസി എന്നൊക്കെ പറഞ്ഞാൽ ആ കമ്പനി പോളിസി നിങ്ങൾ കാണണ്ട. നിങ്ങൾ എടുക്കേണ്ട എന്താണ്? ഇൻകം ടാക്സിന്റെ നിയമപ്രകാരം എത്രയാണ് ലീവ്? 30 ഡേയ്സ്. ഇത് അറിഞ്ഞിരിക്കണം. 30 ഡേയ്സ് ആണ് എലിജിബിൾ ലീവ്. സോ 30 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. യു ഗോട്ട്. ശരി, ഇനി ഞാൻ പറയാണ്, ഞാൻ 750 ലീവ് എടുത്തു. Over the period of these 30 years, I took 730 days of leave. 750 days of leave. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കാതെ പോയ ലീവ് എത്രയാണ് എന്നൊന്ന് പറയാമോ? എടുക്കാതെ പോയ ലീവ് എത്രയാണ്? 150 അല്ലേ? ഈ 150 എന്ന് പറഞ്ഞ ഡേയ്സിലല്ലേ കിടക്കണേ? ഈ ഡേയ്സിനെ എനിക്ക് മന്ത് ആക്കി ഒന്ന് പറയാമോ? ഈ 150 ഡേയ്സിനെ മന്ത് ആക്കി ഒന്ന് കൺവേർട്ട് ചെയ്യാമോ? ഒരു മാസത്തിൽ 30 ദിവസം ലീവിക്ക് ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് പറയാമോ? 150 ദിവസം കിട്ടിയോ? 150 ദിവസം കിട്ടിയോ? ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഈ 150 ദിവസത്തിനെ മാസമാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യണ്ടേ? 150 ഡിവൈഡഡ് ബൈ 30. അങ്ങനെയല്ലേ മാസമാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര മാസം വന്നു? 5 മാസം. യെസ്, 5 മാസം. സോ നൗ യു ഗോട്ട് ദ നമ്പർ ഓഫ് മന്ത് ഓഫ് ലീവ് അല്ലെ? 5 months. ഈ 5 months ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെക്കും. ആവറേജ് സാലറി പെർ മന്ത് കണ്ടുപിടിച്ച് വെക്കും. ആ കാൽക്കുലേഷൻ 10 മാസത്തിന് എഴുതി കൂട്ടിയെടുത്ത് നമ്മൾ കണ്ടുപിടിച്ച് വെക്കും. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. യു ഗോട്ട് റിസ്വാന. മനസ്സിലായോ റിസ്വാന എങ്ങനെയാണെന്ന്? ഓക്കെ. ചിക്കു, ഹു ഇസ് ദിസ് ചിക്കു? എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടിയാണോ ചിക്കു? ചുമ്മാ വിളിച്ചാട്ടോ, ഇനിയിപ്പോ അതുകൊണ്ട് ആൻസർ ചെയ്യാതെ ഇരിക്കണ്ട. ഏത് ബാച്ചിലാണ്? വേറെ എന്തെങ്കിലും ഇത് പെറ്റ് നെയിം ആയിരിക്കും. ഹു ഇസ് ദാറ്റ് ചിക്കു? ജസ്റ്റ് മെസ്സേജ്, ഹു ഇസ് ദാറ്റ്? പറയത്തില്ല.
നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ വിവോ റിയൽമി എന്തുകൂടെ പിള്ളേരെ, ഞാനോ എൻ്റെ പേര് മാറ്റാൻ പറ്റിയില്ല എന്ന് വിഷമത്തില്ല, നിങ്ങളാണെങ്കിൽ അതിൻ്റെ അപ്പുറം. എനിക്ക് പിന്നെ ഞാൻ ആക്ച്വലി ഐ ജോയിൻഡ് യൂസിങ് മൈ മൊബൈൽ. ലാപ്ടോപ്പിൽ എനിക്ക് എന്താണ് സൂം അപ്ഡേറ്റ് ആയിട്ടില്ല. So it took so much time. So what I did, I joined using my mobile. Then I installed the Zoom in the laptop and joined. So suddenly I was not able to change the name. It is the name of the user I have given in the laptop. അതുകൊണ്ട് പറ്റിപ്പോയത്. Fine. Okay. So income from salary, okay, ano? So we discussed rational status, scope of total income we discussed. Then we discussed capital gain. Now we discuss the income from salary. So within 10 minutes, we are going to discuss the next chapter, income from house property. So income from house property ക്കകത്ത് ഒരു income tax ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് conditions satisfy ആകണം. There should be an house property and assessee must be the owner of that house property. So there are three kinds of house property: self-occupied house property, let-out house property, deemed let-out house property. So firstly, we discuss the let-out house property. So for let-out house property, you need 4 data. Which are the 4 data? Municipal value, fair rental value, standard rent, actual rent. So which are the data? Municipal value, fair rental value, standard rent, actual rent. So you have to compare this. So listen the comparison I am going to do. Municipal value or fair rental value, whichever is higher, that higher value or standard rent, whichever is lower, that lower value is named as expected rent, that expected rent or actual rent, whichever is higher. ഒന്നും കൂടെ പറയാം. Municipal value or fair rental value, whichever is higher, that higher value or standard rent, whichever is lower, that lower value is named as expected rent. So expected rent or actual rent, whichever is higher. So higher value ആണ് നിങ്ങൾ എന്താ എടുക്കേണ്ടത്? Gross annual value. So gross annual value arrive ചെയ്യുക. So അതിനു മുന്നേ what is municipal value? Municipal value means the value determined by the municipality. ഒരു വീടുണ്ട്, ആ വീട് ഒരു വർഷം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്ന വിലയായിരിക്കും അതിനൊരു മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആര് ഡിറ്റർമൈൻ ചെയ്ത് പറയും? മുനിസിപ്പാലിറ്റി പറയും. ഇത് എന്തിനാ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന വെച്ചാലേ മുനിസിപ്പൽ ടാക്സ്, ഈ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കണ്ടേ, കരം അടയ്ക്കാന്നൊക്കെ പറയത്തില്ലേ, അതിന് വേണ്ടിയാണ് ഈ മുനിസിപ്പൽ വാല്യൂ മുനിസിപ്പാലിറ്റി ഡിറ്റർമൈൻ ചെയ്ത് പറയുന്നത്. ആ വാല്യൂ എടുത്ത് എഴുതുക. പിന്നെ എടുക്കേണ്ടത് ഫെയർ റെന്റൽ വാല്യൂ. അപ്പൊ ഇതേപോലെ ഒരു വീട് നമ്മൾ ലൊക്കാലിറ്റിയിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര വാടക കിട്ടും, അതാണ് ഫെയർ റെന്റൽ വാല്യൂ. സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറഞ്ഞാൽ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്ന വാല്യൂ ആണ്, റെന്റ് ആണ്. അതായത് ഒരു ടെനന്റിനെ ചൂഷണം ചെയ്യാതെ മാക്സിമം ഇത്ര റെന്റ് വാങ്ങാം എന്ന് പറയുന്നതാണ് എന്ത് റെന്റ്? സ്റ്റാൻഡേർഡ് റെന്റ്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടുന്ന റെന്റ് എത്രയാണോ അതാണ്. ഇത്രയും കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. സോ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ whichever is higher, that higher value or standard rent whichever is lower, that lower value is named as expected rent. So expected rent or actual rent, whichever is higher, shall be the gross annual value. From that you have to reduce the municipal taxes paid by the assessee. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദ അസസി ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ ആയിരിക്കണം ലെസ് ചെയ്യേണ്ടത്. മുനിസിപ്പൽ ടാക്സിന് പല പേരുണ്ട്: ബിൽഡിംഗ് ടാക്സ്, വാട്ടർ ടാക്സ്, സെവറേജ് ടാക്സ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പെയ്ഡ് ആണോ, അസസി ആണോ പേ ചെയ്ത്, യു ക്യാൻ റെഡ്യൂസ് ദാറ്റ്. ദെൻ യു വിൽ ഗെറ്റ് ദ നെറ്റ് ആനുവൽ വാല്യൂ. ഫ്രം ദാറ്റ് നെറ്റ് ആനുവൽ വാല്യൂ യു ഹാവ് ടു റെഡ്യൂസ് 2 things: സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ നെറ്റ് ആനുവൽ വാല്യൂടെ 30% കാണാൻ പറഞ്ഞിരിക്കണം, 30%. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പെയ്ഡ് ആണെങ്കിലും പേയബിൾ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാവുന്നതാണ്. ലെസ് ചെയ്യാം. ലെസ് ചെയ്തതിന് കിട്ടിയ ശേഷം കിട്ടുന്നതാണ് നിങ്ങളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അഥവാ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് അറിയാൻ. പിന്നെ ഈ ആക്ച്വൽ റെന്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ റെന്റ് റിസീവ്ഡ് പ്ലസ് റെന്റ് റിസീവബിൾ മൈനസ് അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ റൂൾ 4 പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്താണ് 4 കാര്യങ്ങൾ? ടെനൻസി മോണഫൈഡ് ആണ്, ഡീഫോൾട്ട് ടെനന്റ് ആ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്, reasonable steps have been taken by the assessee for the recovery of the rent, and the default tenant should not occupy any other house property of the same assessee. ഈ 4 കണ്ടീഷൻ ഫുൾഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് ആക്ച്വൽ റെന്റിന് കുറയ്ക്കാവുന്നതാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അൺറിയലൈസ്ഡ് റെന്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നിങ്ങൾ എഴുതണം റൂൾ 4 കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആണെന്ന അസംഷനിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. പിന്നെ അതേപോലെ എപ്പോഴും ഈ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കേസിൽ എക്സ്പെക്റ്റഡ് റെന്റ് ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഉത്തരമായിട്ട് വരേണ്ടത് എപ്പോഴും ആക്ച്വൽ റെന്റ് ആയിരിക്കണം. ഏതെങ്കിലും സന്ദർഭത്തിൽ എക്സ്പെക്റ്റഡ് റെന്റ് ആണ് നിങ്ങൾ ഉത്തരമായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ആക്ച്വൽ റെന്റ് കുറഞ്ഞു പോയത്. ആക്ച്വൽ റെന്റ് കുറഞ്ഞു പോകാനുള്ള കാരണം വേക്കൻസി ആണോ? വേക്കൻസി കാരണമാണ് നിങ്ങൾ ആക്ച്വൽ റെന്റ് കുറഞ്ഞത് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആക്ച്വൽ റെന്റ് എത്രയാണോ അത് തന്നെ നിങ്ങൾ എന്തായിട്ട് എടുത്താൽ മതി? നിങ്ങളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുത്താൽ മതി.
പക്ഷേ അത് തന്നെ നിങ്ങളുടെ ആക്ച്വൽ റെന്റ് കുറയാനുള്ള കാരണം വേക്കൻസി അല്ല, വേക്കൻസി ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തെടുത്ത് നമ്മൾ അറൈവ് ചെയ്ത ഒരു എക്സ്പെക്ടഡ് റെന്റ് ഉണ്ട്. ആ എക്സ്പെക്ടഡ് റെന്റ് നിങ്ങളുടെ കയ്യിൽ എന്താവും? ടാക്സബിൾ വാല്യൂ ആവും. അതായത് നിങ്ങളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കണം. ആ ഒരു പോയിന്റും അവിടെ ശ്രദ്ധിക്കണം. സോ ദാറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു ദ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. അടുത്തുള്ളതാണ് സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ഓൾ ദ ടൈം നില്ലാണ്. അതിനകത്ത് എന്ത് കുറയ്ക്കാം നിങ്ങൾക്ക്? എക്സ്പെൻസ് ഓൺ മീൻസ് നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണ്. അത് നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാം? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം കുറയ്ക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാക്സിമം 2 ലക്ഷം വരയ്ക്കും നിങ്ങൾക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ലോൺ കുറയ്ക്കാം. ശരി, അപ്പൊ നമുക്ക് അടുത്ത് ഇൻട്രസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. Municipal tax paid for the previous year, assessment year, how we can treat? Municipal tax, you are computing the income for the previous year. If the municipal tax is paid for the previous year, during the previous year, നമ്മുടെ previous year ഏതാണ്? 1 April 2022 മുതൽ 2023 മാർച്ച് വരേക്കുള്ള ആ ഒരു കാലയളവിൽ നിങ്ങൾ അടച്ച മുനിസിപ്പൽ ടാക്സ്, അത് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? നിങ്ങൾക്ക് ലെസ് ചെയ്യാം, നിങ്ങൾക്ക് റിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം, ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. അപ്പൊ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത് നമ്മളെ വർഷത്തിൽ പേ ചെയ്യണം എന്നേ ഉള്ളൂ. അത് നമ്മളെ വർഷത്തിന്റെ ആകാം, നമുക്ക് മുന്നത്തെ വർഷത്തിന്റെ ആകാം, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ ഉറപ്പുവരുത്തണം, ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു ക്വസ്റ്റ്യൻ പറയാണ് മുനിസിപ്പൽ ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടച്ചു, ഇനി വരാൻ പോകുന്ന വർഷത്തിന് കൂടെ ചേർത്ത് ഈ വർഷം അടച്ചു, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലെസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആയിരിക്കണം. മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വർഷത്തിന്റെയോ അല്ലെങ്കിൽ നമുക്ക് മുന്നേ കഴിഞ്ഞു പോയ വർഷത്തിന്റെയോ ആവാം. അന്ന് അടച്ചില്ല, നമ്മൾ ഇന്ന് അടച്ചു, യു ക്യാൻ ക്ലെയിം ആസ് എക്സം ഡിഡക്ഷൻ. പക്ഷേ ഇനി വരാൻ പോകുന്ന വർഷത്തിന്റെ നിങ്ങൾ അടച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. സോ ഐ തിങ്ക് ഇതാണ് ചോദിച്ചതെന്ന് അറിയില്ല, ബട്ട് ഐ ഗീവ് ദ മാക്സിമം എക്സ്പ്ലനേഷൻ ദാറ്റ് ഐ ക്യാൻ ബി ഗിവൺ ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ ആണോ തുഷാർ? തുഷാർ അല്ലേ ഈ റിയൽമി? യെസ്, എത്ര ബാക്കിലുള്ള ആണെങ്കിലും റെഡ്യൂസ് ചെയ്യും. യെസ്, യു ക്യാൻ റെഡ്യൂസ്. അടച്ചിരിക്കണം, യഥാർത്ഥത്തിൽ അടച്ചിരിക്കണം, അത്രയോ നമ്മളെ പ്രീവിയസിൽ അടച്ചിരിക്കണം. ഹലോ സർ. ഹായ്. ഗോ. We will continue. Yes. ഹായ് അജ്മൽ. യെസ്, അവൻ പോയി. അവൻ നിക്കറൊന്നും ഇടാതെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എന്റെ ക്ലാസ് തീരുന്നതെന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ടത് ഇനി ഇൻട്രസ്റ്റ് ഓൺ നമ്മളെ ഈ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആൻഡ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ്, അതിനകത്ത് നിന്ന് ഒരു ചോദ്യം ലാസ്റ്റ് അറ്റംപ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻട്രസ്റ്റ് ആകാം, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റും പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റും. സോ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്?
പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് സാങ്ഷൻ ഓഫ് ദ ലോൺ ഓർ ഡേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വിച്ച് എവർ ഇസ് ലേറ്റർ എടുക്കണം. അതാണ് നിങ്ങൾ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് ദ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എൻഡ് ഡേറ്റ് എന്താണ്? കംപ്ലീഷൻ കൺസ്ട്രക്ഷൻ എന്നാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നത്തെ 31st മാർച്ച് ഏതാണോ ആ 31st മാർച്ച് ആയിരിക്കും നിങ്ങൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിന്റെ ക്ലോസിംഗ് ഡേറ്റ്. അപ്പൊ ആ പീരീഡിലുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എത്ര വർഷമാണോ വരുന്നത് അത്രയും വർഷം സ്പ്ലിറ്റ് ചെയ്ത് യു ഹാവ് ടു കമ്പ്യൂട്ടർ ടോട്ടൽ ഇൻട്രസ്റ്റ്. ആ ടോട്ടൽ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാവുന്നതാണ്. അതായത് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്? പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ആവുന്നത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്നാണോ എൻഡ് ആവുന്നത് അതിന് തൊട്ടടുത്ത ദിവസമാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ആവുന്നത്. പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് അതാത് വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. യെസ്, അതാത് വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ശരി, പിന്നെ ഇനി എന്താ പറയേണ്ടത്? ഇത് നമ്മൾ ഈ ലോൺ എടുക്കുന്നത് ഈ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ശ്രദ്ധിക്കണം. സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ ലോൺ എടുത്തത് റിപ്പയറിനോ റെനോവേഷനോ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 30,000 നിങ്ങൾക്ക് ലോൺ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് തന്നെ ലോൺ എടുത്തത് 1984 മുന്നേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 30,000 വരയ്ക്ക് മാക്സിമം നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് തന്നെ നിങ്ങൾ ലോൺ എടുത്തത് കൺസ്ട്രക്ഷനോ അക്വിസിഷനോ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം വരയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ഇതാണ് ഒരു ഈ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി കേസിൽ ഒരു ലിമിറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി കേസിൽ അങ്ങനെ ലിമിറ്റുകളൊന്നും ഇല്ല. സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തറിയേണ്ടത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ബേസിക്കലി അറിയേണ്ടത്. അത്രയല്ല ബേസിക്കലി. പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം വൈസ് ആൻഡ് ഏരിയ വൈസ് പ്രൊപ്പോർഷൻ വരുമ്പോൾ അപ്പൊ അതായത് ഒരു വീടിന്റെ ഇതൊരു ഭാഗം മാത്രം വാടകയ്ക്ക് കൊടുത്തു ബാക്കിയുള്ള വീട്ടിൽ അവരാണ് താമസിക്കുന്നത് ആ ഒരു ഏരിയ വൈസ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ക്ലാസിഫൈ ഓൾ ദ ഡേറ്റ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റ് എല്ലാം എന്ത് ചെയ്യണം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം. ആക്ച്വൽ റെന്റ് മാറ്റണ്ട ബിക്കോസ് ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഫോർ ദ ലെറ്റ് ഔട്ട് പീരീഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇതെല്ലാം തരാം നിങ്ങൾ ആ ഒരു സ്പെസിഫിക് പ്രൊപ്പോർഷനിൽ നിങ്ങൾ എന്തിനാ സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിന് ഏരിയ വൈസ് പറയും ഒരു മാസം മാത്രം വാടകയ്ക്ക് കൊടുത്തു ബാക്കിയുള്ള മാസം എല്ലാം അത് സെൽഫ് ഓക്കുപ്പൈഡ് ആയിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മനസ്സിലാക്കുക. ഈവൻ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് കൊടുത്താൽ പോലുമേ ആ ഹൗസ് പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടി തന്നെയാണ്? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ റീസ്റ്റേറ്റ് ഒന്നും ചെയ്യരുത്. നോർമലി സോൾവ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അപ്പൊ എന്താണ് ഉത്തരം കിട്ടുന്നത് അത് വെച്ചിട്ട് മുന്നോട്ട് പോകുക. യെസ്, സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഡൗട്ട്സ് ഉണ്ടോ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് ഡീംഡ് കേസസ് എന്ന് ഉദ്ദേശിച്ചത്? ഓ, ഡീംഡ് ലെറ്റ് ഔട്ടാ? ഡീംഡ് ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് നിയമപ്രകാരം നമുക്ക് എത്ര വീട് വേണമെങ്കിലും ആവാലോ. ഇപ്പൊ എനിക്കിപ്പോ കൊല്ലത്തൊരു വീടുണ്ട്, മധുരയിലൊരു വീടുണ്ട്, ചെന്നൈയിലൊരു വീടുണ്ട്, എനിക്ക് എത്ര വീട് വേണമെങ്കിലും ആകാം. പക്ഷെ അവർ പറയണേ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എത്ര നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? ആനുവൽ വാല്യൂ നില്ലുന്നല്ലേ. അവർ പറയുന്നു 2 വീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 വീട് നിങ്ങൾക്ക് സെൽഫ് ഓക്കുപ്പൈഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള വീട് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അതിന് ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യണം. നിങ്ങൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടില്ല പക്ഷെ ലെറ്റ് ഔട്ട് ചെയ്തതുപോലെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കണം. അപ്പൊ അതെങ്ങനെ ഡീംഡ് ലെറ്റ് ഔട്ട് വരുന്നേ? അപ്പൊ അവിടെ എടുക്കുന്നത് വാല്യൂ 3 വാല്യൂ ഉള്ളൂ. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റ്. ബിക്കോസ് ആക്ച്വൽ ലെറ്റ് ഔട്ട് ചെയ്യുന്നില്ല അപ്പൊ ആക്ച്വൽ റെന്റ് കാണില്ല. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റ് കമ്പയർ ചെയ്യുക. ഹയർ ഒക്കെ എടുത്തിട്ട് ആ ഹയർ വാല്യൂ എന്ത് ചെയ്യണം? അതാണ് നിങ്ങൾ നെറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് അറൈവ് ചെയ്തിട്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. സോ അതാണ് നിങ്ങൾ ഡീംഡ് ലെറ്റ് ഔട്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ. സോ ഡീംഡ് കേസസിൽ ഡീംഡ് ലെറ്റ് ഔട്ടിന്റെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് കാണത്തില്ല? യു വോണ്ട് ബി ഹാവിംഗ് ദ ആക്ച്വൽ റെന്റ്.
അപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ കിടപ്പുണ്ട് പ്രോബിലിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കുക. എപ്പോഴുമേ ഇപ്പൊ എൻ്റെ ഒരു 3 വീടുണ്ടെന്നിരിക്കട്ടെ, ഒരു വീട് കുറച്ച് ചെറിയ വീടാണ്, ബാക്കി 2 വീടും വലിയ ബംഗ്ലോവാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലോവ് അല്ലേ ഞാൻ മോസ്റ്റ്ലി എന്തായിട്ട് ഡിസ്കസ് ചെയ്യത്തുള്ളൂ, എൻ്റെ സെൽഫ് ഓക്കുപൈഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. അതല്ലേ എനിക്ക് ലാഭം, അതല്ലേ നല്ലത്. വലിയ വീട് ഞാൻ സെൽഫ് ഓക്കുപൈഡ് ലെറ്റ് ഔട്ട് ഡീം ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും, കൂടുതൽ ഇൻകം കൂടുതൽ ടാക്സ്. അപ്പൊ എന്താ വെച്ചാൽ ഏതിനാണോ വില കുറവ് വരുന്നത് അത് എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് ഓക്കുപൈഡ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങൾ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യാം. സോറി, വില കുറവ് വരുന്നതിനെ ഡീംഡ് ലെറ്റ് ഔട്ട് എന്ന് ഡിസ്കസ് ചെയ്യുക, ബാക്കിയുള്ളതിന് സെൽഫ് ഓക്കുപൈഡ് എന്ന് ഡിക്ലെയർ. അപ്പൊ ഞാൻ പറയുന്നത് 3 വീടുള്ള സിറ്റുവേഷനിലാണ്. അല്ലാതെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഡു ദ പ്രോബിലിറ്റി ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് 2 ക്വസ്റ്റ്യൻ, ആ 2 ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തു. We are going to the next chapter. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ആണ്. സോ PGBPക്കകത്ത് നിങ്ങൾ അറിയേണ്ട സെക്ഷൻ എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യം ചാർജിങ് സെക്ഷനകത്തൊന്നും പറയേണ്ട ആവശ്യമില്ല, കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. ബിസിനസ്സിനകത്ത് വരുന്ന ഇൻകം ആണെങ്കിൽ അതിനകത്ത് വരുന്ന ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ടാക്സബിൾ ആകുമെന്ന് പറയുന്നതാണ് PGBP. സെയിൽസ് അല്ല ടാക്സബിൾ ആവുന്നത്, നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് ടാക്സബിൾ ആവുന്നത്. ഇപ്പൊ സെക്ഷൻ 30 അറിഞ്ഞിരിക്കണം. സെക്ഷൻ 30 ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. ബിൽഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് വരാം, റെന്റ്, റേറ്റ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, റിപ്പയർസ്. സോ ഇത്തരം എക്സ്പെൻസസ് ഒക്കെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകറിയുന്ന എക്സ്പെൻസ് നിങ്ങൾ P&L പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് ചെയ്യാം, P&L നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് സെക്ഷൻ 30കകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ്പെൻസസ് ഓൺ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് റിലേറ്റഡ്ലി റെന്റ്, repairs, insurance, rates and tax. We can debit to the P&L. അത് തന്നെ അടുത്തതാണ് സെക്ഷൻ 31 ആണ്. സെക്ഷൻ 31 അറിയേണ്ടതെന്ന് വെച്ചാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആയ റെന്റ്, ഇൻഷുറൻസ്, റിപ്പയർസ്, ഇത്രയും കാര്യങ്ങളും നിങ്ങൾ P&L ഡെബിറ്റ് ചെയ്യാം. നോക്കുക, 2 സിറ്റുവേഷനിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ P&L ഡെബിറ്റ് ചെയ്യാൻ സാധിക്കില്ല, അത് നിങ്ങൾ അസറ്റ് ആയിട്ട് ബുക്ക് ചെയ്യണം, എന്നിട്ട് ഡിപ്രീസ് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. അത് തന്നെ ഓണർ ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെഷീൻ ആണെങ്കിൽ അവർക്ക് ഒരിക്കലുമേ റെന്റ് പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് P&L ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവരെ സ്വന്തമായിട്ടുള്ള സാധനത്തിന്, സ്വന്തമായിട്ടുള്ള ബിൽഡിങ്ങിന്, സ്വന്തമായിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി അവർ റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് സിറ്റുവേഷൻ. അതാണ് സെക്ഷൻ 31. സെക്ഷൻ 32 ഇസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസസിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിരിക്കണം. അസസി മസ്റ്റ് ബി ദ ഓണർ ഓഫ് ദ അസറ്റ് ആൻഡ് അസറ്റ് മസ്റ്റ് ബി പുട്ട് ടു യൂസ്. അപ്പം ഓണർ ആയിരിക്കണം, അസറ്റ് പുട്ട് യൂസ് ചെയ്തിരിക്കണം നമ്മുടെ പ്രീവിയസ്, എന്നാൽ മാത്രമേ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ അസറ്റിക്കും ഡിപ്രീസിയേഷൻ കമ്പൽസറി ആണ്. അസറ്റ് ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കമ്പൽസറി ആണ്, അല്ലാതെ വേണ്ട എന്ന് പറയാൻ പറ്റില്ല, ഓപ്ഷണൽ അല്ല. ഡിപ്രീസിയേഷൻ ഇസ് ഓൾ ദ ടൈം കമ്പൽസറി. Approved method of depreciation under the Income Tax Act 1961 is the WDV method. Generally WDV method ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പവർ ജനറേറ്റിംഗ് യൂണിറ്റ്സിന് വേണ്ടി മാത്രം അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവർക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാം. സോ WDV മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലോക്ക് മെത്തേഡ് വേണം ഫോളോ ചെയ്യാൻ. ബ്ലോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരേ റേറ്റ് ഓഫ് ടാക്സസ് ഫോളോ ചെയ്യുന്ന ഒരേ ക്ലാസ്സിൽ വരുന്ന അസറ്റ്സിനെ എല്ലാം നമുക്ക് ഒരു ബ്ലോക്ക് എന്ന് പറയാം. സോ അതിന് വേണ്ടി അസറ്റ്സിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം, 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി ടാഞ്ചിബിൾ അസറ്റ്സിനും ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റിനെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിനകത്ത് വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. സോ ബിൽഡിങ്ങിനകത്ത് വരുമ്പോൾ ബിൽഡിങ്ങിനകത്ത് 3 തരം ബിൽഡിംഗ് ഉണ്ട്. 3 തരം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബിൽഡിംഗ് ആണ്, ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 3 തരം ബിൽഡിംഗ് ആണ്. ഒരു മിനിറ്റ്, ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 3 തരം ബിൽഡിംഗ് ആണ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ടെമ്പററി സ്ട്രക്ചർ, അതർ ബിൽഡിംഗ്. സോ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ റേറ്റ് ഈസ് 5%, ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ 40%, അതർ ബിൽഡിംഗ് ആണെങ്കിൽ 10% ആണ്. ഫർണിച്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ റേറ്റ് 10% തന്നെയാണ്. അതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ ആദ്യം ഞാൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനകത്ത് മോട്ടോർ വെഹിക്കിൾസ് ആണെങ്കിൽ ഇറ്റ് ഇസ് 15%, അതിന്റെ മോട്ടോർ വെഹിക്കിൾസ് ഗിവിംഗ് ഓൺ ഹയർ ആണെങ്കിൽ ഇറ്റ് ഇസ് 30%, എയർക്രാഫ്റ്റ് ആണെങ്കിൽ 40%, വെസൽ ആണെങ്കിൽ 20%. അതേപോലെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് 40%, ബുക്സ് ആണെങ്കിൽ 40%, ഓയിൽ വെൽ ആണെങ്കിൽ 15%, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് 40%. സോ ഇതൊക്കെയാണ് നമ്മുടെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ പറയുന്നത്.
പിന്നെ പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ഡിപ്രിസിയേഷൻ റേറ്റ് 25% ആണ്. അവിടെ ഗുഡ്വിൽ ശ്രദ്ധിക്കുക. ഗുഡ്വിൽ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്വിൽ ആണ്. പർച്ചേസ് ഇല്ലെങ്കിൽ അതിൽ ജനറേറ്റഡ് ഗുഡ്വിൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിപ്രിസിയേഷൻ നിങ്ങൾ കാണാൻ പാടില്ല. ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഡിപ്രിസിയേഷൻ ഇല്ല, 0 എന്ന് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. സോ അതാണ് നിങ്ങൾ ഡിപ്രീസിയേഷൻ റേറ്റിൽ അറിയേണ്ടത്. സോ ഈ ക്ലാസ് ഓഫ് അസറ്റ്സിനകത്ത് സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന എല്ലാത്തിനെയും ഒരു ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൊണ്ടുവരണം. സോ ബ്ലോക്കിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ബ്ലോക്കിനകത്ത് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് WTV, അതിനോട് അഡീഷൻസ് ആഡ് ചെയ്യണം, ലെസ് ഡിലീഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അതിനകത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ. ഡിപ്രീസിയേഷൻ 2 തരം ഡിപ്രീസിയേഷൻ ഉണ്ട്. നോർമൽ ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ. നോർമൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള റേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതിന് അസറ്റ് പുട്ട് യൂസ് നോക്കണം. അസറ്റ് പുട്ട് യൂസ് ഫോർ ലെസ് ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനെ കിട്ടുള്ളൂ. അതിന് പുട്ട് യൂസ് ഫോർ മോർ ദാൻ 180 ആണെങ്കിൽ ഫുൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഒരു കട്ട് ഓഫ് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, October 3. October 3 മുന്നേ വാങ്ങിച്ച അസറ്റ് പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് അസറ്റ് പുട്ട് യൂസ് ഫോർ മോർ ദാൻ 180. അത് തന്നെ October 3 ശേഷമാണ് അസറ്റ് വാങ്ങിച്ച് പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുട്ട് യൂസ് ചെയ്ത് October 3 ശേഷമാണ് ഇറ്റ്സ് പുട്ട് യൂസ് ഫോർ ലെസ് ദാൻ 180 ആണ്, ഹാഫ് ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനെ കിട്ടുള്ളൂ. പിന്നെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ആണ്. അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമാണ്. അതിന് അസസി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് എനി ആർട്ടിക്കൽ ഓഫ് തിങ് ആണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അവർ വാങ്ങുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി അവർക്ക് എന്ത് ക്ലെയിം ചെയ്യാം, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അഡീഷണൽ ഡിപ്രീസിയേഷൻ റേറ്റ് 20% ആണ്. അത് ഫസ്റ്റ് ഇയറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ അസറ്റ് പുട്ട് യൂസ് ഫോർ ലെസ് ദാൻ 180 ആണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം 10% ഇത് ഫസ്റ്റ് ഇയർ, ബാക്കി 10% ഇത് നെക്സ്റ്റ് ഇയർ ആണ് അഡീഷണൽ ഡിപ്രീസിയേഷൻ. അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും എന്ന് പറഞ്ഞാലും പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ചില പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് കിട്ടത്തില്ല. സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ കിട്ടത്തില്ല, മോട്ടോർ വെഹിക്കിൾസ് ആണെങ്കിൽ കിട്ടത്തില്ല, എയർക്രാഫ്റ്റ് വെസൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിന് 100% റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണെങ്കിൽ കിട്ടത്തില്ല. ഓഫീസ് പെർമിസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി കിട്ടത്തില്ല. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി കിട്ടത്തില്ല. ബാക്കിയുള്ള എന്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് അവർ പറയുന്ന ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. ഫസ്റ്റ് ഇയറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതും റിട്ടേൺ ഓൺ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോർമാറ്റിൽ എന്ത് ചെയ്യണം, നോർമൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് അഡീഷണൽ ഡിപ്രീസിയേഷൻ എക്സ്ട്രാ ആയിട്ട് കുറയ്ക്കാം. അതാണ് നിങ്ങൾ ഡിപ്രീസിയേഷനകത്ത് അറിയേണ്ടത്. പിന്നെ നമ്മൾ പവർ ജനറേറ്റിംഗ് യൂണിറ്റ് കേസിൽ അവർ ഇൻഡിവിജ്വൽ മെത്തേഡ് വേണം ഫോളോ ചെയ്യാൻ. അപ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ അവർ അസറ്റ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിൽക്കുന്ന വർഷം എന്ത് ചെയ്യണം, പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് P&Lന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്യണം ആസ് ബാലൻസിങ് ചാർജ്. അത് തന്നെ നഷ്ടമാണെന്നുണ്ടെങ്കിൽ P&Lൽ ഡെബിറ്റ് ചെയ്യണം ആസ് ടെർമിനൽ ഡിപ്രീസിയേഷൻ. ഏതെങ്കിലും സന്ദർഭത്തിൽ ഓവർ ആൻഡ് അബവ് ദ കോസ്റ്റിൽ വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓവർ ആൻഡ് അബവ് ദ കോസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അവരുടെ കയ്യിൽ ടാക്സബിൾ ആവും. സോ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രീസിയേഷന്റെ സിറ്റുവേഷൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഡിപ്രീസിയേഷന് ശേഷം നമ്മൾ പറഞ്ഞത് 33AB 33ABA ആണ്. 33AB 33ABA എന്താണെന്ന് വെച്ചാൽ 33AB എന്ന് പറയുന്നത് ടീ കോഫി റബ്ബർ എന്ന് പറയുന്ന ബിസിനസ്സിൽ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടീ കോഫി റബ്ബർ ആണെന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് കിട്ടുന്ന റിഡക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത് സെക്ഷൻ 33AB. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അവർ നബാർഡിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ 40% വിച്ച് എവർ ഇസ് ലോവർ ദേ ക്യാൻ ഗെറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33AB. So amount deposited or 40% of the net profit, whichever is lower, they can claim as deduction. അതിന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് നന്നായിട്ട് വായിച്ചിട്ട് പോവുക. പിന്നെ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സമയം കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ഫയലിന് ഡ്യൂ ഡേറ്റിന് മുന്നേ അവർ എന്ത് ചെയ്താൽ മതി, ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയാകും. അതിന് 33AB എന്ന് പറയുമ്പോൾ നമ്മളുടെ പെട്രോളിയം, ക്രൂഡ്, നാച്ചുറൽ ഗ്യാസ് എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന അസ്ഥികൾക്കുള്ളതാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, they also have to need to require certain deposit certain amount with the site restoration fund opened with the State Bank of India. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ amount actually deposited or the net profit 20% whichever is lower they can claim as deduction. ഇവിടെ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മാക്സിമം ടൈം ലിമിറ്റ് എന്താണ്, 31st March ആണ്. 31st March അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. സോ ദാറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു സെക്ഷൻ 33ABA. Then we have to study section 35. 35 is scientific research. Scientific research എന്ന് പറയുമ്പോൾ 2 തരം ആകാം. ഇൻ-ഹൗസ് റിസർച്ച് ആകാം, കോൺട്രിബ്യൂഷൻ ടു ദ ഔട്ട്സൈഡേഴ്സ് ആകാം. ഇൻ-ഹൗസ് സയന്റിഫിക് റിസർച്ച് എന്ന് പറയുമ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ ആകാം, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ, പ്രീ കമൻസ്മെന്റ് ആകാം, പോസ്റ്റ് കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ് ആകാം. പ്രീ കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 2 എക്സ്പെൻഡിച്ചർ ആകാം, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ
എക്സ്പെൻഡിച്ചർ ഓഫ് സാലറി പേ ടു ദ എംപ്ലോയീസ് ആൻഡ് ഡയറക്ട് മെറ്റീരിയൽസ് യൂസ്ഡ് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുന്നത്തെ 3 വർഷം വരയ്ക്കുള്ളതേ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ലാൻഡ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. പോസ്റ്റ് കമൻസ്മെന്റ് ഓഫ് ദി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം ക്ലെയിം ചെയ്യാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ലാൻഡ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ബാക്കിയുള്ളതെല്ലാം ക്ലെയിം ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ഇൻഹൗസ് സയന്റിഫിക് റിസർച്ച്. അതിന് കോൺട്രിബ്യൂഷൻ ടു ദ ഔട്ട്സൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ടു RICU, അതായത് റിസർച്ച് അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കോളേജ്, യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് സയന്റിഫിക് റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതേപോലെ IIT, നാഷണൽ ലബോറട്ടറി ഫോർ ദ പർപ്പസ് ഓഫ് സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ ക്ലെയിം ചെയ്യാം. പിന്നെ ഇന്ത്യൻ കമ്പനീസ് ഫോർ ദ പർപ്പസ് ഓഫ് സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം ആസ് പെർ സെക്ഷൻ 35. അതാണ് സയന്റിഫിക് റിസർച്ച്. നമ്മൾ പിന്നെ പഠിച്ച സെക്ഷൻ ആണ് 35 CCA, CCC ആൻഡ് CCD. അപ്പോൾ അതായത് കോൺട്രിബ്യൂഷൻ ടു ദ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ്, റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആൻഡ് ഒരു കാരണം കൂടെ ഉണ്ടല്ലോ, ഫസ്റ്റ് വൺ ഇസ് റൂറൽ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്. ഇത്തരം കാര്യങ്ങളോട് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ സെക്ഷൻ 35 പോവുകയാണെങ്കിൽ, അതായത് ഒരു സെക്ഷൻ ഞാൻ ലീവ് ചെയ്തു, സെക്ഷൻ 35AD. സെക്ഷൻ 35 എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ബിസിനസ് ആണ്. സോ അത്തരം സ്പെസിഫൈഡ് ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണ്. സ്പെസിഫൈഡ് ബിസിനസ് എക്സാമ്പിൾ ആണ് ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, 2 സ്റ്റാർ ഹോട്ടൽ, മിനിമം 2 സ്റ്റാർ ഹോട്ടൽ. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ, അത്തരം ബിസിനസ്, അതായത് സ്ലറി പൈപ്പ് ലൈന്, പിന്നെ ബി വാക്സിംഗ്, അങ്ങനെയുള്ള ബിസിനസ് ഒക്കെ ചെയ്യുകയാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അത്തരം ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റയടിക്ക് പിയാണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഗുഡ്വില്ലിന് കിട്ടത്തില്ല, ലാൻഡിന് കിട്ടത്തില്ല, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഡിഡക്ഷൻ കിട്ടത്തില്ല. ബാക്കിയുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് പിയാണ്ടിൽ ഡെബിറ്റ് ചെയ്യാവുന്നതാണ്. സോ അതാണ് സെക്ഷൻ 35AD. ദെൻ സെക്ഷൻ 35D ആണ് നോട്ടേഷൻ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ്. ഇനിഷ്യൽ എക്സ്പെൻസ് ആണ്, അതായത് മാർക്കറ്റ് സർവേ, പ്രിപ്പറേഷൻ ഓഫ് ദ പ്രോജക്ട് റിപ്പോർട്ട്, ലീഗൽ എക്സ്പെൻസസ്, ഡ്രാഫ്റ്റിംഗ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സോ അത്തരം എക്സ്പെൻസ് ഒക്കെ ഇൻകർ ആവുകയാണെങ്കിൽ ആ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഫുള്ളി തരത്തില്ല. സോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റിന്റെ 5% കണ്ടുപിടിക്കുക. വിച്ച് എവർ ഇസ് ലോവർ എടുക്കുക. ആ വിച്ച് എവർ ഇസ് ലോവറിന്റെ എത്രയാണോ എമൗണ്ട്, അതാണ് എലിജിബിൾ എമൗണ്ട് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ്, അതേ ഡിവൈഡഡ് ബൈ 5. അത് 5 years ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന് കമ്പനിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസസ് ഓർ 5% ഓഫ് ദ ക്വാളിഫയിങ് എമൗണ്ട്. വാട്ട് ഈസ് ക്വാളിഫയിങ് എമൗണ്ട്? ക്വാളിഫയിങ് എമൗണ്ട് മീൻസ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് ഓർ കോസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വിച്ച് എവർ ഇസ് ഹയർ. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിനകത്ത് എത്രമാത്രം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. വാട്ട്സ് ദിസ് കോസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്? കോസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബെഞ്ചേഴ്സ്. അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ആൻഡ് ലോങ് ടേം ബോറോവിങ്സ്, അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. വിച്ച് എവർ ഇസ് ഹയർ എടുക്കുക, ആ ഹയർ ആണ് ക്വാളിഫയിങ് എമൗണ്ട്, അതിന് 5%. ഇത് വെച്ചിട്ട് വേണം ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസ് കമ്പയർ ചെയ്യാൻ. വിച്ച് എവർ ഇസ് ലോവർ എടുക്കുക, ആ ലോവർ എമൗണ്ട് ആണ് നിങ്ങളുടെ എലിജിബിൾ എമൗണ്ട് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ്, അതേ ഡിവൈഡ് ബൈ 5. ഇറ്റ് വിൽ ബി അലൗഡ് ഇൻ 5 equal annual installments. പിന്നെ നമ്മൾ പറഞ്ഞതാണ് സെക്ഷൻ 35DD ആണ്. 35DD എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 35DD എന്ന് പറയുന്നത് നമ്മളുടെ അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ് ആണ്. അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ 5. ഇറ്റ് വിൽ ബി ഓൾസോ അലൗഡ് ഇൻ 5 equal annual installments. 35DDA ആണ്. 35DDA എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ VRS കോമ്പൻസേഷൻ പേ ചെയ്യുകയാണെങ്കിൽ ഈ VRS കോമ്പൻസേഷൻ എത്രയാണോ ആക്ച്വലി പേ ചെയ്ത് അതേ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ഇറ്റ് വിൽ ബി അലൗഡ് ഇൻ 5 equal annual installments. പിന്നെ സെക്ഷൻ 35E ആണ്. 35E എന്താന്ന് വെച്ചാൽ നമ്മളുടെ മിനറൽസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാക്ഷൻ അവർക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ആ കോസ്റ്റിനെ വിൽ ബി അലൗഡ് ഇൻ 10 equal annual installment. 10 equal annual installments ആയിട്ടാണ് അലൗ ചെയ്യുന്നത്. അതാണ് 35E. ദെൻ സെക്ഷൻ 36 ആണ്. സെക്ഷൻ 36നകത്ത് പറഞ്ഞിരിക്കുന്നത് ജനറൽ ഡിഡക്ഷൻസ് ആണ്, സ്പെസിഫിക് ഡിഡക്ഷൻസ് ആണ്. അതായത് ഇൻഷുറൻസ് അടച്ചു, സ്റ്റോക്ക് ഇൻഷുറൻസ് അടച്ചു, മെഡിക്കൽ ഇൻഷുറൻസ് അടച്ചു, പിന്നെ ഫാമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിറ്റുവേഷനിൽ ഫാമേഴ്സിന്റെ കയ്യിലുള്ള കാറ്റിൽസിന് ഇൻഷുറൻസ് എടുത്തു, അങ്ങനെയുള്ള ഇൻഷുറൻസ് പെയ്ഡ് എല്ലാം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രോവിഡന്റ് ഫണ്ട് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ വാങ്ങിച്ചിട്ട് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ, വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾ ഇൻകം ആയി മാറും.
പിന്നെ നമ്മൾ സെക്ഷൻ 43B റെലവൻസ് വരും. 43B എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നിങ്ങൾ പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ബോണസ്, കമ്മീഷൻ ടു ദ എംപ്ലോയീസ്, ബോണസ്, കമ്മീഷൻ എക്സെട്ര പേയബിൾ ടു ദ എംപ്ലോയീസ്, ലീവ് എൻകാഷ്മെന്റ് പേയബിൾ ടു ദ എംപ്ലോയീസ്, ഇതെല്ലാം പേ ചെയ്യാനുണ്ട് എന്ന് ഡ്യൂ എൻട്രി ഇട്ടാൽ മാത്രം പോരാ. യു ഷുഡ് എൻഷുർ ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി പെയ്ഡ്. ഇഫ് ഇറ്റ് ഇസ് ആക്ച്വലി പെയ്ഡ്, ഡിഡക്ഷൻ ഉള്ളൂ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ്, ഡിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിന്റെ സിറ്റുവേഷനകത്ത് വരുന്നതാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രോവിഡന്റ് ഫണ്ട്, ESI, ഗ്രാറ്റുവിറ്റി ഫണ്ട് എല്ലാം അതിനകത്ത് തന്നെ വരും. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടത്തില്ല. പിന്നെ അതിനകത്ത് അറിയേണ്ടതാണ് നമ്മുടെ സ്പെഷ്യൽ സിറ്റുവേഷൻ ആയ, അതായത് യൂസേജ് ഓഫ് അനിമൽസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. ബിസിനസ് അനിമൽസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അനിമൽസ് യൂസ്ലെസ് ആകുമ്പോൾ, ഇല്ലെങ്കിൽ പെർമനന്റ്ലി യൂസ്ലെസ്, ഇല്ലെങ്കിൽ മരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കോസ്റ്റ് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. കോസ്റ്റ് ഓഫ് കർക്കാസസ് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കർക്കാസസിന്റെ റിമൈൻസ് എന്തെങ്കിലും ഡെഡ് റിമൈൻസ് വിറ്റിട്ട് എന്തെങ്കിലും കാശ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ കാശ് നിങ്ങൾ ഫുൾ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ലെസ് ചെയ്യണം. നെറ്റ് വാല്യൂ മാത്രമേ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. So we will continue. So അമ്മാതിരിയുള്ള എക്സ്പെൻസ് ആണ് ഇവിടെ പറയുന്ന ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സെക്ഷൻ 36 പറഞ്ഞേക്കുന്നത്. സെക്ഷൻ 37 പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ if an expense is incurred for the purpose of business, if it is legal in nature, if it is recurring in nature, then that can be claimed as an expense. For generally based on situations നമുക്ക് ഒരു എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനുള്ള നമുക്കൊരു എക്സ്ട്രാ സഹായമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 37. സോ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണ്, ലീഗലാണ്, റെക്കറിംഗ് ആണെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സ്പെൻസ് P&L നമുക്ക് ഡെബിറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് സെക്ഷൻ 37. പിന്നെ പറയുന്നതാണ് നമ്മൾ ഡിസലവൻസസിന്റെ സെക്ഷനാണ് സെക്ഷൻ 40A1. 40A ക്ലോസ് 1 പറയാം. 40A ക്ലോസ് 1 എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ടു ദ നോൺ റെസിഡന്റ് വിതൗട്ട് ഡിഡക്ഷൻ TDS പിടിക്കാതെ നോൺ റെസിഡൻസിന് നിങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% ഓഫ് ദ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസലവ് ചെയ്യാം. P&L അത്ര എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാൻ പാടില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസലവ് ചെയ്യണം. അത് തന്നെ പേയ്മെന്റ് ടു ദ റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ വിതൗട്ട് ഡിഡക്ഷൻ TDS ആണെന്നുണ്ടെങ്കിൽ 30% ഓഫ് ദ എക്സ്പെൻസ് എന്ത് ചെയ്യണം, P&L ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. P&L നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസലവ് ചെയ്യണം. അതാണ് സെക്ഷൻ 40A ക്ലോസ് 1A എന്ന് പറയുന്നത്. അതുപോലെ അതാണ് മെയിൻലി അതിനകത്ത് അറിയേണ്ട സെക്ഷൻ. പിന്നെ നമുക്ക് ഇക്വലൈസേഷൻ ലെവി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ അറിയേണ്ട. ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ, ഇത് സ്മോൾ എ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് ക്യാപിറ്റൽ ലെറ്റർ എ ഉണ്ട്. ആ ക്യാപിറ്റൽ ലെറ്റർ എക്കകത്ത് എന്താ വെച്ചാൽ, ക്യാപിറ്റൽ ലെറ്റർ എക്കകത്ത് നിങ്ങൾ 2 സെക്ഷൻസ് മെയിൻലി അറിഞ്ഞിരിക്കണം, 40A2ഉം 40A3യും. സോ 40A2നകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, പേയ്മെന്റ് ടു ദ റിലേറ്റീവ്സിനാണ് ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നത്. അത് അൺറീസണബിൾ ആണ്, എക്സസീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ എക്സസീവ് എമൗണ്ട് എത്തണം, ആ എക്സസീവ് എമൗണ്ട് നമ്മൾക്ക് ഡിസലവ് ചെയ്യണമെന്നാണ് സെക്ഷൻ 40A2നകത്ത് പറഞ്ഞേക്കുന്നത്. 40A3 ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. 40A3 എന്ന് പറയുന്നത് പേയ്മെന്റ് നടത്തുമ്പോൾ ക്യാഷ് പേയ്മെന്റ് പാടില്ല. ക്യാഷ് പേയ്മെന്റ് ചെയ്യാം, എത്ര രൂപ വരെ ചെയ്യാം, 10,000 വരെയും ചെയ്യാം. ഏതെങ്കിലും സന്ദർഭത്തിൽ 10,000 മുകളിൽ നിങ്ങൾ ക്യാഷ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ ക്യാഷ് പേയ്മെന്റ് നിങ്ങൾക്ക് എന്താവും, നിങ്ങളിൽ ഡിസലവ് ആകും. അതാണ് സെക്ഷൻ 48. പിന്നെ 40A7 40A9 ഉണ്ട്. 40A7A9 എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാറ്റുവിറ്റി നമ്മൾ ആക്ച്വലി പെയ്ഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, P&L എഴുതാൻ പാടുള്ളൂ, പ്രൊവിഷൻ പാടില്ല എന്നാണ് 40A7നകത്ത് പറഞ്ഞേക്കണേ. അതേപോലെ അൺറെക്കഗ്നൈസ്ഡ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസലവൻസ് അട്രാക്ട് ആകുന്ന പറയുന്ന സെക്ഷനാണ് 40A9 എന്ന് പറയുന്ന സെക്ഷൻ. പിന്നെ നമ്മൾ പോകുന്നത് നമ്മൾ സെക്ഷൻ 40AA 40AB 40AD 40ADA 40AE ആണ്. അപ്പൊ 40AE എന്താണ്, 40AE എന്ന് പറഞ്ഞാല് ഹാവിംഗ് ദ മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് ഗിവിംഗ് ദ എമൗണ്ട് ഹയർ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ സെക്ഷൻ 44AE. 44AEക്കകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് കണ്ടീഷൻ ഉണ്ട്, നമ്മളെ കയ്യിൽ എത്ര വെഹിക്കിളേ പാടുള്ളൂ, മാക്സിമം 10. നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ, നമ്മുടെ പ്രീവിയസ് ഇയറിൽ മാക്സിമം 10 വണ്ടികളെ പാടുള്ളൂ. ആ 10 വണ്ടികളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിസെപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യാം.
അപ്പോൾ 44AEക്കകത്ത് പറഞ്ഞിരിക്കുന്നത് മാക്സിമം എത്ര വണ്ടിയെ പാടുള്ളൂ? വണ്ടിയെ പാടുള്ളൂ, അതിന്റെ മുകളിൽ വണ്ടി പാടില്ല. സോ 10 വണ്ടിക്ക് മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനേ പറ്റത്തില്ല? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സെക്ഷൻ 44AE ഓപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ടാക്സേഷന് വേണ്ടി വണ്ടികൾ രണ്ടായിട്ട് തിരിക്കാം, ലൈറ്റ് വെഹിക്കിൾസ് എന്നും ഹെവി വെഹിക്കിൾസ് എന്നും. ലൈറ്റ് വെഹിക്കിൾസിന് എത്ര ചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7,500 പെർ മന്ത് പെർ വെഹിക്കിൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ആയിട്ട് കാണിക്കണം. അതിന് ഹെവി വെഹിക്കിൾ ആണെങ്കിൽ 1000 പെർ ടൺ. എത്രയാണ്? 1000 പെർ ടൺ ഇൻടു അൺലാഡൻ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ ഇൻടു 12. ഓരോ മാസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇൻകം കാണിക്കുന്നത്. ഇതാണ് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓഫ് 44AE. 44AD എന്താണ്? 44AD എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അവരുടെ ടോട്ടൽ സെയിൽസ് എത്രയാണോ ആ സെയിൽസിന് 8% നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാം. അത് തന്നെ അവർ പറയുവാണ്, ഞങ്ങൾ ഈ ഇത്രയും ടോട്ടൽ സെയിൽസിനകത്ത് ഇത്രയും ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ റിസീവ് ചെയ്തത്. അപ്പൊ ബാങ്ക് വഴിയാണ്, അക്കൗണ്ട് പേ ചെക്ക് വഴി അക്കൗണ്ട് പേ ട്രാൻസ്ഫർ ആണ് ചെയ്തിരുന്നത് എന്ന് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ സെയിൽസിന്റെ 6% മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താൽ മതിയാവും. എത്ര ശതമാനമാണ്? 6%. സോ അക്കൗണ്ട് പേ ചെക്ക്, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് വഴിയാണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ 6%, അല്ലാതെ എല്ലാ സാഹചര്യത്തിലും 8% നിങ്ങളുടെ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അതാണ് സെക്ഷൻ 44AD. അതന്നെ 44ADA നമുക്കുള്ളതാണ്. അതായത് പ്രൊഫഷണൽസ് ആയ CA CMA, നമ്മളെ CA CMA, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ആർക്കിടെക്ട്സ്, ഇത്തരം ആൾക്കാർക്ക് അവരുടെ ടോട്ടൽ ഫീസ് ഫ്രം ദ റെസീപ്റ്റ്സ്, ഫീസ് ഫ്രം ദ ക്ലയന്റ് എത്രയാണോ അതിന്റെ എത്ര ശതമാനം ഡിക്ലെയർ ചെയ്യണം? 50% ദേ ഹാവ് ടു ഡിക്ലെയർ ആസ് എ നെറ്റ് പ്രോഫിറ്റ്. 50% ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ തീരുകയാണ്. സോ അതാണ് സെക്ഷൻ 44AD, 44ADA ആൻഡ് 44AE. അപ്പൊ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇത്തരം ആൾക്കാർ, ഇത്തരം അസസികൾക്ക് ഇത്രയും വരുമാനം ഇല്ല എന്ന് അവർ പറയുവാണെങ്കിൽ what they have to do? They have to maintain the books of accounts and get their books of accounts audited by a chartered accountant. അപ്പൊ അതാണ് സെക്ഷൻ 44ABക്കകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ 44AB മനസ്സിലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ 44AD, 44ADA ആൻഡ് 44AE നോക്കണം. സോ ഈ സെക്ഷൻസ് ആപ്ലിക്കബിൾ ആകും. ഇത് പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുക ആസ് പെർ സെക്ഷൻ 44AA ആൻഡ് ഗെറ്റ് യുവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതാണ് നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ PGBPക്കകത്ത് ടാക്സേഷനകത്ത് പറഞ്ഞേക്കണേ. സോ ഇത്രയേ ഉള്ളൂ PGBക്കകത്ത് മെയിൻ സെക്ഷൻ. സോ PGBP നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഡയറക്ട്ലി PGBPയുടെ അകത്ത്, അതായത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തരും, നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ തിരുത്തണം എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു റീകൺസിലേഷൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഒരു പക്ഷേ വരാം. ഇല്ലെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകമിന്റെ കാൽക്കുലേഷൻ. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ അവർ തന്നിരിക്കുന്നത് ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിരിക്കും, ഒരു ബിസിനസിന്റെ ഒരു കുറച്ച് ഡേറ്റയൊക്കെ തന്നിരിക്കും, പിന്നെ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ ഡേറ്റ തന്നിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രോബ്ലം, ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ. സോ ആ ടോട്ടൽ ഇൻകമിന്റെ കാൽക്കുലേഷനും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ 2 ചോദ്യം വരാം. എങ്ങനെയൊക്കെയാണ് വരുന്നത്? 2 ചോദ്യം എന്ന് പറയുമ്പോൾ ഒരെണ്ണം ബിസിനസ് ഇൻകം മാത്രം, മറ്റു ചോദ്യം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിന്റെ നിങ്ങൾക്ക് ഒരു ഭാഗമായിട്ട് അവിടെയും ഒരു ബിസിനസ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കും. റിയലി സോറി, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ അവന് ഓൾറെഡി 2 ദിവസമായിട്ട് വൈറൽ ഫീവർ. അപ്പോ അതിന്റെ ഇഫക്റ്റ് ആയതുകൊണ്ട് മാറ്റി നിർത്താനും പറ്റത്തില്ല. സോ സോറി ഫോർ ദാറ്റ് ഡിസ്റ്റർബൻസസ് ഇൻ ബിറ്റ്വീൻ. Okay, fine. So that is with regard to PGBP. എന്തെങ്കിലും specifically doubts ഉണ്ടെങ്കിൽ you can ask me, else we will go to the other chapters. Okay, fine. I'm going to the next chapter, income from other sources. Income from other source-നകത്ത് ഈ 4 ഹെഡിൽ വരാത്ത എല്ലാ ഇൻകമും ടാക്സബിൾ ആവുന്ന ഇൻകം ഫ്രം അതർ സോഴ്സിനകത്താണ്. അപ്പോ അത് അത്രേ ഉള്ളൂ അതിനകത്ത് പറയാൻ, വേറെ ഒന്നുമില്ല. അതായത് സ്പെസിഫിക്കലി ഗിഫ്റ്റിന്റെ ടാക്സബിലിറ്റി നോക്കണം. ഗിഫ്റ്റ് കിട്ടുന്ന ക്യാഷ് ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് 50,000 മുകളിൽ ക്യാഷ് ഗിഫ്റ്റ് കിട്ടുവാണെങ്കിൽ എൻറ്റയർ ക്യാഷ് ഗിഫ്റ്റും ടാക്സബിൾ ആകും. അതായത് അതിന്റെ ക്യാഷ് ഗിഫ്റ്റ് കിട്ടുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ആണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നോക്കണം. മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ കമ്പയർ ചെയ്യണം. ഫെയർ മാർക്കറ്റ് വാല്യൂ 50,000 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ട് നിങ്ങൾ എന്തെങ്കിലും ടാക്സബിൾ ആവും. അതിന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഷുഡ് ബി കമ്പയർഡ് വിത്ത്, അതിന്റെ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 50,000 then the entire amount will be taxed. അതിന് ഇന്നാഡിക്കേറ്റ് കൺസിഡറേഷൻ, നോ കൺസിഡറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുക.
സോ അവിടെ നിന്നും ഒരു ചോദ്യം ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഒരു പക്ഷേ ഈ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ക്ലബിംഗ് ആണ്. ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു വ്യക്തിയുടെ വരുമാനത്തിനെ നമ്മളെ വരുമാനമായിട്ട് മാറ്റണം അല്ലെ. ഇൻകം ഓഫ് അനദർ പേഴ്സൺ ടു ബി ഇൻക്ലൂഡഡ് ആസ് ഇൻകം ഓഫ് ദ അസസി ആണ്. അപ്പൊ അതിനകത്ത് സ്പൗസിന്റെ ഇൻകം അതായത് ട്രാൻസ്ഫർ ഓഫ് ആൻ അസെറ്റ് ടു ദ സ്പൗസ്. അപ്പൊ എന്ത് ചെയ്യണം? അസറ്റിൽ സ്പൗസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ അവിടെ നിന്ന് വരുന്ന വരുമാനം ആരെ പേരിലാണ് ടാക്സബിൾ ആവുന്നത്? ട്രാൻസ്ഫറായ അസറ്റിയുടെ പേരിലാണ് ടാക്സബിൾ ആവുന്നത്. അതേപോലെ ട്രാൻസ്ഫർ ഓഫ് ഇൻകം ട്രാൻസ്ഫർ ചെയ്തു. അതായത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കണം. ആ വാടക അച്ഛൻ പറഞ്ഞു നീ എടുത്തോളൂ എന്ന് പറഞ്ഞ് അച്ഛൻ എനിക്ക് തന്നു. അപ്പൊ ആ വാടക ഞാനാണ് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് ആരുടെ കൂടെ ക്ലബ് ചെയ്തിരിക്കണം? എൻ്റെ അച്ഛൻ്റെ കൂടെ ക്ലബ് ചെയ്യണം. ബിക്കോസ് ഹി ഈസ് ഓണർ. അപ്പൊ അതുകൊണ്ട് അതല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് എന്ന് പറയുന്നത് ക്ലബിംഗ് എന്ന് പറയുന്നത്. സോ ക്ലബിംഗ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിൽ, സ്പൗസ് ജോലി ചെയ്യാണ്. പക്ഷെ സ്പൗസിന് റിക്വസ്റ്റഡ് ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്പൗസിന് കിട്ടുന്ന ശമ്പളം ഇല്ലെങ്കിൽ ആ സ്പൗസിന് കിട്ടുന്ന ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു പേയ്മെന്റ് ആ കൺസേണിന് കിട്ടുന്ന പേയ്മെന്റ് ആരുടെ കൂടെ ക്ലബ് ചെയ്തിരിക്കണം? നിർബന്ധമായും അസസിയുടെ പേരിൽ ക്ലബ് ചെയ്തിരിക്കണം. ബിക്കോസ് ആ കൺസേണിൽ ആർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്? അസസിക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ആ അസസിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് വേറൊരു പേരിൽ സ്പൗസ് വഴി റൂട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ക്ലബിംഗ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആക്കുക. ക്ലബിംഗ് വരും. ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ അസസി. ആരാണോ ആ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തി, ആ വ്യക്തിയുടെ പേരിൽ നമുക്ക് ടാക്സബിൾ ആവും. അപ്പൊ ഇത് റിലേറ്റഡ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. പിന്നെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് പോയാൽ മതി. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കട്ടെ. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ക്ലബിംഗ് പഠിച്ചോളുക. സെറ്റ് ഓഫ് എന്താന്ന് വെച്ചാൽ, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ലോസുകളെ മറ്റു ഇൻകത്തിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് സെറ്റ് ഓഫ്. അപ്പൊ സെറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ഉണ്ട്, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ഉണ്ട്. ഇൻട്രാ ഹെഡ് വെച്ചാൽ വിത്തിൻ ദ സെയിം ഹെഡ് സെറ്റ് ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യാം. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതുപോലെ ലോസുകൾ ഏതൊക്കെ ഹെഡിൽ വരും? ഇൻകം ഫ്രം സാലറിക്കകത്ത് ലോസേ വരത്തില്ല. ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് നഷ്ടം വരാം, ബിസിനസ്സിനകത്ത് നഷ്ടം വരാം, ക്യാപിറ്റൽ ഗെയിനിൽ നഷ്ടം വരാം, അതർ സോഴ്സിൽ നിന്ന് അത് നഷ്ടം വരാം. അപ്പൊ നഷ്ടം വരാൻ ചാൻസ് ഇല്ലാത്ത ഏത് ഹെഡ് മാത്രമേ ഉള്ളൂ? ഇൻകം ഫ്രം സാലറിക്കകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, ലോസുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് 2 വീടുണ്ട്, ഒരു വീടിൽ നിന്ന് ലാഭം, മറ്റൊരു വീട് നഷ്ടം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്. അപ്പൊ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബിസിനസിന്റെ സിറ്റുവേഷൻ പറയാം. ബിസിനസ്സിനകത്ത് 3 തരം ബിസിനസ് ഉണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്, നോർമൽ ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ്. എന്തൊക്കെ ബിസിനസ് ആണ്? സ്പെക്കുലേറ്റീവ് ബിസിനസ്, നോർമൽ ബിസിനസ്, സെക്ഷൻ 35 AD സ്പെസിഫൈഡ് ബിസിനസ്. അപ്പോ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഇൻകത്തിന് അഗെയിൻസ്റ്റ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. സ്പെക്കുലേറ്റീവ് ലോസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം. സെക്ഷൻ 35 AD ബിസിനസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഓൺലി അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം. പക്ഷെ നോർമൽ ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിയമമൊന്നുമില്ല, നിങ്ങൾക്ക് മറ്റു ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ മനസ്സിലാക്കുക, സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിന് അഗെയിൻസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകത്തിന് അഗെയിൻസ്റ്റ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ വരുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ 2 തരം ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ 2 തരം ക്യാപിറ്റൽ ലോസ് വരാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വരാം, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വരാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒരിക്കലുമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പോ മനസ്സിലാക്കുക, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഒരിക്കലുമേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ലോങ് ടേം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം. മറ്റൊരു ഹെഡിലോട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. സോ അതാണ് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിന്റെ പ്രത്യേകത. ക്യാപിറ്റൽ ഗെയിന്റെ ലോസ് ഒരിക്കലുമേ മറ്റൊരു ഹെഡിൽ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിത്തിൻ ദ ഹെഡ് ട്രൈ ചെയ്യണം. വിത്തിൻ ദ ഹെഡ് ട്രൈ ചെയ്യുമ്പോഴും നമ്മൾ ഈ റൂൾ ഓർത്തോണം. ചെയ്യാൻ പറ്റില്ല എന്ന് എന്ത് ചെയ്യണം? അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം.
ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രം അതർ സോഴ്സിനകത്ത് നിങ്ങൾക്ക് ലോസ് വരാം. സോ ലോസ് വരികയാണെങ്കിൽ അത് ഒരിക്കലുമേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേ വർഷം എന്തായി പോകും? അത് ലാപ്സ് ആയി പോകും. സോ ഇൻകം ഫ്രം അതർ സോഴ്സ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്റർഹെഡ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലുമേ കുറച്ച് റൂൾ ഉണ്ട്. റൂൾ അറിഞ്ഞിരിക്കുക. ഒരിക്കലുമേ ബിസിനസ് ലോസ് ഇൻകം ഫ്രം സാലറിക്ക് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് ലോസ് ഇൻകം ഫ്രം സാലറിക്ക് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മറ്റ് ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യും. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മറ്റ് ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ മാക്സിമം 2 ലക്ഷം വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മറ്റ് ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ മാക്സിമം എത്ര സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 2 ലക്ഷം വരെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റൽ ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മറ്റ് ഹെഡിൽ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതേപോലെ ലോസ് ഫ്രം ഓണിംഗ് ആൻഡ് മെയിൻ ഓഫ് ദ റേസ് കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റൊരു ഇൻകം ഫ്രം ദ ഓണിംഗ് ആൻഡ് മെയിൻ ഓഫ് ദ റേസ് കോഴ്സ് സെറ്റ് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ അപ്ലൈ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യാം. മറ്റൊരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് റൂൾസ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. സോ ഇത് വെരി ബേസിക് റൂൾസ്. ഈ ബേസിക് റൂൾസ് നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ഓഫ് ചെയ്യുക. പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തേക്കുന്ന പല രീതിക്കായിരിക്കാം. പക്ഷെ ആ രീതിക്ക് നിങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷെ ഫൈനലി ആൻസർ കിട്ടുവാണെങ്കിൽ തന്നെ വെൽ ആൻഡ് ഗുഡ് ആണ്. സോ സെറ്റ് ഓഫിനകത്ത് ആദ്യത്തെ ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളത് മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി. അതിന്റെ അപ്പുറം നിങ്ങൾ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും അവർ ചോദിക്കില്ല. സോ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ, ഒരെണ്ണത്തിൽ കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനും പിന്നെ അത് ശേഷമുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. ആ ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക? സെറ്റ് ഓഫിനകത്ത് ചെയ്ത് പഠിച്ചിട്ട് പോകുക. പിന്നെ നമ്മൾ അറിയേണ്ട ചാപ്റ്റർ ആണ് നമ്മളുടെ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്. ചാപ്റ്റർ 6A ഡിഡക്ഷനും TDSഉം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ 6A ഡിഡക്ഷനിൽ നിന്ന് ഒരു 4 മാർക്കിന്റെ ചോദ്യവും TDSൽ നിന്ന് ഒരു 4 മാർക്കിന്റെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്താ വരുന്നത്? സെക്ഷൻ 80C എന്ന് പറഞ്ഞാൽ പല സെക്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ സെക്ഷൻ 80C എന്താന്ന് വെച്ചാൽ താങ്ക് യു ഇതോ Okay, so we will continue. So chapter 6A reductions. Chapter 6A reductionsനകത്ത് നമുക്ക് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ടോട്ടൽ ഇൻകത്തിന്റെ അതായത് കുറച്ച് ഹെഡിലെ ഇൻകം എടുത്തിട്ട് ടോട്ടൽ ചെയ്തിട്ട് അതിനകത്ത് ചാപ്റ്റർ 6A റിഡക്ഷൻസ് കുറച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു അറൈവ് ദ ടാക്സബിൾ ഇൻകം. അങ്ങനെയും ഒരു ചോദ്യം വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ചാപ്റ്റർ 6A റിഡക്ഷൻ 2 രീതിക്കും വരാം. അപ്പൊ നമുക്ക് 2 രീതിക്കും വന്നാൽ 2 അപ്പൊ നമുക്ക് എക്സ്ട്രാ മാർക്സ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6A റിഡക്ഷൻസ്. അപ്പൊ ചാപ്റ്റർ 6A റിഡക്ഷൻസിനകത്ത്
സെക്ഷൻ 80C വെച്ച് നമുക്ക് ആദ്യമേ തുടങ്ങാം. സെക്ഷൻ 80C എന്താ പറഞ്ഞേക്കുന്നത്? 80Cക്കകത്ത് പറഞ്ഞേക്കുന്നത് LIC പ്രീമിയം അടച്ചു, ഹൗസിംഗ് ലോൺ റീപേയ്മെന്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് റീപേയ്മെന്റ്, ട്യൂഷൻ ഫീസ് ഓഫ് ദ ചിൽഡ്രൻ പെയ്ഡ്, പിന്നെ 5-year ടേം ഡെപ്പോസിറ്റ്, 5-year പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണോ പേയ്മെന്റ് നടത്തിയത് ആ പേയ്മെന്റ് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? സെക്ഷൻ 80Cക്കകത്ത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ സെക്ഷൻ 80CCC ആണ് പെൻഷൻ സ്കീമിലോട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഡൊണേറ്റ് അല്ല, പേയ്മെന്റ് നടത്തി. ആ പേയ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം ആസ് പെർ സെക്ഷൻ 80CCC. ഇപ്പോ ഇതിനകത്തൊക്കെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മാക്സിമം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയാണ്. എത്ര രൂപയാണ്? 1.5 ലക്ഷം രൂപയാണ് മാക്സിമം ലിമിറ്റ്. 80Cയുടെ മാക്സിമം ലിമിറ്റ് 1.5 ലക്ഷം. 80CCയുടെയും മാക്സിമം ലിമിറ്റ് എത്രയാണ്? 1.5 ലക്ഷമാണ്. സെക്ഷനാണ് 80CCD. അപ്പൊ 80CCD എന്ന് പറയുന്നത് വെച്ചാല് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത് നാഷണൽ പെൻഷൻ സ്കീമിലോട്ടോ അടൽ പെൻഷൻ യോജനയിലോട്ടോ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്? നമ്മൾ അസസി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ അസസി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അസസിയും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക് വേണ്ടി? എംപ്ലോയിക്ക് വേണ്ടി. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡിഡക്ഷൻ കിട്ടും. നമുക്ക് നോക്കാം. ആദ്യമേ എംപ്ലോയി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എംപ്ലോയി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പോ എംപ്ലോയി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എത്രയാണോ എംപ്ലോയി ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്തത് ഓർ 10% ഓഫ് സാലറി. എത്ര ശതമാനം ഓഫ് സാലറി? 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലോവർ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം ആസ് പെർ സെക്ഷൻ 80CCD1. അപ്പൊ മനസ്സിലാക്കുക, 80CCD1 പ്രകാരം എന്തേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലോവർ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓവർ ആൻഡ് അബവ് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെവിടെ ക്ലെയിം ചെയ്യാം? 80CCD1Pക്കകത്ത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. മാക്സിമം 50,000 വരെയും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ 50,000 വരെയും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടോ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 80CCD1Bയുടെ മാക്സിമം ലിമിറ്റ് എത്രയാണ്? 50,000 രൂപയാണ്. അത് അറിഞ്ഞിരിക്കുക. പിന്നെ അതേപോലെ 80CCD2 എന്ന് പറയുന്നത് എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലോവർ മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോ എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിലേ ആദ്യമേ അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്, നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണ്. അപ്പൊ എംപ്ലോയിക്ക് വേണ്ടി അടയ്ക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഡിഡക്ഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ എംപ്ലോയിക്ക് വേണ്ടി അടയ്ക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണം ആസ് പെർ സെക്ഷൻ 80CCD2. എന്നിട്ട് ആ വീണ്ടും ഒരു സെക്ഷൻ പറഞ്ഞു 80CCE. 80CCEക്കകത്ത് പറഞ്ഞു 80CCC 80CCD1 ഇതെല്ലാം കൂട്ടുമ്പോഴേ ആ കൂട്ടി കിട്ടുന്ന എമൗണ്ട് ഓർ 1.5 ലക്ഷം രൂപ വിച്ച് എവർ ഇസ് ലോവർ മാത്രം നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ? മാക്സിമം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞു 80Cക്കകത്ത് 1.5 വരെ ക്ലെയിം ചെയ്യാം, 80CCCക്കകത്ത് 1.5 വരെ ക്ലെയിം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ട്വിസ്റ്റ് വെച്ചു 80CCEക്കകത്ത്. 80CCE പ്രകാരം 80CCCD1 ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം എത്ര കിട്ടും? 1.5 ലക്ഷം വരെ കിട്ടും. അതാണ് 80CCE. ദെൻ 80D ആണ്. 80D എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. അത് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. സോ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേജ് ആർക്കാണോ നോക്കണം? ഫാമിലിക്ക് വേണ്ടിയാണോ പാരന്റ്സിന് വേണ്ടിയാണോ? ഫാമിലിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 25,000 വരെ ക്ലെയിം ചെയ്യാം. പാരന്റ്സിന് വേണ്ടി മാക്സിമം 25,000 വരെ ക്ലെയിം ചെയ്യാം. അതിന് ഈ രണ്ട് സന്ദർഭത്തിൽ ആരെങ്കിലും ഒരാൾ സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ മാക്സിമം 50,000 വരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ആയിട്ട് രണ്ടുപേരും കൂടെ ചേർത്തിട്ട് 5,000 രൂപ വരയ്ക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. 5,000 വരയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതാണ് 80D. ദെൻ 80DD ആണ് ഡിപ്പെൻഡന്റ് ഡിസേബിൾഡ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ഡിസേബിൾഡ് ഉള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എന്റെ റിലേറ്റീവ് ആണ്, അവർ ഡിസേബിൾഡ് ആണ്, അവർ ഹോളി ഡിപ്പെൻഡന്റ് ഓൺ മീ, എന്റെ അടുത്ത് ഡിപ്പെൻഡന്റ് ആയിട്ടാണ്. അപ്പൊ അവരെ കെയർ ചെയ്യുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ ഡിസബിലിറ്റി അനുസരിച്ച് എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ്. 75,000 ആണ് ഫ്ലാറ്റ് ഡിഡക്ഷൻ. അതിന് സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 വരെയും ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്ത സെക്ഷനാണ് 80DDB. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ എന്താണ് സ്പെസിഫൈഡ് ഡിസീസസ്. മാരകമായ എന്തോ രോഗമുണ്ട്, ആർക്കാണ്? നമ്മളുടെ അസസിക്കോ അസസിയുടെ റിലേറ്റീവിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുമായിട്ട് ബന്ധപ്പെട്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓർ 40,000 രൂപ വിച്ച് എവർ ഇസ് ലോവർ നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് ആക്ച്വൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓർ 40,000 രൂപ വിച്ച് എവർ ഇസ് ലോവർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അത് തന്നെ നമ്മളുടെ സീനിയർ സിറ്റിസൺ ആണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ
ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓർ 1 lakh rupees വിച്ച് എവർ ഇസ് ലോവർ നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതാണ് സെക്ഷൻ 80DDB. ദെൻ സെക്ഷൻ 80E ആണ്. 80E എഡ്യൂക്കേഷൻ ലോൺ എടുത്തു, ആ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. 80EE എന്ന് പറയുന്നത് ഹൗസിംഗ് ലോൺ എടുത്തു, ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ലോൺ എടുത്തത് 16, 17 എന്ന് പറയുന്ന വർഷത്തിലാണ്. ഹൗസിന്റെ വാല്യൂ 35, വാല്യൂ ഓഫ് ദ സാങ്ഷൻ ഓഫ് ദ ലോൺ 35 ലക്ഷം താഴെയാണ്, വാല്യൂ ഓഫ് ദ ഹൗസ് 45 ലക്ഷം താഴെയാണെന്ന് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണോ വരുന്നത് ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം ആസ് പെർ സെക്ഷൻ 80EA. സോറി 80EE. 80EA എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സെക്ഷൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്ലെയിം ചെയ്തില്ലേ, അവിടെ മാക്സിമം എത്ര ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ, സെൽഫ് ഒക്കെ 2 lakh വരെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റാതെ പോയ ഓവർ ആൻഡ് അബോവ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ക്ലെയിം ചെയ്യാം, 80EEക്കകത്ത് ക്ലെയിം ചെയ്യാം. 80EEB. 80EB എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ വെഹിക്കിൾ ലോൺ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുക്കുന്ന ഇൻട്രസ്റ്റ്, ആക്ച്വൽ ഇൻട്രസ്റ്റ് ഓർ 1.5 ലക്ഷം രൂപ വിച്ച് എവർ ഇസ് ലോവർ നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നത്. We will continue. So 80EB എന്താന്ന് വെച്ചാൽ നമ്മൾ വെഹിക്കിൾ ലോൺ, ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തു. അപ്പൊ ആ ലോൺ അടയ്ക്കുന്ന ആക്ച്വൽ ഇൻട്രസ്റ്റ് ഓർ 1.5 ലക്ഷം രൂപ വിച്ച് എവർ ഇസ് ലോവർ ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80EB. അതാണ് സെക്ഷൻ 80E എന്ന് പറയുന്ന എല്ലാമേ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെന്ന് ഓർത്ത് വെക്കുക. Then we should know 80JJA. 80JJA എന്താന്ന് വെച്ചാൽ ഹസസി ബിസിനസ് ചെയ്യുന്ന ആളാണ്. ബിസിനസ് എന്താന്ന് വെച്ചാൽ കളക്ടിങ് ഓഫ് ദ വേസ്റ്റ്, ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, അത് പ്രോസസ് ചെയ്ത് പെസ്റ്റിസൈഡ്സോ ഇല്ലെങ്കിൽ ജനറേഷൻ ഓഫ് പവറോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ആ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ്, ആ ഫുൾ പ്രോഫിറ്റ് അവർക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, അവർക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം ആസ് പെർ സെക്ഷൻ 80JJA. 5 വർഷത്തേക്കാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ വർഷം മുതൽ 5 വർഷം വരെ അവരുണ്ടാകുന്ന എല്ലാ ഇൻകത്തിനും അവർക്ക് എന്താണ്, അവരെ നെറ്റ് പ്രോഫിറ്റ് ഫുള്ളി ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം, എക്സംഷൻ അല്ല ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം.
സോ വി വിൽ കണ്ടിന്യൂ. സോ അപ്പോൾ 80E എന്ന് പറയുന്നത് എല്ലാമേ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പറഞ്ഞു കഴിഞ്ഞല്ലോ. അടുത്ത് ഞാൻ പറഞ്ഞ 80JJ ആണ്. അടുത്ത് പറഞ്ഞ 80JJAA ആണ്. അപ്പൊ 80JJAA എന്താന്ന് വെച്ചാൽ 80JJAA പറയുന്നത് നമ്മൾ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ആരാണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കുന്നത്? ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. സോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട എംപ്ലോയീസിന് കൊടുക്കുന്ന എത്രയാണോ പേയ്മെന്റ് ഓഫ് സാലറി, വേജസ്, അത് നിങ്ങൾ എന്തായിട്ട് ക്ലെയിം ചെയ്യും? P&L എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യും. അത് കൂടാതെ എത്രയാണോ നിങ്ങൾക്ക് ഉണ്ടായ എംപ്ലോയി കോസ്റ്റ് അതിന്റെ 30% നിങ്ങൾക്ക് വീണ്ടും എന്തായിട്ട് ക്ലെയിം ചെയ്യാം? യു ക്യാൻ ക്ലെയിം ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80JJAA. അപ്പോൾ എക്സസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ P&L ഡെബിറ്റ് ചെയ്യുന്നത് ഓക്കെ, നമ്മൾ ആക്ച്വലി എക്സ്പെൻസ് ഇൻകർ ചെയ്തു, അത് ഓക്കെ ആണ് അല്ലേ? അപ്പോൾ ഒരു ഇൻസെന്റീവിന്റെ ബേസിൽ അവർ വീണ്ടും എന്ത് പറയാണ്? നിങ്ങൾ എത്രയാണോ എംപ്ലോയി കോസ്റ്റ് നിങ്ങൾ സഫർ ചെയ്തത്, നിങ്ങൾ ഇൻകർ ചെയ്തത്, ആ എംപ്ലോയി കോസ്റ്റ് എത്ര ശതമാനം? 30% യു ക്യാൻ ക്ലെയിം ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80JJAA. അപ്പൊ അതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. കാഷ്വൽ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. അവർ തുടർച്ചയായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ 210 ദിവസത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. അവർ PF-ലോട് ജോയിൻ ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ എംപ്ലോയി കോസ്റ്റ്, ആ എംപ്ലോയി കോസ്റ്റ് 30% ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ വീണ്ടും ഞാൻ പറയുകയാണ്, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരില്ല. ബട്ട് ദേ ക്യാൻ ആസ്ക് 30% ഡിഡക്ഷൻ കിട്ടും ആസ് പെർ സെക്ഷൻ 80JJAA. ഇപ്പൊ എംപ്ലോയി കോസ്റ്റിന് ഇങ്ങനെ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ എപ്പോഴേ കിട്ടത്തുള്ളൂ? അതായത് പുതിയ ബിസിനസ് ആണെങ്കിൽ കിട്ടും. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വർഷത്തിലാണ് കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് 80G ആണ്. 80G ഡൊണേഷൻ ആണ്. സോ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ 2 തരം ഡൊണേഷൻ ആകാം. വിത്തൗട്ട് എനി ലിമിറ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതും വിത്ത് പിന്നെ കമ്പയർ ചെയ്ത് ലിമിറ്റിംഗ് ഫാക്ടറോടെ വരുന്ന ക്വാളിഫൈങ് ലിമിറ്റ് വെച്ചിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന ഡൊണേഷനും ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് ലിമിറ്റ് അത് 2 കാറ്റഗറി ഉണ്ട്. 50% കാറ്റഗറി ഉണ്ട്, 100% കാറ്റഗറി ഉണ്ട്. സോ 50% കാറ്റഗറിക്കകത്ത് വരുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ആണ് വരുന്നത്. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, പ്രൈം മിനിസ്റ്റർ ദ്രൗട്ട് റിലീഫ് ഫണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, നാഷണൽ അല്ല, വൺ മോർ തിങ് ഇസ് ജവഹർലാൽ നെഹ്റു ഫണ്ട്, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ആൻഡ് പ്രൈം മിനിസ്റ്റർ ദ്രൗട്ട് റിലീഫ് ഫണ്ട്. ഇത്രയും ഫണ്ടിലോട്ടാണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് ഡൊണേറ്റ് ചെയ്താൽ എത്ര ശതമാനം ക്ലെയിം ചെയ്യാം? 50% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇതല്ലാതെ വരുന്ന കുറേ ഫണ്ട് ഉണ്ട്. ക്ലീൻ ഗംഗ പ്രോജക്ട്, അങ്ങനെ പിന്നെ എന്താണ് അർമേനിയ ഫണ്ട്, ഗുജറാത്ത് എർത്ത്ക്വേക്ക് ഫണ്ട്, അങ്ങനെയൊക്കെ കുറെ ഫണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് എത്രയാണോ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് 100% നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അത് തന്നെ അടുത്ത ക്വാളിഫൈങ് ലിമിറ്റ്. സോ വാട്ട് ഇസ് ദിസ് മീനിങ് ഓഫ് ക്വാളിഫൈങ് ലിമിറ്റ്? ക്വാളിഫൈങ് ലിമിറ്റ് എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് ഉണ്ട്, റെസ്ട്രിക്റ്റിംഗ് ഫാക്ട് ഉണ്ട്. ആ റെസ്ട്രിക്റ്റിംഗ് ഫാക്ട് എങ്ങനെയാ ലിമിറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നോക്കാം. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു ഫസ്റ്റ്ലി അറൈവ് ദ adjusted total income. So how will you arrive the adjusted total income? Adjusted total income means gross total income ന്ന് ആദ്യമേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് കളയണം. എന്ത് കളയണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് കളയണം. കൂടാതെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A. അതെന്താണ് 111A? സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതായത് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇക്വിറ്റി, ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, ലിസ്റ്റഡ് ഇക്വിറ്റി ഓർഡിനേറ്റ് ഫണ്ട്സ്, അതായത് 12 മാസം താഴെ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുന്ന അത്തരം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അതുണ്ടെങ്കിൽ അത് എടുത്തും കളയുക. ഇത് കൂടാതെ ചാപ്റ്റർ 6A ഡിഡക്ഷൻ, മറ്റ് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് അതും എടുത്തും കളയുക. അത്രയും കളയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. സോ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന്, അതായത് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 11A ചാപ്റ്റർ 6A ഡിഡക്ഷൻസും കുറയ്ക്കുക. എക്സെപ്റ്റ് ദിസ് 80G കുറച്ചിട്ട് ഒരു ഉത്തരം കിട്ടും. അതാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ടോട്ടൽ ഇൻകം. ആ അഡ്ജസ്റ്റ് ടോട്ടൽ ഇൻകത്തിന്റെ ശതമാനം എത്രയാണോ അതാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്? നിങ്ങളുടെ ക്വാളിഫൈങ് എമൗണ്ട് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ ക്വാളിഫൈങ് എമൗണ്ട്. സോ ക്വാളിഫൈങ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ അവിടെയുണ്ട് 50% കാറ്റഗറി, 100% കാറ്റഗറി. സോ 50% കാറ്റഗറിക്കകത്ത് ആരൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ പ്ലേസ് ഓഫ് വർഷിപ്പിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് ചേർച്ച്, മോസ്ക് അങ്ങോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത്തരം സിറ്റുവേഷനിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് യു വിൽ ഗെറ്റ് 50% ഓഫ് ദി ഡിഡക്ഷൻ. അത് തന്നെ നമ്മൾ ഒളിമ്പിക്സ്, ഇന്ത്യൻ കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇന്ത്യൻ ഒളിമ്പിക്സ് ഫാമിലി പ്ലാനിങ്ങിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 100% ഡിഡക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ എന്താ വെച്ചാൽ 100% കാറ്റഗറിക്കകത്ത് വരുന്ന ഡിഡക്ഷൻസ് അങ്ങ് ക്ലെയിം ചെയ്യണം. സോ ക്വാളിഫൈങ് എമൗണ്ട് കണ്ടുപിടിക്കണം. സോ ക്വാളിഫൈങ് എമൗണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിനകത്ത് ചെയ്തത് വെച്ചാൽ 8,500 ആണ് ക്വാളിഫൈങ് എമൗണ്ട്.
സോ 8,500 കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് 100% ഡിഡക്ഷൻ എലിജിബിലിറ്റി എത്രയാണോ ഉള്ളത് അതങ്ങ് നിങ്ങൾ ആദ്യം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. ബാക്കി എത്രയാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ടും 50% കാറ്റഗറിക്കകത്ത് വരുന്നതും കമ്പയർ ചെയ്തിട്ട് എത്രയാണോ ലോവർ വരുന്നത് അതിന്റെ 50% മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നിങ്ങൾ ആ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചത് ഒന്നുകൂടെ എടുത്ത് നോക്കുക, യു വിൽ ഗെറ്റ് ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. സോ എപ്പോഴും ക്വാളിഫയിങ് ലിമിറ്റ് വെച്ച് റെസ്ട്രിക്ട് ചെയ്യണം. ക്വാളിഫയിങ് ലിമിറ്റ് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ക്വാളിഫയിങ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ക്വാളിഫയിങ് എമൗണ്ടിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡിഡക്ഷൻ ഡൊണേഷൻ ക്ലെയിം ചെയ്യുമ്പോൾ 100% ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ആദ്യം ക്ലെയിം ചെയ്യണം, എന്നിട്ട് വേണം 50% ക്ലെയിം ചെയ്യാൻ. അതാണ് 80G. ദെൻ സെക്ഷൻ 80GG ആണ്. 80GG എന്ന് പറയുന്ന ഡിഡക്ഷൻ വിത്ത് റെസ്പെക്ട് ടു റെന്റ് പെയ്ഡ് ആണ്. അതായത് ഞാനൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്ക് ഹൗസ് റെന്റ് അലവൻസ് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഞാൻ എന്ത് ഇൻകർ ചെയ്തുകൊണ്ട് എനിക്ക് ഹൗസ് റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് റിഡക്ഷൻ കിട്ടും ആസ് പെർ സെക്ഷൻ 80GG. അവിടെ പറഞ്ഞേക്കുന്ന 3 കാര്യങ്ങളാണ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൽ ബി എക്സംപ്റ്റ് ആണ്. എന്താ പറഞ്ഞേക്കുന്നത്, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്ങിനകത്ത് പറഞ്ഞേക്കണേ ഒരു ഫോളോയിങ് അവിടെ പറഞ്ഞേക്കുന്നത് ഒരു മോണിറ്റർ ലിമിറ്റ് പറയുന്നുണ്ട്. മോണിറ്റർ ലിമിറ്റ് എത്ര പറഞ്ഞേക്കുന്നത്, 5,000 പെർ മന്ത്. പിന്നെ പറഞ്ഞേക്കുന്നത് ആക്ച്വൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്നല്ലേ അവിടെ പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. എന്നിട്ട് വീണ്ടും പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞത് ഹൗസ് റെന്റ് അലവൻസ് അത് പറഞ്ഞത് 25% 40% ഓഫ് ദ സാലറി എന്നല്ലേ പറഞ്ഞത്, ആസ് എ കേസ് മേ ബി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 25% ഓഫ് ദ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. സോ ഇത്രയും എടുക്കുക, മൂന്നും കൂടെ കമ്പയർ ചെയ്യുക, വിച്ച് വരെ സ്ലോവർ എടുക്കുക, അത് നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ 80GG കഴിഞ്ഞു. പിന്നെ 80 പിന്നെ എന്താ സെക്ഷൻ 80GG 80GGAയും 80GGCയും. 80GGA എന്ന് പറഞ്ഞാൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളോട് കോൺട്രിബ്യൂഷൻ ആണ് 80GGAയും GGCയും. ഇപ്പോൾ GGA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി പൊളിറ്റിക്കൽ പാർട്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. ഉറപ്പുവരുത്തണം ക്യാഷ് ആയിട്ട് കോൺട്രിബ്യൂഷൻ പാടില്ല. അതിന് 80GGC എന്ന് പറയുന്നത് അതർ ദാൻ കമ്പനികൾ പൊളിറ്റിക്കൽ പാർട്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഡിഡക്ഷൻ കിട്ടും ആസ് പെർ സെക്ഷൻ 80GG. അപ്പോൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതാണ് 80Gയുടെ അതിനകത്ത് വരുന്നത്. പിന്നെ 80QQBയും 80RRPയും ആണ്. 80QQB എന്ന് പറയുന്നത് ബുക്കിന്റെ റോയൽറ്റി ഇൻകം കിട്ടുകയാണെങ്കിൽ ആ റോയൽറ്റി ഇൻകത്തിന് ഡിഡക്ഷൻ കിട്ടും. റോയൽറ്റി ഇൻകം എത്രയാണോ കിട്ടുന്നത് ആ റോയൽറ്റി ഇൻകം ഫ്രം അതർ സോഴ്സിനകത്താണ് ടാക്സബിൾ ആവുന്നത്. പക്ഷെ അതിനകത്ത് നിന്ന് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം ആസ് പെർ സെക്ഷൻ 80QQB. എത്ര ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, ഒരു മോണിറ്ററി ലിമിറ്റ് ഉണ്ട് 3 ലക്ഷം. സോ ആക്ച്വൽ റോയൽറ്റി റിസീവ്ഡ് ഓർ 3 ലക്ഷം വിച്ച് എവർ ഇസ് ലോവർ യു ക്യാൻ ക്ലെയിം ആസ് ഡിഡക്ഷൻ. അത് തന്നെ ഏതെങ്കിലും സന്ദർഭത്തിൽ ബുക്സ് സോൾഡ് എന്ന് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന റോയൽറ്റി എത്ര ബുക്ക് വിൽക്കുവോ ആ ബുക്കിന്റെ ഇത്രയും ശതമാനമാണ് റോയൽറ്റി എന്നാണ് നമ്മൾ കോൺട്രാക്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. 3 കാര്യങ്ങൾ കമ്പയർ ചെയ്യണം. റോയൽറ്റി റിസീവ് എടുത്ത് എഴുതുക, അതിനകത്ത് 3 കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടാണ് ലോവർ ആണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. ലോവർ എന്താ കിട്ടുന്നത് വെച്ചാൽ ആക്ച്വൽ റോയൽറ്റി റിസീവ്ഡ്. രണ്ടാമത് ബുക്സ് സോൾഡ് വാല്യൂടെ 15% കണ്ടുപിടിക്കണം. ഈ 15% കോൺസ്റ്റന്റ് കാണാതെ പഠിച്ചിരിക്കണം. ബുക്സ് സോൾഡിന്റെ 15% കണ്ടുപിടിച്ച് എഴുതുക. പിന്നെ മോണിറ്ററി ലിമിറ്റ് 3 ലക്ഷം. ഇത് 3 കൂടെ കമ്പയർ ചെയ്യുക, വിച്ച് എവർ സ്ലോവർ ആണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത് ഡിഡക്ഷൻ എലിജിബിൾ അണ്ടർ സെക്ഷൻ 80QQB. അപ്പോൾ ബുക്സ് സോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് എടുക്കണം. ബുക്സ് സെയിൽ വാല്യൂടെ എത്ര ശതമാനം, 15% എടുക്കും. ആക്ച്വൽ റോയൽറ്റി റിസീവ്ഡ് ബുക്സ് സോൾഡിന്റെ 15%, 3 ലക്ഷം വിച്ച് എവർ സ്ലോവർ എടുക്കുക. അതാണ് നിങ്ങളുടെ എലിജിബിൾ എമൗണ്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80QQB. 80RRB എന്താണ്, പേറ്റന്റ് കോപ്പിറൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന റോയൽറ്റി ആണ്. എത്രയാണോ റോയൽറ്റി കിട്ടിയത് അല്ലെങ്കിൽ 3 ലക്ഷം വിച്ച് എവർ ലോവർ എടുക്കുക, അതാണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്, ഡിഡക്ഷൻ ആയിട്ട് എലിജിബിൾ ആയിട്ട് വരുന്നത് 80QQB ആൻഡ് 80RRB. 80TTA എന്താണ്, നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് ഫണ്ട് ഉണ്ട്, അതിനകത്ത് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആക്ച്വൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓർ 10,000 വിച്ച് എവർ ലോവർ ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80TTA. HTTP ആർക്കാണ് ആപ്ലിക്കബിൾ ആവുന്നത്, സീനിയർ സിറ്റിസൺസിനാണ്. സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സേവിങ്സ് ബാങ്കിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റിന് കിട്ടുന്നത്, പോസ്റ്റ് ഓഫീസ് എല്ലാവരുടെ ഇൻട്രസ്റ്റും കൂടെ എല്ലാം കൂട്ടിയെടുക്കുക. സോ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഓർ 50,000 രൂപ 50,000 വിച്ച് എവർ ലോവർ ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80B. 80U എന്ന് പറഞ്ഞാൽ അസിക്ക് തന്നെ എന്തുണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, ഡിസബിലിറ്റി 80% താഴെയാണെന്നുണ്ടെങ്കിൽ 75,000 ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഫ്ലാറ്റ് ഡിഡക്ഷൻ. അത് തന്നെ 80% ഡിസബിലിറ്റിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ 1,20,000 വരെ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ 80I, IAB, IAC എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. അതായത് എന്തുവാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും എന്ന് മാത്രം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാകും. ഡിഡക്ഷൻ കിട്ടുന്നത് 10 വർഷം 5 വർഷമായിട്ട് അമോർട്ടൈസ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത്. അതാണ് 80Iയുടെ സെക്ഷൻ. സോ ചാപ്റ്റർ 6 ഡിഡക്ഷൻസിനകത്ത് അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാവും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് നമ്മളുടെ TDS. സോ TDS ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്.
സോ TDS-നകത്ത് നിങ്ങൾ അമെൻമെന്റ് ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെക്ഷൻസ് എല്ലാം നോക്കണം. 192, 192A അതൊക്കെ കുറെ സമയം എടുക്കില്ല. 193, 194E ഇമ്പോർട്ടന്റ് ആണ്. 194E ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. ക്വസ്റ്റ്യൻ വരാം. 194E നോക്കുക. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ടത് 194R, S എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അമെൻമെന്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കുറെ സെക്ഷൻസ്. ആ അമെൻമെന്റ് സെക്ഷൻസ് എല്ലാം നോക്കിയിട്ട് പോവുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ചാൽ എപ്പോൾ സെക്ഷൻ ട്രിഗർ ആകും, ട്രിഗർ ആയി കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് ഡിഡക്ഷൻ, മനസ്സിലാവുന്നുണ്ടോ? അത്രയും മാത്രം, റേറ്റ് ഓഫ് TDS മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാവും. അതാണ് ഇവിടെ അറിയേണ്ടത്. നമ്മൾ TDS എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ പാൻ ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ പാൻ ആൻഡ് റിട്ടേണിനകത്ത് നിങ്ങൾ റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ 31 ജൂലൈ ആണ് ഡേറ്റ്, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ്. അത് തന്നെ ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്ന സാഹചര്യത്തിലാണ് 30th October ആണ് ഡേറ്റ്. അതിനുള്ളിൽ എന്തിരിക്കണം? റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ ITR ഫോം ഉണ്ട്. ITR ഫോം 1, 2, 3, 4, 5, 6, 7, 8, 7 വരെ, സോറി 8 ഇല്ല 7 വരെ ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഫയൽ ചെയ്യേണ്ടത്? സാധാരണ ഒരു ഇൻഡിവിജ്വൽ സാലറി വാങ്ങുന്ന ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ITR 1 ആണ്. അതിന്റെ സർചാർജ് ആപ്ലിക്കബിൾ ആകുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ITR 2 പോകണം. അപ്പം സർചാർജ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ITR 1, അതായത് 50 ലക്ഷം താഴെയാണെങ്കിൽ ITR 1, 50 ലക്ഷത്തിന് മുകളിൽ വരുമാനം പോകുന്ന ഒരു വ്യക്തിയാണ് ITR 2 പോകണം. അതിനെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, പാർട്ണർഷിപ്പ് ഫേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ITR നമ്പർ 3 ഫയൽ ചെയ്യണം. അത് തന്നെ ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്ന സാഹചര്യത്തിൽ ITR നമ്പർ 4 ഫയൽ ചെയ്യണം. പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ITR നമ്പർ 5, കമ്പനി ആണെങ്കിൽ ITR നമ്പർ 6, ട്രസ്റ്റ് ആണെങ്കിൽ ITR നമ്പർ 7. അത് തന്നെ നമ്മൾ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അക്നോളജ്മെന്റ് തരും. നിങ്ങൾ ഫയൽ ചെയ്തു, നിങ്ങളുടെ വരുമാനം ഇന്നതാണ് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൂഫ് തരും. അതാണ് ITR V. ITR U എന്ന് പറഞ്ഞ ഒരു അമെന്റ്മെന്റ് ഉണ്ട്. ITR U എന്ന് പറയുന്നത് സാധാരണഗതിയിലെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് സമയമുണ്ടല്ലോ. ആ സമയത്തേക്ക് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിനാൻസ് ആക്ടിൽ അമെന്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ തൊട്ട് മുന്നത്തെ 3 വർഷത്തിന്റെ റിട്ടേൺ ഒറ്റയടിക്ക് ഫയൽ ചെയ്തോ. 3 വർഷത്തിന്റെ ഒറ്റയടിക്ക് ഫയൽ ചെയ്തോളൂ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഫയൽ ചെയ്ത് എന്ത് അടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. ടാക്സ്, തുച്ഛമായ ടാക്സ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ടാക്സ് അടയ്ക്കും, റിട്ടേൺ ഫയൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് ITR U. അപ്പൊ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ ITR U ഫയൽ ചെയ്യാറുണ്ട്, ഫയൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരിക്കലുമേ ITR U ഫയൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? റീഫണ്ട് ഒരിക്കലും കിട്ടത്തില്ല. ITR U ഫയൽ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല? റിട്ടേൺ റീഫണ്ട്, ടാക്സ് റീഫണ്ട് കിട്ടത്തില്ല. അപ്പൊ ITR U എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന അർത്ഥം. എന്താണ് ITR Uയുടെ ഫുൾ ഫോം? അപ്ഡേറ്റഡ് റിട്ടേൺ. അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഓൾറെഡി ഫയൽ ചെയ്ത റിട്ടേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? 3 വർഷത്തിന്റെ റിട്ടേൺ വരയ്ക്ക് ഒറ്റയടിക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അത് അമെന്റ്മെന്റ് ആണ്. ITR U വായിച്ചിട്ട് പോകണം നിർബന്ധമായും. പിന്നെ റിട്ടേൺ ആരാണ് സൈൻ ചെയ്യേണ്ടത്? ആരാണ് സൈൻ ചെയ്യേണ്ടത്? ഞാനാ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഞാനാ സൈൻ ചെയ്യേണ്ടേ അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ സൈൻ ചെയ്യണം. അതെ, നിങ്ങൾ ഇപ്പം എനിക്കൊരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, ഞാൻ ഫയൽ ചെയ്യും. എൻ്റെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ഫയൽ ചെയ്യും. എൻ്റെ ഓത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ഫയൽ ചെയ്യും. എൻ്റെ മകന്റെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത്. എൻ്റെ മകന് ഫയൽ ചെയ്യാൻ പറ്റില്ല, മൈനർ ആണ്. അപ്പൊ ഞാൻ ലീഗൽ ഗാർഡിയൻ ഫയൽ ചെയ്യണം. പാർട്ണർഷിപ്പ് ഫോമിന്റെ റിട്ടേൺ ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഫോം എന്ന ലീഗൽ ഒരു ആർട്ടിഫിഷ്യൽ എൻറ്റിറ്റി, അവരാര് ഫയൽ ചെയ്യണം? മാനേജിംഗ് പാർട്ണർ സൈൻ ചെയ്യണം. കമ്പനി ആണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ സൈൻ ചെയ്യണം. അത് തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് CEO ഫൈനാൻസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈൻ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അത് തന്നെ ഒരു HUF ആണെങ്കിൽ കർത്താണ് സൈൻ ചെയ്യേണ്ടത്. അത് തന്നെ സൈൻ ചെയ്യേണ്ട ഒരു വ്യക്തി, ഇപ്പം എൻ്റെ ഇൻഡിവിജ്വൽ റിട്ടേൺ ആണ്, ഞാൻ ആസ് ഓഫ് നൗ ഇന്ത്യയിലില്ല, ഞാൻ പുറം രാജ്യത്തിലാണ്. അപ്പൊ എനിക്ക് വേണ്ടി ആര് ഫയൽ ചെയ്താൽ മതി? എൻ്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് സൈൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെറിഫിക്കേഷനകത്തും അറിഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഇൻകം ടാക്സിനകത്ത് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ നോക്കിയിട്ട് പോകാനുള്ള കാര്യം. പക്ഷെ ഇനി കുറച്ച് ജനറൽ തിങ്സ് പറയാം. ഇനി ആകെ കൂടി 10 ദിവസമാണ് നമുക്കുള്ളത് അല്ലേ? 10 ദിവസം അല്ലേ? യെസ്, 10 ദിവസം. ഇതിന്റെ അകത്ത് നമ്മൾ 10th എക്സാം സ്റ്റാർട്ട് ചെയ്യണേ. അക്കൗണ്ടിങ് അല്ലേ ഫസ്റ്റ് എക്സാം? അക്കൗണ്ടിങ് ആണ് ഫസ്റ്റ് എക്സാം. സോ ഈ അക്കൗണ്ടിങ് എപ്പോഴുമേ അക്കൗണ്ടിങ് ആണ് ഫസ്റ്റ് എക്സാം. ഈ അക്കൗണ്ടിങ് എക്സാം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിക്ക് നിങ്ങൾക്ക് എഴുതാൻ, ഇൻ കേസ് നിങ്ങൾക്ക് അത് ഡിഫിക്കൽട്ട് ആകാം, പക്ഷെ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ എപ്പോഴുമേ. ഫസ്റ്റ് പേപ്പർ എഴുതി വരുമ്പോൾ നിങ്ങൾ ഒരുവിധം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് എഴുതി എക്സാമിഷൻ കിട്ടും, പാസ്സാവും എന്നൊക്കെ തോന്നലോടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത എക്സാമിന് നിങ്ങൾ ഒരു ഉജാറായിട്ട് ഒരു ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് തന്നെ ഫസ്റ്റ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ സാധിച്ചില്ല, റിവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ സാധിക്കാത്തത് എന്നൊരു സിറ്റുവേഷൻ ഞാൻ പറയണേ. പഠിക്കാത്ത കുട്ടി പോയി എഴുതുവാണെങ്കിൽ അവർക്ക് ഒരു വിഷമവും തോന്നത്തില്ല, അവര് അത് ടേക്ക് ഇറ്റ് ഈസിയിൽ എടുക്കും.
അത് തന്നെ ഞാൻ പഠിച്ചു, പക്ഷെ റിവിഷന്റെ ഭാഗം കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഏതൊരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയി. ഞാൻ ചെയ്ത് പഠിച്ചതാണ്, പക്ഷെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ നോക്കിയില്ല. അതുകൊണ്ട് എനിക്ക് പരീക്ഷയ്ക്ക് വന്നപ്പോൾ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഭയങ്കരമായി മെന്റലി നിങ്ങളെ ഡിസപ്പോയിന്റ് ആക്കും. സോ അതുകൊണ്ട് അങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് എക്സാമിന്റെ 2 ദിവസമെങ്കിലും മിനിമം 2 ദിവസം അക്കൗണ്ടിങ്ങിന് മാത്രം വേണ്ടി സ്പെൻഡ് ചെയ്യണം. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിന്റെ ഗ്യാപ്പല്ലേ കിട്ടത്തുള്ളൂ പരീക്ഷ റിവൈസ് ചെയ്യാൻ. അപ്പോ അക്കൗണ്ടിങ് പരീക്ഷയ്ക്ക് ഫസ്റ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ മിനിമം 2 ഡേയ്സോ അല്ലെങ്കിൽ 3 ഡേയ്സോ ഒക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ചാണ് ഓരോരുത്തരും തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ നിർബന്ധമായും സ്പെൻഡ് ചെയ്യണം. ആ സമയം പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കരുത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പുതിയതായിട്ട് ഒരു കാര്യവും പഠിക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിക്കണം, നോക്കി പഠിക്കരുത്. ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ സ്പീഡ് കാണും, ചെയ്യാൻ പറ്റും. നോക്കി പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കോസിങ് വെരി ഡിഫിക്കൽട്ടി വൈൽ അറ്റൻഡിങ് ഫോർ ദ എക്സാമിനേഷൻ. പിന്നെ ഇപ്പോൾ ഉള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് ഈ ഒരു 2 ദിവസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് 1-ാം തീയതിയും 2-ാം തീയതിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസും ഒന്ന് നിങ്ങൾക്ക് നോക്കാം. പിന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കുക. 2 ദിവസമേ ഉള്ളൂ സമയം. അതിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ചെയ്ത് പഠിക്കാനും ചെയ്യരുത്. ബിക്കോസ് അത് 2 ഇതിലേക്ക് എഫക്ട് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും, ഇല്ലെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസ് ഇല്ലാതെയാക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവസാനം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ഒന്നും വേണ്ട. അതൊക്കെ ചെയ്യേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു പോയി. ഇല്ലെങ്കിൽ 2 ദിവസം മാത്രം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, ഉറപ്പാണ്. പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടിക്ക് അതിനകത്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കാണും. സോ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് പിക്ക് ചെയ്യുക, അത് വൃത്തിക്ക് എഴുതുക. വരച്ച് എഴുതണം. ഡ്രോയിങ്, ഐ മീൻ കോളം, സ്കെയിൽ, പെൻസിൽ നോട്ട് നെസസറി. നിങ്ങൾ ആദ്യം എഴുതിയതിനു ശേഷം അവസാനം വന്നിട്ട് വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ വരച്ച് സമയം കളയരുത്, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ടൈം മാനേജ്മെന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ട് വരച്ചുള്ള സമയം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇല്ലെങ്കിൽ പേന വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്കെയിൽ മാത്രം വെച്ച് പേന വെച്ച് തന്നെ വരയ്ക്കാം. പെൻസിലിന്റെ യൂസിങ് ആവശ്യമില്ല. ഇല്ല ഞങ്ങൾ അത് കുഴപ്പമില്ല, ഞങ്ങൾ അത് തന്നെ മാനേജ് ചെയ്ത് ഞങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്, നോ ഇഷ്യൂസ്. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്ന മുന്നേ പ്രൊവിഷൻസ് എല്ലാം, ടാക്സിന്റെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ പ്രൊവിഷൻസ് എല്ലാം റീഡ് ചെയ്തിട്ട് പോവുക. റീഡല്ല, നമ്മൾ പഠിച്ചതെല്ലാം റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. കിടക്കുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യരുത്. ഇനിയുള്ള 10 ദിവസം വെരി വെരി ക്രൂഷ്യൽ ആണ്. മൊബൈൽ ഫോൺസ് വേണ്ട. കിടക്കുന്ന 10 മിനിറ്റ് മുന്നേ ഇല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ നിങ്ങളെ മൈൻഡിൽ ഫുള്ള് നിൽക്കേണ്ടത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ലോ, അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഓഡിറ്റിംഗ്, എന്തൊക്കെയാണോ പഠിച്ചത് ആ ഒരു കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് മനസ്സിൽ ബുക്ക് തുറക്കാതെ റിവൈസ് ചെയ്യണം. ഇപ്പൊ ഞാനിന്ന് ബുക്ക് തുറക്കാതെയാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് പഠിച്ച ഓർമ്മയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങളെ ഞാൻ ആ രീതിക്ക് ഒരുവിധം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബുക്ക് തുറക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, റിവൈസ് ചെയ്യാൻ സാധിക്കും. എല്ലാ ചാപ്റ്റർ പറ്റിയില്ലെങ്കിലും ചില ചാപ്റ്ററെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങുന്നതിന് മുന്നേ റിവൈസ് ചെയ്തിട്ട് കിടക്കുക. റിവൈസ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് വർക്കാവും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ എളുപ്പമായിരിക്കും. സോ ഇനിയുള്ള 10 ദിവസം ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. Don't use your mobiles unnecessarily. You can make calls to your friends, your family. അതൊക്കെ ഓക്കെയാണ്, പക്ഷേ അത് unnecessary ആവാൻ പാടില്ല. So if you have any doubts, you can ask me. It's already 9 o'clock. So this half an hour is for you. You can ask doubts if any. I will clarify that. നമ്മുടെ ഈ അർജുൻ, നമ്മളെ ഫസ്റ്റ് ബെഞ്ച് അർജുൻ ആണോ? അർജുൻ നമ്മളെ റിവിഷൻ ക്ലാസ്സിൽ വരാത്ത അർജുൻ ആണോ? I'm expecting നിങ്ങളെ marks, I'm expecting a lot. You have to get exemption, sure exemption. IDT ആണെങ്കിലും IDTക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഒരു റിവിഷൻ ക്ലാസ് വെക്കും, അത് യൂസ് ചെയ്യുക. IDT ആണെങ്കിലും നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ്. സോ ഒരിക്കലുമേ IDT ഞങ്ങൾ പഠിക്കാം, DT കുറച്ച് പഠിക്കാം, അല്ലെങ്കിൽ DT മാത്രം പഠിക്കാം, IDT പഠിക്കത്തില്ല, IDT ഞങ്ങൾക്ക് അറിയാം, DT അതുകൊണ്ട് പഠിക്കത്തില്ല, അങ്ങനെയുള്ള ചോയ്സ് വെക്കരുത്, ദയവേത് വെക്കരുത്. നിങ്ങൾക്ക്
പറ്റുന്ന മാക്സിമം 2 സബ്ജക്റ്റും പഠിക്കണം. 2 സബ്ജക്റ്റ് നിങ്ങൾ മാക്സിമം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ഷോർട്ട് എക്സംഷൻ. നിങ്ങൾ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾ പഠിച്ച സബ്ജക്ട് ഇൻകം ടാക്സ് ആണ് നിങ്ങൾ പഠിച്ചത്, ഇൻകം ടാക്സ് മാത്രമേ പഠിച്ചു, അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ടഫായി പോയി, 50 മാർക്കിന്റെ ചോദ്യത്തിൽ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റൻ ടഫായി കഴിഞ്ഞാൽ 40 മാർക്കേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. പിന്നെ ഐഡിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മോശമാണ്, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പാസ്സാവും, എക്സാംഷൻ കിട്ടത്തില്ല. ദാറ്റ് വിൽ എഫക്ട് യുവർ പാസിംഗ് ഓഫ് ദ ഗ്രൂപ്പ്. സോ ഡോണ്ട് ടേക്ക് സച്ച് ഡിസിഷൻ. എനിക്ക് IDT മാത്രം അറിയാം, IDT മാത്രമേ ഞാൻ നന്നായിട്ട് പഠിക്കും, DT മാത്രം അറിയാം, DT മാത്രം നന്നായിട്ട് പഠിക്കും, അങ്ങനെയല്ല. യു ഷുഡ് സ്റ്റഡി, യു മസ്റ്റ് സ്റ്റഡി ബോത്ത് സബ്ജക്ട്സ്. ഡിഫിക്കൽട്ട് പോർഷൻസ് കാണാം, ഇറ്റ്സ് ഓക്കെ, ബട്ട് റിവൈസ് ബോത്ത് സബ്ജക്ട്സ് ടുഗെദർ ബിക്കോസ് യു ആർ റൈറ്റിംഗ് ദ ബോത്ത് സബ്ജക്ട്സ് ഒട്ടി. രണ്ടും കൂടെ ഒന്നിച്ചാണ്, ഒരു പേപ്പറാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കുക. അതേപോലെ മണ്ടൻ തീരുമാനങ്ങളൊന്നും ആരും എടുക്കല്ലേ. 2 സബ്ജക്റ്റും ഒരേപോലെ പഠിക്കണം, ബിക്കോസ് പരീക്ഷയ്ക്ക് എന്നാൽ മാത്രമേ അത് ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. വേറെ കുറെ പേര് ഈ സമയത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഗ്രൂപ്പിനകത്തുള്ള തീരുമാനം. ഈ പേപ്പർ മാത്രം ഞാൻ പാസ്സാവും, മറ്റേ പേപ്പർ മാത്രം പാസ്സാവും, ഈ 2 പേപ്പർ ഞാൻ പാസ്സാവണ്ട, കുഴപ്പമില്ല, എനിക്ക് എക്സംഷൻ മതി, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും വേണ്ട. ഇത്രയും പാടുപെട്ടു, നിങ്ങൾക്ക് അറിയാവുന്ന 2 സബ്ജക്ട് കിടിലം അറിയാവുന്നുണ്ടെങ്കിൽ അതിന് എക്സാംഷൻ വാങ്ങിക്കേ, മറ്റു സബ്ജക്ട് നന്നായിട്ട് പഠിച്ചങ്ങ് എഴുത്, നിങ്ങൾ പാസ്സാവൂടെ. പക്ഷേ നിങ്ങൾ ആ സബ്ജക്ട് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എഫക്റ്റിംഗ് യു. പഠിച്ച് തന്നെ എഴുതണം. തലേ ദിവസം ക്രൂഷ്യൽ, റിവൈസ് 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 റൈറ്റ്, ഹാവ് എ ഫെയ്ത്ത് ഇൻ ഗോഡ്, ട്രസ്റ്റ് ദ പ്രോസസ്. ഞാൻ വീണ്ടും പറയാം, ട്രസ്റ്റ് ദ ടീച്ചർ, ട്രസ്റ്റ് ദ പ്രോസസ്. അപ്പൊ നിങ്ങൾ വന്ന് പഠിപ്പിച്ച ഓരോ ഫാക്കൽറ്റി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. അവർ പഠിപ്പിച്ച ആ രീതികൾ, ആ പഠിപ്പിച്ച പ്രോസസ്, അതെല്ലാം നിങ്ങൾ മോൾഡ് ചെയ്തതാണ്. അപ്പൊ ആ പ്രോസസ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് ആ ട്രസ്റ്റിന് നിങ്ങൾ ഉടയ്ക്കരുത്. നിങ്ങൾ തലേ ദിവസം വന്നിട്ട് ഇല്ല എനിക്ക് പറ്റത്തില്ല എന്നൊരു തീരുമാനമൊന്നും എടുക്കരുത്. നിങ്ങൾക്ക് എത്ര അറിയാവോ അറിയത്തില്ലോ അതെല്ലാം മാറ്റി വെക്കുക. ബട്ട് യു ഷുഡ് ഡെഫിനറ്റ്ലി കോൺസെൻട്രേറ്റ്, ഗിവ് യുവർ മാക്സിമം. പരീക്ഷയുടെ തലേ ദിവസമേ ഫെയിൽ ആവരുത്, പരീക്ഷയ്ക്ക് പോയി വിജയിച്ചിട്ടങ്ങ് വരണം. അതുകൊണ്ട് എക്സാംഷൻ കിട്ടണം എന്ന രീതിക്ക് തന്നെ പഠിക്കണം. എല്ലാ സബ്ജക്ട്സും സെയിം തന്നെയാണ്, അതിനകത്ത് ഫേവറിസം അങ്ങനെയൊന്നുമില്ല. യു ഹാവ് ടു സ്റ്റഡി ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് സീരിയസ്ലി, പുട്ട് യുവർ മാക്സിമം എഫേർട്ട്, ഡെഫിനറ്റ്ലി യു വിൽ ക്ലിയർ. ദ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനുള്ള ടിപ്സ് ആണ്, വെരി സിമ്പിൾ ടിപ്സ്. 3 മണിക്കൂറിലല്ല പരീക്ഷ പാസ്സാവേണ്ടത്, 1.5 മണിക്കൂറിലാണ്. 1.5 മണിക്കൂറിൽ നിർബന്ധമായും പരീക്ഷ പാസ്സായിരിക്കണം. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യോ ഇല്ലെങ്കിൽ ഫോൺ ചെയ്യുകയോ എന്താന്ന് ചെയ്യുക. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യുവർ കോൾ ഓർ മെസ്സേജ്. നിങ്ങൾ പറ ഈ 1.5 മണിക്കൂറിന്റെ ടിപ്പ് നിങ്ങൾക്ക് വർക്കായോ ഇല്ലയോ എന്ന്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക്സ്. നിങ്ങൾക്ക് 40 മാർക്കിന് കൂടുതൽ എഴുതാൻ സാധിക്കും, ഉറപ്പാണ്. പക്ഷെ 40 മാർക്ക് പോലും എഴുതാൻ പറ്റിയില്ലെങ്കിലോ അത് അങ്ങനെ ആവരുത്. ബിക്കോസ് കുറെ കുട്ടികൾക്ക് അവിടാണ് പ്രശ്നം വരുന്നത്, ടൈം മാനേജ്മെന്റ് ഇല്ലാതെ. അപ്പോൾ 40 മാർക്സിന് എഴുതാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് 50 മാർക്സോ 55 മാർക്സോ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അപ്പോഴേ തീരുമാനിച്ചു. പിന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, ആ പറഞ്ഞ ശരിയാണ്, ഒന്ന് ആലോചിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അതൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് വേണം പരീക്ഷ എഴുതാൻ. And be thankful, be grateful for all you have got. Pray well, study well, time management matters. Yes, ഞാൻ തന്നെ കുറെ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട്, ആർക്കെങ്കിലൊക്കെ സംസാരിക്കാം. I am very tired. Yes, ആർക്കൊന്നും പറയാനില്ല. Doubts, any doubts you can ask? No doubts? So shall we leave? Shall we leave then? ബിക്കോസ് ചുമ്മാ നിങ്ങൾ സമയം കളയേണ്ട ആവശ്യമില്ല. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമാണ്, പോയി ഫുഡ് കഴിക്കാം. ദെൻ യു ക്യാൻ റിവൈസ് ഓർ യു ക്യാൻ ഗോ ടു സ്ലീപ്പ്, ദെൻ സ്റ്റാർട്ട് ഫ്രഷ് ടുമാറോ മോർണിംഗ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, രാവിലെ പഠിക്കണം, രാത്രി പഠിക്കണം. ഷിബിൻ, ഹൗ ഈസ് യുവർ സ്റ്റഡീസ് ഗോയിങ്? ഷിബിൻ, Devika Krishna left. Joel, I was about to ask about Joel. Joel പോയി പോട്ടെ. Okay, Fahad also left. നിങ്ങൾ എന്താ സംസാരിക്കാത്തെ? റൂളാണോ സംസാരിക്കാൻ പാടില്ല എന്ന്? Joel, how is your studies going? Vishnu? Yes, miss. Vishnu? Vishnu,
Fine, fine. Then go have your food, sleep well, study. In case of doubts, you can message me. And the number undo narayithilla. I'm writing here. അപ്പോ ഞാൻ അയ്യോ റിയൽമിക്ക് മാത്രമായി പോയി വെയിറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ അയ്യോ എവ്രിവൺ ഇല്ലേ എന്റെ ഫോൺ നമ്പർ ഇല്ലാത്തവർക്ക് നോട്ട് ചെയ്യാം ഇതിനകത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ചെയ്യാം വാട്സാപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ മെസ്സേജ് മെൻഷനിങ് യുവർ നെയിം ആൻഡ് ഏത് ചാപ്റ്റർ ആണോ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് ഐ മീൻ സബ്ജക്റ്റ് അല്ല ഏത് ടോപ്പിക് ആണോ ഡൗട്ട് ആ ടോപ്പിക്കിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഞാൻ നോക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് സോ വി വിൽ ലീവ് എക്സാമിന് പോയി നന്നായിട്ട് എഴുതി നന്നായിട്ട് വിജയിച്ചിട്ട് വരിക ബി ഇൻ ടച്ച് ബി ഇൻ കോൺടാക്ട് ഐ ബി വെയിറ്റിംഗ് ഫോർ യുവർ കോൾ ഓർ അറ്റ്ലീസ്റ്റ് എ മെസ്സേജ് Thank you, ma'am. വീണ്ടും ഞാൻ പറയാണ് ട്രസ്റ്റ് ദ ടീച്ചർ ട്രസ്റ്റ് ദ പ്രോസസ് എവ്രിവൺ വിൽ ബി ഏബിൾ ടു ക്ലിയർ ദിസ് എക്സാം അറ്റ് ദ വെരി ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ് സെൽഫ് എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം ഹോൾ ടിക്കറ്റ് പേന എടുക്കണം പേന 2 3 പേനകളായിക്കോട്ടെ കാൽക്കുലേറ്റർ ഡോണ്ട് യൂസ് സയന്റിഫിക് കാൽക്കുലേറ്റർ നോർമൽ കാൽക്കുലേറ്റർ കൊണ്ടുപോവുക പേന പെൻസിൽ എല്ലാം ആ സമയത്ത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ വാച്ച് വേണം കേട്ടോ അല്ലാതെ അടുത്തിരിക്കുന്ന ആളെ വാച്ച് എടുത്ത് ഊരി ബെഞ്ചിൽ വെക്കണമെന്നൊന്നും പറയരുത് ദയവ് ചെയ്ത് വാച്ചൊക്കെ ഇട്ടിട്ട് പോവുക ആൻഡ് യെസ് അത്രയൊക്കെ ഉള്ളൂ പ്രാർത്ഥിച്ചിട്ട് പോവുക പിന്നെ എക്സാമിന്റെ സമയത്ത് കയറുന്ന മുന്നേ ഉള്ള റിവിഷൻ അതൊന്നും വേണ്ട ഒരു എക്സാമിന് ഒരു അരമണിക്കൂറൊക്കെ മുന്നേ തന്നെ സമാധാനമായിട്ട് ബുക്കൊക്കെ അടച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് കയറുക അപ്പൊ അടുത്ത് വന്നിട്ട് ഫ്രണ്ട് നോക്കിയടാ നീ ആ പ്രൊവിഷൻ നോക്കിയോ അപ്പൊ പറയണം നീ മിണ്ടാതിരിക്കടാ വേണ്ടടാ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തണം അതാരാണെങ്കിലും അങ്ങനെ വേണം അല്ലാതെ നിങ്ങളെ ഫ്രണ്ട്സിനെ പോയിട്ട് ടെൻഷൻ അടിപ്പിക്കരുത് കേട്ടോ ഒരിക്കലുമേ ആൻഡ് വൺ മോർ തിങ് ഐ ഫോർഗോട്ട് don't discuss the question paper after the examination don't do it ever അക്കൗണ്ടിങ് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എക്സാം ഹാളിന്റെ പുറത്ത് വന്നോടെ എടാ നിനക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയോടാ എടാ ഇങ്ങനെയാണോ ചെയ്തേ ഇതിന്റെ ഉത്തരം ഇതല്ലേ അതിന്റെ ഉത്തരം മറ്റേതല്ലേ ഡോണ്ട് ഡു ദാറ്റ് നോട്ട് നെസസറി അത് നിങ്ങളെ ഭയങ്കരമായി എഫക്ട് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക നിങ്ങളെ ഓരോരുത്തരും നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മാക്സിമം നല്ല കാര്യം ഇതാണ് ഡോണ്ട് ഡിസ്കസ് ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് അവർ തന്നെ ചോദിച്ചാലും എടാ കഴിഞ്ഞില്ലേ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാടാ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻകറേജ് ചെയ്യണം അത് ആരാണെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം ബിക്കോസ് ഡൺ ഈസ് ഡൺ നോ ഇനിയിപ്പോ നമ്മൾ ഈ സമയത്ത് മാർക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല സോ അതുകൊണ്ട് ഡോണ്ട് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആഫ്റ്റർ ദ എക്സാംസ് കൂട്ടി വെച്ചേക്കുക അടുത്ത എക്സാമിന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് അടുത്ത എക്സാമിന് ഒരു 2 മണിക്കൂറിന് ശേഷം അങ്ങ് പഠിച്ചങ്ങ് തുടങ്ങണം പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും ആലോചിച്ചോണ്ടൊന്നിരിക്കുന്നത് അക്കൗണ്ടിങ്ങിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയല്ലേ വന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ റെഫർ ചെയ്താലോ ഒരാവശ്യമില്ല ഡോണ്ട് ഡു ദാറ്റ് ഡോണ്ട് ഡിസ്കസ് ഡോണ്ട് റെഫർ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഡൺ ഈസ് ഡൺ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക That's the important thing I have to say. Yes. Fine. Thank you so much for the time. Shall we leave? Yes, ma'am. Thank you so much. Thank you, Tada. teacher. Bye-bye. Take care. Take care. Bye-bye. Bye-bye. Yes. Bye. You all leave, then I will leave. Yes. Tada. Bye-bye. Yes. Tushar. Tushar always. Leave last. Yes, Tushar. Study well, Tushar. Okay, I'm just leaving the meeting. Thank you so much for the time. Bye-bye.